അപ്പോൾ നമ്മളെ സംബന്ധിച്ചിടത്തോളം ഇമ്പോർട്ടൻസ് എപ്പോഴും വരുന്നതാണ് എത്ര പഠിച്ചു എന്നുള്ളതല്ല, എത്രത്തോളം പഠിച്ചു എന്നുള്ളതല്ല, പഠിച്ച് എത്ര ഭംഗിയായിട്ടും എത്ര കറക്റ്റായിട്ടും ആൻസർ എന്നുള്ളതാണ് ഇമ്പോർട്ടൻറ്റ്. ഓക്കെ, ഞാൻ എപ്പോഴും പറയാറുണ്ട്, ഞാൻ അങ്ങനത്തെ എല്ലാം പഠിച്ചിട്ടല്ല എല്ലാവരും പരീക്ഷയ്ക്ക് പോകുന്നത്. അതുകൊണ്ട് പഠിക്കാതെ പോകരുത് നഷ്ടമില്ല, അങ്ങനെ എടുക്കരുത്. ഓക്കെ, പഠിക്കണം. പക്ഷേ നമ്മുടെ സിലബസ് നിങ്ങൾ കണ്ടാൽ തന്നെ മനസ്സിലാവും, ഒരു കാരണവശാലും മൊത്തമായിട്ട് ഒരു എലോബറേറ്റ് ആയിട്ടോ കോംപ്രഹെൻസീവ് ആയിട്ടോ നമുക്ക് കവർ ചെയ്യാൻ പറ്റില്ല. ഓക്കെ, അത്രയ്ക്കും വലിയ സിലബസ്, വൈഡായിട്ടുള്ള സിലബസ് തന്നെയാണ്. അപ്പൊ അതെല്ലാം പഠിച്ചു വെച്ചിട്ട് പോകുക എന്നുള്ളതാണ് ഇമ്പോർട്ടൻറ്റ്. ഇനി നിങ്ങളെ കൊണ്ട് എല്ലാം പഠിക്കാൻ പറ്റിയെങ്കിൽ പോലും നിങ്ങൾ എത്ര പഠിച്ചു എന്നതിനേക്കാൾ കൂടുതലും പരീക്ഷയ്ക്ക് ടെസ്റ്റ് ചെയ്യുന്നത് പഠിച്ച കാര്യങ്ങൾ നിങ്ങൾ എത്ര ഭംഗിയായിട്ടും എത്ര കറക്റ്റായിട്ടും അവിടെ അവതരിപ്പിക്കുന്നുള്ളത് തന്നെയാണ്. പ്രിലിംസ് അല്ല മെയിൻസിന്റെ കാര്യത്തിൽ. പ്രിലിംസ് എക്സാമിന്റെ കാര്യത്തിൽ നമ്മൾ അങ്ങനെ ഒരുപാട് അങ്ങോട്ട് നിങ്ങൾ ഫോക്കസ്ഡ് ആവണ്ട. നിങ്ങൾ മെയിൻസിന് വേണ്ടി കൃത്യമായി പഠിക്കുകയും പ്രിലിംസ് പ്രാക്ടീസ് ചെയ്യുകയും ചെയ്യുമ്പോൾ അത് ക്ലിയർ ആയി പോയിക്കോളും. ഓക്കെ, നമ്മൾ കൃത്യമായി പ്രാക്ടീസ് ചെയ്താൽ മാത്രം മതി. നമ്മൾ ഫോക്കസ് ചെയ്യുന്നൊക്കെ തന്നെ മെയിൻസ് ആൻസർ റൈറ്റിംഗ് എങ്ങനെ ഭംഗിയാക്കുന്നുള്ളത് തന്നെയാണ്. അപ്പോൾ ഈ 1 ഇയർ അല്ലെങ്കിൽ നിങ്ങൾ എത്രത്തോളം പ്രിപ്പയർ ചെയ്ത് അത്രയും കാലം നിങ്ങൾ ശ്രമിക്കേണ്ടത് ഏറ്റവും നല്ല ആൻസർ ആക്കി എന്റെ ആൻസറെ മാറ്റാനുള്ളതാണ്. ഓക്കെ, അത് പല പല ഘടകങ്ങളുണ്ട് ഏറ്റവും നല്ല ആൻസർ ആക്കാൻ വേണ്ടിയിട്ട്. അതിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഘടകം എന്ന് പറയുകയാണെങ്കിൽ നമ്മൾ ഇതുവരെ സ്കൂളിലും കോളേജിലും പഠിക്കാത്ത ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ് ചോദിച്ചത് അതിന് കറക്റ്റായിട്ട് ആൻസർ എന്നുള്ളതാണ്. അതിൽ കൂടുതൽ പാടില്ല. ഓക്കെ, അതായത് ക്വസ്റ്റിനെ ഡയറക്റ്റ് ആയിട്ടും കറക്റ്റ് ആയിട്ടും അഡ്രസ് ചെയ്യുക എന്നുള്ളതാണ് നിങ്ങളുടെ ഏറ്റവും ഇമ്പോർട്ടൻറ്റ് ഡ്യൂട്ടി. ഓക്കെ, അങ്ങനെ അഡ്രസ് ചെയ്യുന്ന സമയത്ത് നിങ്ങൾ നിങ്ങളായ പോയിന്റുകൾ അവതരിപ്പിക്കുകയോ നിങ്ങൾക്ക് വ്യത്യസ്തമായ കാര്യങ്ങൾ പറയാൻ അങ്ങനെ പല പല കാര്യങ്ങളും നമുക്കുണ്ട്. നമുക്ക് മെല്ലെ 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 ഓരോ മുന്നോട്ട് പോകുന്നോളും സെറ്റായി വന്നോളും. ഓക്കെ, പക്ഷെ ഇമ്പോർട്ടൻറ്റ് തന്നെയാണ് ആ ക്വസ്റ്റിനെ അഡ്രസ് ചെയ്യുക എന്നുള്ളത് തന്നെയാണ്. കാരണം UPSC ചോദ്യം ചോദിക്കുമ്പോൾ നിങ്ങൾ പ്രതീക്ഷിക്കുന്നത് നിങ്ങൾ അതുമായി ബന്ധപ്പെട്ട് ഒരുപാട് കാര്യങ്ങൾ പറയുന്നൊന്നുമല്ല, നിങ്ങൾ ആ ചോദിച്ചതിനെ കറക്റ്റ് ആയിട്ട് അഡ്രസ് ചെയ്യുന്നുള്ളത് തന്നെയാണ്. അങ്ങനെ അഡ്രസ് ചെയ്യണമെങ്കിൽ കൃത്യമായിട്ട് പല കീവേഡ്സ് ഇപ്പം നമുക്ക് കാണാം. ഇപ്പോൾ 2 ക്ലാസ് കൊണ്ട് കംപ്ലീറ്റ് ആവുള്ളൂ. ഒരു ക്ലാസ് കൊണ്ട് നിങ്ങൾക്ക് കൺഫ്യൂഷൻ ആവാൻ സാധ്യതയുണ്ട്. അപ്പം കുറേ കീവേഡ്സ് ഉണ്ട്. നിങ്ങൾക്ക് അറിയാം, ചില ക്വസ്റ്റിനകത്ത് എക്സ്പ്ലെയിൻ ചെയ്യാൻ വേണ്ടി പറയും, ചിലത് ഇവാലുവേറ്റ് ചെയ്യാൻ വേണ്ടി പറയും, ചില ഡിസ്കസ് ചെയ്യാൻ വേണ്ടി പറയും, എക്സാമിൻ ചെയ്യാൻ വേണ്ടി പറയും. ഇതൊക്കെ ഓരോന്ന് തന്നെ ഉദ്ദേശിക്കുന്നത്. അപ്പം ഈ പറഞ്ഞ ഓരോ കാര്യങ്ങൾക്കും കറക്റ്റ് ആയിട്ട് എന്താണോ ചോദിച്ചത് അത് മനസ്സിലാക്കി ആൻസർ ചെയ്യുമ്പോഴാണ് നിങ്ങളുടെ ആൻസർ മറ്റുള്ളവരെക്കാട്ടും ഡിഫറെന്റ് ആയിട്ട് മാറുന്നതും അത് കറക്റ്റ് ആൻസർ ആവുന്നതും. അപ്പം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ചെറിയ ചെറിയ വ്യത്യാസങ്ങളൊക്കെ ചിലത് ഉണ്ടാവുന്നുള്ളൂ. അപ്പൊ നിങ്ങൾ അങ്ങനെ എല്ലാവരും ആൻസർ ചെയ്താൽ പോലും നിങ്ങൾക്ക് മാർക്ക് കിട്ടാതിരിക്കുന്നില്ല. പക്ഷെ നിങ്ങൾ നല്ല റാങ്കിലേക്ക് എത്തിക്കുന്നത്, ഇപ്പൊ 100 കുറഞ്ഞ റാങ്കിലേക്ക് എത്തിക്കുന്നത്, 200 താഴെ റാങ്കിലേക്ക് എത്തിക്കുന്നത്, ഇതൊക്കെ എത്തിക്കുന്നത് ഇപ്പൊ IAS IPS ഒക്കെ വേണമെന്നുണ്ടെങ്കിൽ എങ്ങനെ പോയാലും നിങ്ങൾ 200 താഴെ റാങ്ക് എത്തിക്കണം. IAS ആണെങ്കിൽ 100 റാങ്ക് താഴത്ത് തന്നെ വേണം. അപ്പൊ ഈ ലെവലിലേക്ക് നിങ്ങൾ പരീക്ഷ സ്കോർ ചെയ്യണം എന്നുണ്ടെങ്കിൽ ഏറ്റവും ഇമ്പോർട്ടന്റ് ആണ് ഈ കീവേഡ്സ് എന്തൊക്കെയാണ് അണ്ടർസ്റ്റാൻഡ് ചെയ്യുന്നത്. അപ്പൊ അതാണ് ക്വസ്റ്റൻ അഡ്രസ് ചെയ്യുന്നത്. ഇപ്പൊ എക്സ്പ്ലെയിൻ ചെയ്യാൻ പറഞ്ഞാൽ നിങ്ങൾ എക്സ്പ്ലെയിൻ ചെയ്യാനേ പാടും. ഓക്കെ, എക്സ്പ്ലെയിൻ ചെയ്യണം. ഇവാലുവേറ്റ് ചെയ്യാൻ പറയുമ്പോൾ നിങ്ങൾ ഇവാലുവേറ്റ് ചെയ്യുക ചെയ്യേണ്ടത് ഒരേ സാധനം ഒരേ സംഭവം. ഓക്കെ, അപ്പൊ അത് എന്താണെന്ന് മനസ്സിലാക്കിയിട്ട് വേണം ആൻസർ ഷീറ്റിലേക്ക് മാറ്റാൻ. അപ്പോഴാണ് നല്ല കറക്റ്റ് ആൻസർ ആവുക. ഇനി എക്സ്പ്ലെയിൻ ചെയ്യുമ്പോൾ ഇവാലുവേറ്റ് ചെയ്യുമ്പോൾ ഒന്ന് തന്നെ എഴുതിക്കുകയാണെങ്കിലും എഴുതിയ പോയിന്റ് കുറെ കറക്റ്റ് ആകുമ്പോൾ നിങ്ങൾക്ക് മാർക്ക് വീഴാതിരിക്കുന്നില്ല. പക്ഷെ ആ മാർക്ക് കുറഞ്ഞ മാർക്കായിരിക്കും, കോമ്പീറ്റ് ആവില്ല, കോമ്പീറ്റ് ചെയ്യാൻ പറ്റില്ല. മനസ്സിലാവുന്നുണ്ടോ? അപ്പൊ ഓരോ കീവേഡ്സ് എന്താണെന്ന് മനസ്സിലാക്കിയിട്ട് വേണം മുന്നോട്ട് പോകാനായിട്ട്. അപ്പൊ ആദ്യം നമ്മൾ മനസ്സിലാക്കാൻ പോകുന്ന കീവേഡ് എന്ന് പറയുന്നത് എക്സ്പ്ലെയിൻ എന്ന് പറഞ്ഞ കീവേഡാണ്. എക്സ്പ്ലെയിൻ. ഓക്കെ, അപ്പൊ നിങ്ങൾ പലപ്പോഴും കാണും ചില ക്വസ്റ്റ്യൻ പേപ്പറിനകത്ത് ഒരു കാര്യം പറഞ്ഞിട്ട് എക്സ്പ്ലെയിൻ എന്നാ പറയാം, എക്സ്പ്ലെയിൻ ചെയ്യാൻ. മനസ്സിലാവും? അപ്പൊ നമ്മൾ ഒരുപാട് കണ്ടു കാണും. അത് ഞാൻ നമുക്ക് എക്സ്പ്ലെയിൻ ചെയ്യാൻ തന്നെയാണ് പറഞ്ഞിരിക്കുന്നത്, അല്ലേ? അപ്പൊ എക്സ്പ്ലെയിൻ ചെയ്യാനുള്ളതാണ്. അപ്പൊ എക്സ്പ്ലെയിൻ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് നോക്കി, വാട്ട് UPSC 1 ഇവിടെ UPSC 1 ചെയ്യുന്നുണ്ട് ആവശ്യപ്പെടുന്നതാണ്. ഓക്കെ, എക്സാമിനർ വാണ്ട് യു ടു ക്ലാരിഫൈ കോൺസെപ്റ്റ്, പ്രോസസ്, റീസൺ ഓർ മെക്കാനിസം. ദാറ്റ് മീൻസ് എന്തെങ്കിലും ഒരു കാര്യം തന്നിട്ട് അത് എക്സ്പ്ലെയിൻ ചെയ്യാൻ പറഞ്ഞാൽ UPSC അവിടെ ഉദ്ദേശിക്കുന്നത്, എക്സാമിനർ ഉദ്ദേശിക്കുന്നത് ആ വിഷയത്തെ ക്ലിയർ ആയിട്ട് എക്സ്പ്ലെയിൻ ചെയ്യുക. അത് ആ വിഷയം എന്താണെന്ന് കൃത്യമായി അവിടെ അതിന്റെ കോൺസെപ്റ്റ് ഉൾപ്പെടെ അവിടെ പറഞ്ഞു വയ്ക്കുക. അതാണ്. ഓക്കെ, മുന്നോട്ട് പോകാൻ മനസ്സിലാക്കണം. വാട്ട്, വൈ, ഹൗ. ഓക്കെ, ദർ ഇസ് നോ റിക്വയർമെന്റ് ടു എക്സാമിൻ മൾട്ടിപ്പിൾ പെർസ്പെക്റ്റീവ് ഓർ ഡിബേറ്റ് ദ ഇഷ്യൂ. സോ ഇവിടെ ഒരു കാര്യത്തെ കുറിച്ച് എക്സ്പ്ലെയിൻ ചെയ്യാൻ പറഞ്ഞു കഴിഞ്ഞിട്ടാണെങ്കിൽ അതിന്റെ വിവിധ പെർസ്പെക്റ്റീവിലേക്കോ ഒന്നും പോവേണ്ട കാര്യമില്ല. ഓക്കെ, ഇപ്പൊ നമ്മൾ എക്സാമ്പിൾ പറയാം. നമുക്ക് അടുത്തൊരു എക്സാമ്പിൾ നോക്കാം. നോക്കിയേ, എക്സ്പ്ലെയിൻ ദ റെലവൻസ് ഓഫ് ദ ബ്ലൂ എക്കണോമി ഫോർ ഇന്ത്യ. ഇങ്ങനെ ചോദിച്ചു ധരിച്ചോ, എക്സ്പ്ലെയിൻ ദ റെലവൻസ് ഓഫ് ദ ബ്ലൂ എക്കണോമി ഫോർ ഇന്ത്യ. ഓക്കെ, സോ എന്താ ബ്ലൂ എക്കണോമി? നിങ്ങൾക്ക് പറയാൻ പറ്റും. സസ്റ്റൈനബിൾ ആയിട്ട് പറഞ്ഞോ. അത് സസ്റ്റൈനബിൾ. ബ്ലൂ എക്കണോമി എന്ന് പറയുമ്പോൾ ദാറ്റ് മീൻസ് ഓഷ്യൻ റിസോഴ്സിനെ, ഓക്കെ, ഇപ്പൊ നന്ദന പറയാൻ വേണ്ടി പറയാണ്, ഓഷ്യൻ റിസോഴ്സിനെ സസ്റ്റൈനബിൾ ആയിട്ട് യൂസ് ചെയ്യുക. അപ്പൊ ഓഷ്യൻ റിസോഴ്സിനെ സസ്റ്റൈനബിൾ ആയിട്ട് യൂസ് ചെയ്യുമ്പോൾ, സസ്റ്റൈനബിൾ ആയിട്ട് അത് നമ്മൾ ഉപയോഗിക്കുന്ന സമയത്ത് അത് അപ്പൊ അങ്ങനെ ഉപയോഗിക്കുമ്പോൾ അതുവഴി ഉണ്ടാകുന്ന വരുമാനങ്ങൾ ആ എക്കണോമി, അതുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന എക്കണോമി, അതാണ് എന്ത് ബ്ലൂ എക്കണോമി എന്ന് പറയുന്നത്. അപ്പൊ ഓഷനുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന എക്കണോമി അല്ല ബ്ലൂ എക്കണോമി, മറിച്ച് ഓഷന്റെ റിസോഴ്സിനെ സസ്റ്റൈനബിൾ ആയിട്ട് യൂസ് ചെയ്യുമ്പോൾ കിട്ടുന്ന എക്കണോമിയാണ് ബ്ലൂ എക്കണോമി എന്ന് പറയുന്നത്.
ഓക്കെ, അപ്പൊ ഇവിടെ ചോദിച്ചിട്ട് നോക്കിക്കേ, എക്സ്പ്ലെയിൻ എന്നാ പറഞ്ഞത്. അപ്പൊ കീവേഡ് എന്നാണ് അവിടെ എക്സ്പ്ലെയിൻ ചെയ്യാനാ പറഞ്ഞിരിക്കുന്നത്. എക്സ്പ്ലെയിൻ ദ റെലവൻസ് ഓഫ് ദ ബ്ലൂ എക്കണോമി ഫോർ ഇന്ത്യ. ഇന്ത്യക്ക് ബ്ലൂ എക്കണോമിയുടെ റെലവൻസ് എന്താണെന്ന് എക്സ്പ്ലെയിൻ ചെയ്യണം. അപ്പൊ നോക്കിക്കേ, since the directive word is explain, UPSC is not asking you to discuss all the dimensions of the blue economy, such as challenges, criticism, way forward. Way forward സാധനം വേണം, അങ്ങനെയല്ല. അത് നിങ്ങളുടെ ഭാഗത്തു നിന്നുള്ള സജഷൻസ് അങ്ങനെയൊന്നും വേണമെന്നൊന്നുമില്ല. ഇവിടെ കറക്റ്റ് എന്താ ചോദിച്ചിരിക്കുന്നത്, ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം ബ്ലൂ എക്കണോമിയുടെ റെലവൻസ് എന്താണ് എന്ന് നിങ്ങൾ എക്സ്പ്ലെയിൻ ചെയ്യണം, അത് വിശദീകരിക്കണം. അത്ര മാത്രമേ ഉള്ളൂ. അതിന്റെ വിവിധ പേഴ്സ്പെക്റ്റീവിലേക്കോ വിവിധ ഘടകങ്ങളിലേക്കോ ഒന്നും പോകേണ്ട കാര്യമില്ല. അപ്പൊ എന്ത് ചെയ്യണം, ആദ്യം ബ്ലൂ എക്കണോമി എന്താണെന്ന് എക്സ്പ്ലെയിൻ ചെയ്യണം. അപ്പൊ നിങ്ങൾ എന്ത് ചെയ്യും, ഫസ്റ്റ് ആയിട്ട് ബ്ലൂ എക്കണോമി ആദ്യം ഇൻട്രൊഡക്ഷൻ എഴുതണം, അതിനുശേഷം ബ്ലൂ എക്കണോമി എന്താണെന്ന് എക്സ്പ്ലെയിൻ ചെയ്യും. ക്ലിയർ അല്ലേ? പിന്നെ ഡയറക്ട്ലി പോകുന്ന എങ്ങോട്ടാണ്, ഈ ബ്ലൂ എക്കണോമി ഇന്ത്യക്ക് എത്രത്തോളം റെലവെന്റ് ആണ്. ഓക്കെ, അങ്ങനെ വരുമ്പോൾ ഉണ്ടാവുന്ന വിവിധ പേഴ്സ്പെക്റ്റീവിലേക്ക് ഒന്നും നിങ്ങൾ പോകണ്ട. ഓക്കെ, ഇപ്പൊ നോക്കിക്കേ നിങ്ങളൊന്ന്. ഓക്കെ, ബ്ലൂ എക്കണോമി ഇന്ത്യക്ക് എത്രത്തോളം റെലവെന്റ് ആണെന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് എന്ത് പറയാം, എങ്ങനെ പറയാം? ഇപ്പൊ നിങ്ങളുടെ മനസ്സ് എന്തായാലും നേരത്തെ പറഞ്ഞ പോലെ മൊത്തം മിക്സ് ആയിരിക്കും അല്ലെ? എന്താ നിങ്ങൾ എന്തെങ്കിലും പറഞ്ഞേ? ആ, എക്കണോമിക് ഗ്രോത്ത് ഉണ്ടാവാൻ വേണ്ടിയിട്ട്. ഓക്കെ, ഒരുപാട് പേര് ആ മേഖല നമ്മുടെ ബോർഡർ ഏരിയ, അതായത് നമ്മുടെ ഫിഷുമായി ബന്ധപ്പെട്ട് ജീവിക്കുന്നുണ്ട്. ഓക്കെ, അവരുടെ ഡെവലപ്മെന്റ് അത് ഇന്ത്യക്ക് റെലവൻസ് ആണ്. ഏറ്റവും കൂടുതൽ പോപ്പുലേഷൻ അതുമായി ഡിപ്പെൻഡ് ചെയ്യുന്നില്ല, അതുകൊണ്ട് റെലവൻസ് പറയാൻ പറ്റില്ല. അങ്ങനെയല്ല പറയണ്ടത്. ജീവിക്കുന്ന ഒരുപാട് പേരുണ്ട്, അപ്പൊ കണക്ക് പറയണം. അപ്പൊ എത്ര പേരുണ്ട് പറഞ്ഞാൽ എളുപ്പമല്ലേ, നമുക്ക് എത്രത്തോളം തീരദേശം ഉണ്ടെന്ന് പറയുന്നത് അല്ലെ? എനിക്ക് തോന്നുന്നു ഏതാണ്ട് 7500 കിലോമീറ്ററോളം തീരദേശം നമുക്കുണ്ട്. അങ്ങനെ പറഞ്ഞാൽ എളുപ്പമാണ്. അവിടെ അത്ര പേർ ജീവിക്കുന്നു എന്ന് പറയുമ്പോൾ കണക്ക് കിട്ടാൻ ബുദ്ധിമുട്ടായിരിക്കും. പക്ഷെ നമുക്ക് എന്താ പറയാം, ഏതാണ്ട് 7500 കിലോമീറ്ററോളം കോസ്റ്റൽ ലാൻഡ് നമുക്കുണ്ട് എന്നത് റെലവൻസ് അല്ലേ? അപ്പൊ റെലവൻസ് ആദ്യത്തെ നമുക്ക് പറയാം, ഇത്രത്തോളം കിലോമീറ്റർ കോസ്റ്റൽ ലാൻഡ് നമുക്കുണ്ട്, അതുകൊണ്ട് തന്നെ ബ്ലൂ എക്കണോമി റെലവെന്റ് ആണ്. ശരിയല്ലേ? പിന്നെ എന്ത് പറയാം, ഈ പറഞ്ഞ പോലെ ഏകദേശം നമ്പർ ഇടാം, ഏകദേശം നമ്പർ തൗസൻഡ്സ് അല്ലെങ്കിൽ നമ്പർ കിട്ടുന്നുണ്ട്. അത്രയും നമ്പേഴ്സ് ഓഫ് പീപ്പിൾ ഈ പറഞ്ഞ കോസ്റ്റൽ ഏരിയയിൽ ജീവിക്കുന്നുണ്ട്. അത് പറയാം. ഗ്ലോബൽ GDP-യുടെ ഇത്ര ശതമാനം, അല്ല ഇന്ത്യയുടെ GDP-യുടെ ഇത്ര ശതമാനം നമ്മൾ എടുക്കുന്നത് ഈ പറഞ്ഞ ഫിഷറീസ് മേഖലയിൽ നിന്നാണ്. ഇതൊക്കെ റെലവൻസ് അല്ലേ? ഓക്കെ, അങ്ങനെ 3-4 റെലവൻസ് എഴുതുന്നു. ശേഷം നിങ്ങൾ എന്ത് ചെയ്യുന്നു, ഈ കാരണങ്ങൾ കൊണ്ടൊക്കെ തന്നെ ബ്ലൂ എക്കണോമി എന്ന് പറയുന്നത് ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം റെലവെന്റ് ആയിട്ടുള്ള ഒന്ന് തന്നെയാണ്. വേണമെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, വേ ഫോർവേഡ്, അതായത് നമ്മളിപ്പം പറയുമ്പോൾ ഒരു ഇമ്പോർട്ടന്റ് കാര്യം പറയാം, നമ്മൾ പോറുന്നതിന് കൺക്ലൂഷൻ വേറെ വേറെ എന്ന് പറയും. ഓക്കെ, ഇവിടെ നിങ്ങൾ കൺക്ലൂഡ് ചെയ്യാന്ന് പറയുമ്പോൾ ജസ്റ്റ് ഈ കാര്യം പറഞ്ഞ് കൺക്ലൂഡ് ചെയ്യുന്നു, അത്രയേ ഉള്ളൂ. പക്ഷെ ഒരു ബേസിക് ആയിട്ട് ഒരു കാര്യം, നിങ്ങൾ പോകാൻ പോകുന്നത് ഒരു ഡിസിഷൻ മേക്കർ ആണ് എന്നതുകൊണ്ട് തന്നെ ഏത് ക്വസ്റ്റ്യനും നിങ്ങൾക്ക് ഒരു വേ ഫോർവേഡ് അല്ലെങ്കിൽ ഒരു സൊല്യൂഷൻ പറഞ്ഞുകൊണ്ട് കൺക്ലൂഡ് ചെയ്യുന്നതുകൊണ്ട് ഒരു കുഴപ്പമുണ്ടാവില്ല. ഓക്കെ, ഇവിടെ ഡയറക്ട്ലി ക്വസ്റ്റ്യൻ നിങ്ങളോട് ഒരു പോസിറ്റീവ് ആയിട്ടുള്ള അല്ലെങ്കിൽ ഒരു സൊല്യൂഷൻ ഒന്നും ചോദിക്കുന്നില്ല കൺക്ലൂഷൻ്റെ അകത്ത്, എക്സ്പ്ലെയിൻ ചെയ്യാൻ മാത്രമേ പറയുന്നുള്ളൂ. പക്ഷെ നാളെ നിങ്ങളൊരു ഡിസിഷൻ മേക്കർ ആവേണ്ടവരാണ് എന്നതുകൊണ്ട് വേണമെങ്കിൽ നിങ്ങൾക്ക് കൺക്ലൂഷന്റെ കൂടെ ഇങ്ങനെ കാരണങ്ങൾ കൊണ്ട് ബ്ലൂ എക്കണോമി നമുക്ക് റെലവെന്റ് ആണ് എന്ന് പറഞ്ഞതൊപ്പം തന്നെ നമുക്ക് എന്തെങ്കിലും പോസിറ്റീവ് ആയിട്ടുള്ള കാര്യങ്ങൾ പറഞ്ഞു വയ്ക്കാം. ഇത്ര കാര്യങ്ങൾ നമ്മൾ ബ്ലൂ എക്കണോമിക്ക് വേണ്ടി ചെയ്ത് കഴിഞ്ഞാൽ അതുകൂടി കുറെ കൂടി അതിന് റെലവെന്റ് ആയിട്ട് മാറുന്നു, എന്തെങ്കിലും കുറെ യൂസ് ചെയ്യാൻ പറ്റുന്നൊക്കെ എന്തെങ്കിലും പറഞ്ഞ് കൺക്ലൂഡ് ചെയ്യാം. ഓക്കെ, ഏറ്റവും ബേസിക് കാര്യം എന്താണ് പറഞ്ഞു വെച്ചിരിക്കുന്നത്, എക്സ്പ്ലെയിൻ ചെയ്യാൻ മാത്രമേ പറയുന്നുള്ളൂ. അപ്പൊ നിങ്ങൾക്ക് ഡിസ്കസ് ചെയ്യാന്ന് പറയുമ്പോൾ എന്താണോ വരുന്നത് അത് വരുമ്പോൾ ഇതിന്റെ വ്യത്യാസം മനസ്സിലാവും. ഓക്കെ, ഇപ്പൊ മനസ്സിലാവുന്നുണ്ടോ? നന്ദന ഓക്കെ ആണോ കാര്യങ്ങൾ ഇതിനെ? ഓക്കെ, ദാറ്റ് മീൻസ് ഡയറക്റ്റീവ് വേർഡ് എക്സ്പ്ലെയിൻ ആണ് എന്നതുകൊണ്ട് തന്നെ നിങ്ങളെ സംബന്ധിച്ചിടത്തോളം അതിന്റെ വിവിധ പെർസ്പെക്റ്റീവിലേക്ക് പോകുന്നു വേണ്ട. ആദ്യം തന്നെ ഇൻട്രൊഡക്ഷൻ പറയണം, അതിനുശേഷം ബ്ലൂ എക്കണോമി എന്താണെന്ന് എക്സ്പ്ലെയിൻ ചെയ്യുന്നു, ശേഷം സപ്പോസ് സബ്മിറ്റിംഗ് കൊടുക്കുന്നു, റെലവൻസ് ഫോർ ഇന്ത്യ എന്ന് പറഞ്ഞിട്ട്, എന്നിട്ട് ഈ പറഞ്ഞ ഓരോ ബുള്ളറ്റ് പോയിന്റ് എടുത്ത് പറയുന്നു, ഇതൊക്കെ ഇന്ത്യക്ക് റെലവെന്റ് ആയിട്ടുള്ള കാര്യങ്ങളാണ്. ഇപ്പൊ ഇത്ര കിലോമീറ്ററോളം നമുക്ക് കോസ്റ്റൽ ലാൻഡ് ഉണ്ട്, അതുകൊണ്ട് റെലവെന്റ് അല്ലേ? ആണ്. നമുക്ക് ഇത്ര പേര് അതിൽ ഡിപ്പെൻഡ് ജീവിക്കുന്നുണ്ട്, സോ റെലവെന്റ് ആണ്. നമ്മുടെ GDP-യുടെ എത്ര പെർസെന്റേജ് കോൺട്രിബ്യൂട്ട് ചെയ്യുന്നത് ഈ തീരദേശ മേഖലയിൽ നിന്നുള്ള പ്രൊഡക്ഷൻ ആണ്, സോ റെലവെന്റ് ആണ്. അങ്ങനെ റെലവൻസ് ആക്കുന്ന പോയിന്റുകൾ ഓവറോൾ എഴുതിയിരിക്കുന്നു, എന്നിട്ട് കൺക്ലൂഡ് ചെയ്യുകയും ചെയ്യുന്നു. അത്ര മാത്രമേ ഇവിടെ ക്വസ്റ്റ്യൻ ഡിമാൻഡ് ചെയ്യുന്നുള്ളൂ. ഓക്കെ, ഇതിനപ്പുറത്തേക്ക് നിങ്ങൾ എഴുതി കഴിഞ്ഞാൽ അതും പോയിന്റ് തന്നെയാണ്, പക്ഷെ എന്താണ് ക്വസ്റ്റ്യൻ ഡിമാൻഡ് ചെയ്യുന്നതല്ല. മനസ്സിലായില്ലേ? അപ്പൊ നിങ്ങൾക്ക് ഇതുമായി ബന്ധപ്പെട്ട് പല പോയിന്റ് പറയാൻ പറ്റുന്നിരിക്കും, ശരിയല്ലേ? അങ്ങനെ പറഞ്ഞു പോകുമ്പോൾ ശ്രദ്ധിക്കാം. എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾ വിചാരിക്കുന്നതായിരിക്കും, ഓക്കെ അത്രയും പോയിന്റ് എനിക്കറിയാം UPSC ധരിപ്പിക്കുക ചെയ്യുന്നത്. നിങ്ങൾ മനസ്സിലാക്കുക, UPSC അറിയേണ്ടത് നിങ്ങൾക്ക് എത്ര അറിയാം എന്നുള്ളതല്ല, നിങ്ങൾ പ്രശ്നങ്ങൾ എങ്ങനെ സോൾവ് ചെയ്യുന്നു എന്നുള്ളതാണ്, നിങ്ങൾ ക്വസ്റ്റ്യൻ എങ്ങനെ അഡ്രസ് ചെയ്യുന്നു എന്നുള്ളതാണ്. UPSCക്ക് നിങ്ങളുടെ നോളജ് നടക്കേണ്ട കാര്യമില്ല, ഒരുപാടുണ്ട്. ഓക്കെ, അപ്പൊ നിങ്ങൾ എക്സ്പ്ലെയിൻ ചെയ്യാൻ പറയുന്ന സമയത്ത് നിങ്ങളുടെ നോളജിൽ ഒരുപാട് കാര്യങ്ങളുണ്ട്, അതെല്ലാം എഴുതാൻ വരുമ്പോൾ അത് നെഗറ്റീവായി മാറുകയും ചെയ്യാം.
കാരണം ഈ എക്സാം എന്ന് പറയുന്നത് ഇന്ത്യയിലെ മറ്റേ എക്സാം എന്ന് ഡിഫറെന്റ് ആണ്. നിങ്ങളെ ഒരു നല്ല പേഴ്സൺ, നിങ്ങളൊരു നല്ലൊരു ബ്യൂറോക്രാറ്റ് ആണോ അല്ലെങ്കിൽ നിങ്ങൾ നല്ലൊരു സൊല്യൂഷൻ മേക്കർ ആണോ എന്ന് ടെസ്റ്റ് ചെയ്യുന്ന എക്സാം കൂടിയാണ്. അതുകൊണ്ടാണ് നമ്മൾ കീവേഡ്സ് ഇത്ര ഇമ്പോർട്ടൻസ് പറയുന്നത്. അപ്പൊ എക്സ്പ്ലെയിൻ എന്ന കീവേഡ് ഓക്കെ ആണോ? എക്സ്പ്ലെയിൻ ചെയ്യുന്നു. അപ്പൊ നമ്മളെപ്പോഴും അതുകൊണ്ട് തന്നെ ഈ ഒരു സാധനം മാത്രത്തിലേക്ക് നമ്മൾ ഓരോ കീവേഡ് എക്സ്പ്ലെയിൻ ചെയ്യുന്നത്. കാരണം അപ്പോൾ നിങ്ങൾക്ക് എല്ലാം ഒരേപോലെ മനസ്സിലാവുള്ളൂ. അപ്പം ബ്ലൂ എക്കണോമിയുടെ റെലവൻസ് ചോദിച്ചാൽ ആദ്യം ബ്ലൂ എക്കണോമി എക്സ്പ്ലെയിൻ ചെയ്യണം, അത് റെലവൻസ് പറയുന്നു, കൺക്ലൂഡ് ചെയ്യുന്നു. ദാറ്റ്സ് ഇറ്റ്. ഓക്കെ ആണല്ലോ? ഇതിനെ ഓവറായിട്ട് വേറെ കാര്യങ്ങളിലേക്ക് ഒന്നും പോകരുത്. ഓക്കെ, നമ്മൾ എഴുതുമ്പോൾ അങ്ങനെയല്ല, നമ്മളെ നോളജ് എല്ലാം അത് കാണിക്കുന്ന ഒരു അവസ്ഥ ഉണ്ടാവാറുണ്ട്. അത് മാറ്റണം. അപ്പൊ ഇനി നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്യുമ്പോൾ അങ്ങനെ ചെയ്യാം. ഓക്കെ, നന്ദനെ സംബന്ധിച്ചപ്പോൾ നന്നായി. കാരണം ഫസ്റ്റ് ക്ലാസ് ഇങ്ങനെ കിട്ടി വരുന്നതുകൊണ്ട് ഇനി അങ്ങോട്ട് ആൻസർ എല്ലാ രീതിയിൽ വന്നോളൂ. ഓക്കെ, അപ്പൊ നെക്സ്റ്റ് കീവേഡ് ആണ് നമ്മൾ നോക്കാൻ പോകുന്നത് ഡിസ്കസ്. ഡിസ്കസ് ചെയ്യാൻ വേണ്ടി പറഞ്ഞേക്കാം. നേരത്തെ എക്സ്പ്ലെയിൻ ദ റെലവൻസ് ഓഫ് ബ്ലൂ എക്കണോമി എന്ന് ചോദിക്കുന്നതിന് പകരം ഡിസ്കസ് ദ റെലവൻസ് ഓഫ് ബ്ലൂ എക്കണോമി എന്ന് ചോദിച്ചേക്കാം. അപ്പൊ ടോട്ടലി ഡിഫറെന്റ് ആണ് കാര്യങ്ങൾ. ഓക്കെ, നോക്കിക്കേ. പ്രസന്റ് ഡീറ്റെയിൽഡ് ആൻഡ് ബാലൻസ്ഡ് എക്സാമിനേഷൻ ഓഫ് ദ ഇഷ്യൂ കവറിംഗ് ഡിഫറെന്റ് ഡയമെൻഷൻ. ആ പറഞ്ഞ കാര്യത്തിന് ബ്ലൂ എക്കണോമിയുടെ റെലവൻസ് ആണെങ്കിൽ അതിന്റെ വിവിധ ഡയമെൻഷൻസ് കവർ ചെയ്ത രീതിയിൽ വേണം ഇവിടെ കാര്യങ്ങൾ ചെയ്യാൻ. ഡിസ്കസ് ചെയ്യാനാണ് പറഞ്ഞിരിക്കുന്നത്. ഓക്കെ, നോക്കിക്കേ. ഇവിടെ എക്സാമിൽ എക്സ്പെക്ട് ചെയ്യുന്നത് എക്സ്പ്ലെയിൻ ദ ടോപ്പിക്. നേരത്തെ പറഞ്ഞ പോലെ ടോപ്പിക് എക്സ്പ്ലെയിൻ ചെയ്യണം. എന്താണ് ബ്ലൂ എക്കണോമി എക്സ്പ്ലെയിൻ ചെയ്യണം. ഓക്കെ, എന്നിട്ടോ പ്രസന്റ് ദ വേരിയസ് വ്യൂ പോയിന്റ്സ് ഓർ ഡയമെൻഷൻസ്. അവിടെ നമ്മൾ ഡിഫറെന്റ് ഡയമെൻഷൻസ് അവിടെ എക്സ്പ്ലെയിൻ ചെയ്യണം. ഓക്കെ, ചോദിച്ചത് തന്നെയാണ്, റെലവൻസ് തന്നെയാണ്. പക്ഷെ ആ റെലവൻസ് എക്സ്പ്ലെയിൻ ചെയ്യാനല്ല പറഞ്ഞിരിക്കുന്നത്, ആ റെലവൻസ് ഡിസ്കസ് ചെയ്യാനാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പൊ നിങ്ങൾ എങ്ങോട്ട് പോകണം? ഈ പറയുന്ന ബ്ലൂ എക്കണോമിയുടെ ഡിഫറെന്റ് ഡയമെൻഷനിൽ അത് എങ്ങനെ നമുക്ക് റെലവന്റ് ആകുന്നു എന്ന് വേണം പറയാൻ. രണ്ടും പറയേണ്ടത് എന്ത് തന്നെയാണ്? റെലവൻസ് തന്നെയല്ലേ. പക്ഷെ റെലവൻസ് എക്സ്പ്ലെയിൻ ചെയ്യാൻ പറഞ്ഞു, ഇവിടെ റെലവൻസ് ഡിസ്കസ് ചെയ്യാൻ പറഞ്ഞു. ഡിസ്കസ് ചെയ്യാൻ പറയുമ്പോൾ നമ്മൾ അതിന്റെ വിവിധ പെർസ്പെക്റ്റീവിലേക്ക് കടന്നു പോകണം. ഓക്കെ, ഓക്കെ, ഏറെ പറ്റ ലോജിക്കൽ എന്നിട്ട് ഒരു ലോജിക്കൽ കൺക്ലൂഷനിലേക്ക് എത്തണം. ഓക്കെ, അത് പറഞ്ഞു തരാൻ പേടിക്കണ്ട, ഓരോന്നായിട്ട്. സി, എന്താണ് ഡിസ്കസ് എന്ന ആൻസറിലേക്ക് ഇത് മാറ്റുന്നത്? നോക്കിക്കേ. എ ഡിസ്കഷൻ ഈസ് എ ബ്രോഡർ ദാൻ എക്സ്പ്ലനേഷൻ ആഫ്റ്റർ എസ്റ്റാബ്ലിഷിംഗ് വൈ ഇറ്റ് ഈസ് റെലവന്റ്. നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ എക്സ്പ്ലെയിൻ ചെയ്തതിന് ശേഷം യു ഷുഡ് എക്സാമിൻ അതർ ഇമ്പോർട്ടന്റ് ഡയമെൻഷൻസ് ഓൾസോ. നോക്കിക്കേ, ഫോർ എക്സാമ്പിൾ ചാലഞ്ചസ്. ഓക്കെ, അപ്പം ബ്ലൂ എക്കണോമി നമുക്ക് എത്രത്തോളം റെലവന്റ് ആണ് എന്ന് നമ്മൾ ആദ്യം പറയുന്നു. ശേഷം നമുക്ക് നോക്കുകയാണെങ്കിൽ അതിൽ ഡിഫറെന്റ് പെർസ്പെക്റ്റീവ്സും ഉണ്ട്. ഓക്കെ, നോക്കിക്കേ. അത് തന്നെ എങ്ങനെ പറയാം? നമുക്ക് എങ്ങനെ പറയാം? ബ്ലൂ എക്കണോമി എന്ന് പറയുമ്പോൾ അതിൽ എൻവയോൺമെന്റലെ കണക്ട് ചെയ്തുകൊണ്ട് എന്തൊക്കെ എൻവയോൺമെന്റൽ ഡയമെൻഷനിൽ എങ്ങനെ റെലവന്റ് ആണ് എന്ന് പറയണം. ശരിയല്ലേ? കാരണം ഓഷ്യൻ എക്കണോമി ഇത്രത്തോളം എന്താ പറയാ, അത് പൊല്യൂട്ട് ആയിക്കൊണ്ടിരിക്കുക, അല്ലെങ്കിൽ നമ്മുടെ ടൂറിസം പോലുള്ള മേഖലകളുടെ അമിതമായിട്ടുള്ള ചൂഷണം കാരണം നശിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. സോ അതുകൊണ്ട് ടൂറിസം എന്താ പറയാ, ബ്ലൂ എക്കണോമിയുടെ അത്തരം പ്രശ്നങ്ങൾ മാറ്റി നമുക്ക് അത് പൊല്യൂഷൻ പോലുള്ള മാറ്റങ്ങൾ മാറ്റിക്കൊണ്ട് നമുക്ക് മുന്നോട്ട് പോകേണ്ടതുണ്ട് അല്ല. അല്ലെങ്കിൽ വേറെ ഡയമെൻഷനിൽ പറയാം, ടൂറിസത്തിന് അത്രയ്ക്കും പോസിബിലിറ്റി നമുക്കുണ്ട് എന്ന ഡയമെൻഷനിൽ പറയാം. ഇതല്ലാതെ അത് എൻവയോൺമെന്റ് ഡയമെൻഷൻ, ഡെവലപ്മെന്റ് ഡയമെൻഷനിൽ പറയാനോ ഇത്ര GDP കോൺട്രിബ്യൂട്ട് ചെയ്യുന്നുണ്ട് അല്ലെ, അതുകൊണ്ട് ആ ഡയമെൻഷനിൽ പറയുന്നു. പിന്നെയോ സ്ട്രാറ്റജി ഡയമെൻഷനിൽ പറഞ്ഞൂടെ? പറയാം. ആൻഡമാൻ നിക്കോബർ ഐലൻഡ് നമുക്കറിയാം, അത് നമ്മുടെ മലാക്ക സ്റ്റേറ്റുമായി ചേർന്ന് നിൽക്കുന്നതാണ്. അത്ര ഷിപ്പ് റൂട്ടാണ് അല്ലെ. ചൈനയുടെ വെല്ലുവിളികളെ മറികടക്കാൻ നമുക്ക് ആ ഏരിയയിലെ ഡെവലപ്മെന്റ് ഇമ്പോർട്ടന്റ് ആണ്. ശരിയല്ലേ? ഇന്ത്യൻ ഓഷൻ എന്ന് പറയുന്നത് ലോകത്തിലെ ഏറ്റവും ബിസി ആയിട്ടുള്ള സീ റൂട്ടിൽ ഒന്നാണ്. സോ ഈ മേഖലയിലുള്ള നമ്മുടെ ഡെവലപ്മെന്റ് നമ്മുടെ സ്ട്രാറ്റജിക്കലി ഇമ്പോർട്ടന്റ് ആണ്. അത് വേറെ പെർസ്പെക്റ്റീവ് അല്ലേ? അത് വേറെ പെർസ്പെക്റ്റീവ് ആണ്. ശരിയല്ലേ? ഇനി ഇതിനൊക്കെ ചലഞ്ചസ് ഉണ്ടല്ലോ, ചലഞ്ചസ് വേറെ പെർസ്പെക്റ്റീവ് ആണ് അല്ലേ. ഇതിന് ഗവൺമെന്റ് ഇനിഷ്യേറ്റീവ്സ് ഒരുപാടുണ്ട്. ഭാരത്മാല പ്രൊജക്ട്, ഡീപ് ഓഷൻ മിഷൻ, അങ്ങനെ പല പ്രൊജക്ടുകൾ ഈ പറയുന്ന ബ്ലൂ എക്കണോമിയെ കണക്ട് ചെയ്ത് നിൽക്കുന്നതാണ്. അത് പറയുന്നു. ഓക്കെ, സോ ഇവിടെ എന്താ സംഭവിക്കുന്നത്? ബാലൻസ്ഡ് ആയിട്ട് പല വ്യൂ പോയിന്റ്സുകൾ ബ്ലൂ എക്കണോമി ഇന്ത്യക്ക് റെലവന്റ് ആണ് എന്ന് സ്ഥാപിക്കാൻ നിങ്ങൾ പറയുന്നു. ക്ലിയർ ആണോ? അങ്ങനെ ഓക്കെ ആവുന്നുണ്ടോ? പറയാം, പേടിക്കണ്ട. എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നേരത്തെ നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്യാൻ പറയുമ്പം ആദ്യം നമ്മൾ ഒരു ഇൻട്രൊഡക്ഷൻ എല്ലാ ആൻസറിനും കൊടുക്കുന്നു. പിന്നെ റെലവൻസ് ആണ്, മീൻസ് ബ്ലൂ എക്കണോമി എന്താണെന്ന് എക്സ്പ്ലെയിൻ ചെയ്യുന്നു. ശേഷം പോകുന്നത് പല ബുള്ളറ്റ് പോയിന്റ്സ് എടുത്തിട്ട് ഇത്രയൊക്കെ റെലവൻസ് ഉണ്ടെന്ന് പറയുന്നു. അത് കഴിഞ്ഞു. ശരിയല്ല? ഇവിടെയും ചോദിച്ചിരിക്കുന്നത് റെലവൻസ് തന്നെയാണ്, പക്ഷെ ഡിസ്കസ് ചെയ്യാനാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പൊ നിങ്ങൾ ഈ പറയുന്ന ബ്ലൂ എക്കണോമിയുടെ റെലവൻസ് എത്രത്തോളം ഉണ്ടോ ആ ഓരോ പോയിന്റും പല പേഴ്സ്പെക്റ്റീവ് എടുത്ത് നിങ്ങൾ പറയുന്നു. അപ്പൊ ബ്ലൂ എക്കണോമി ഇന്ത്യക്ക് റെലവന്റ് ആണ് എന്ന് പറഞ്ഞിട്ട് ആദ്യം പറയുന്നു എൻവയോൺമെന്റൽ പെർസ്പെക്റ്റീവ് അല്ലെ. എൻവയോൺമെന്റൽ പെർസ്പെക്റ്റീവ് എന്ന് പറയാൻ പറയാം, പറഞ്ഞു നോക്കിക്കേ. കാർബൺ, അതായത് അങ്ങനെ അത്രയും പോയാൽ മൈനോട്ട് ടൈപ്പ് ചെയ്യും. കുറച്ചുകൂടെ അതായത്
ഓഷ്യന്റെ അസിഡിഫിക്കേഷൻ അല്ലെങ്കിൽ ഓഷ്യൻ പൊല്യൂട്ട് ആവുന്നത് പറയാൻ വേണ്ടി പറ്റും. ഓഷ്യന്റെ പൊല്യൂഷൻ ശരിയല്ല, ആ പൊല്യൂഷൻ നമ്മുടെ എന്താ പറയാ നമ്മുടെ ഓഷ്യന്റെ പ്രൊഡക്ടിവിറ്റിയെ ബാധിക്കുന്നുണ്ട് അല്ല. സോ ബ്ലൂ എക്കണോമി ഓഷ്യന്റെ പൊല്യൂഷൻ കുറയ്ക്കാൻ കാരണമാകുമല്ലോ. അപ്പൊ എൻവയോൺമെന്റൽ പെർസ്പെക്റ്റീവില് അതെന്താണ് അങ്ങനെ പറയാം. ഓക്കെ, സ്ട്രാറ്റജി പെർസ്പെക്റ്റീവിൽ പറയാം. എങ്ങനെയാണ് നമുക്ക് ഇത്രത്തോളം നമ്മുടെ ഈ സി എന്ന് പറയുന്നത് വളരെ ബിസി ആയിട്ടുള്ള സീ റൂട്ടാണ്. അതുപോലെ ചൈനയുമായിട്ടുള്ള കോമ്പറ്റീഷൻ നമുക്കുണ്ട്. ഇതൊക്കെ മറികടക്കണമെങ്കിൽ ഈ പോർട്ടൊക്കെ ഡെവലപ്പ് ചെയ്യുന്നത് സസ്റ്റൈനബിൾ ആയി ഡെവലപ്പ് ചെയ്യുന്നത് ആവശ്യമാണ്. ആ റിലവൻസ് അല്ലേ. പക്ഷെ അത് എന്ത് പെർസ്പെക്റ്റീവാ? സ്ട്രാറ്റജി പെർസ്പെക്റ്റീവ് നമ്മൾ എക്സ്ട്രാ ആയിട്ട് പറഞ്ഞു അല്ല. ഇനി ഡെവലപ്മെന്റ് പെർസ്പെക്റ്റീവ് പറയുന്നു. ഇത്രത്തോളം പേരുകൾ ഇതിന് ഡിപ്പെൻഡ് ചെയ്ത് ജീവിക്കുന്നുണ്ട്. സോ അവരുടെ ജീവിത മാർഗമാണ് ഈ ഓഷ്യൻ പ്രൊഡക്റ്റ് എന്ന് പറയുന്നത്. സോ ഓഷ്യൻ പ്രൊഡക്റ്റിനെ സസ്റ്റൈനബിൾ ആയിട്ട് യൂസ് ചെയ്യേണ്ടത്, ബ്ലൂ എക്കണോമി ആക്കി യൂസ് ചെയ്യേണ്ടത് അവരുടെ ജീവിത മാർഗത്തെ സ്വാധീനിക്കുന്ന ഒന്നാണ്. അതിന്റെ റെലവൻസ് ആണ്. ഓക്കെ, ഇങ്ങനെ ഡിഫറെന്റ് പെർസ്പെക്റ്റീവില് നമ്മൾ പറയുന്നു. അവിടെ അവസാനിപ്പിക്കുന്നില്ല, ചലഞ്ചസിലേക്ക് പോകണം. പൊല്യൂഷൻ, ഓവർ ഫിഷിംഗ്, ക്ലൈമറ്റ് ചേഞ്ച്, ഇതൊക്കെ ഇതിന്റെ ചലഞ്ചസ് ആണ്. ഇത്രയൊക്കെ റെലവൻസ് നമുക്ക് ബ്ലൂ എക്കണോമിക്ക് ഉണ്ട് എങ്കിലും ഇത്ര ചലഞ്ചസ് അതുമായി ബന്ധപ്പെട്ടുകൊണ്ട് നിൽക്കുന്നുണ്ട്. നമ്മൾ ഈ ചലഞ്ചസ് ഒക്കെ സോൾവ് ചെയ്യേണ്ടതുണ്ട്. ശരിയല്ലേ? അപ്പൊ അതിനുവേണ്ടി ഗവൺമെന്റ് ഇത്ര ഇനിഷ്യേറ്റീവ്സ് ഒക്കെ ഉണ്ടാക്കുന്നുണ്ട്. ശരിയല്ലേ? നോക്കിക്കേ, എക്സ്പ്ലെയിൻ ചെയ്യാൻ നിങ്ങളൊരു കാര്യം പറയുമ്പോൾ നിങ്ങൾ എക്സ്പ്ലെയിൻ ചെയ്യുന്നു. ഡിസ്കസ് ചെയ്യാൻ പറഞ്ഞ നമ്മളിപ്പോൾ ഒരു കൂട്ടം റൗണ്ട് ആയിട്ട് ഇരുന്നിട്ട് ഈ വിഷയം ഡിസ്കസ് ചെയ്യാൻ പറഞ്ഞിട്ടാണെങ്കിൽ ഇതൊക്കെ വരില്ലേ അതിൻ്റെ അകത്തേക്ക്? കാരണം ഡിസ്കഷൻ നടക്കുകയാണ്, എല്ലാ പെർസ്പെക്റ്റീവിലും വരും കാര്യങ്ങൾ. ശരിയല്ലേ? ഓവറോൾ ചലഞ്ചസ് വന്നേക്കാം, അതൊക്കെ ഇത്ര റെലവൻസ് നമുക്കുണ്ട് എന്ന് പറഞ്ഞ ശേഷം നമ്മൾ സ്വാഭാവികം ഡിസ്കസ് ചെയ്യും. അങ്ങനെയൊക്കെ റെലവൻസ് ഉണ്ടെങ്കിലും കൂടിയിട്ടും നമുക്ക് ഇന്ന ചലഞ്ചസ് കൂടി ഫേസ് ചെയ്യുന്നുണ്ട്. ബ്ലൂ എക്കണോമി ആക്കി മാറ്റാൻ, അല്ലെങ്കിൽ ബ്ലൂ എക്കണോമിയുടെ ഡെവലപ്മെന്റിന് ഇന്ന ചലഞ്ചസ് ഫേസ് ചെയ്യുന്നുണ്ട്. ശരിയല്ലേ? അപ്പൊ അത് നമ്മൾ ഡിസ്കസ് ചെയ്യില്ലേ? ചലഞ്ചസ് പറയണം. അപ്പൊ ഈ ചലഞ്ചസ് ഒക്കെ ഉണ്ടെങ്കിലും ബ്ലൂ എക്കണോമിയുടെ ഡെവലപ്മെന്റിന് വേണ്ടിയിട്ട് ഗവൺമെന്റ് ഇന്ത്യൻ ഇനീഷ്യേറ്റീവ്സ് മുന്നോട്ട് വയ്ക്കുന്നുണ്ട്, അതും പറയുന്നു. ഓക്കെ, അപ്പൊ ഡിസ്കസ് ചെയ്യാൻ പറയുമ്പോൾ എന്തായി? ഡിസ്കഷനായി, അതിന്റെ ഓവറോൾ പെർസ്പെക്റ്റീവ് ഡിസ്കസ് ചെയ്യും. പല പെർസ്പെക്റ്റീവ്. അപ്പൊ ഇവിടെ നിങ്ങൾ നോക്കിക്കേ, ഇവിടെ പല പെർസ്പെക്റ്റീവ് ഡിസ്കസ് ചെയ്യുന്ന സമയത്ത് നിങ്ങൾ ഓരോരുത്തരും പലതേക്കും പറയാം. എക്സ്പ്ലെയിൻ ചെയ്യുമ്പോൾ എല്ലാവർക്കും ഒന്നും തന്നെ പറയണ്ടാവുള്ളൂ, ഒരുവിധം എല്ലാവർക്കും. പക്ഷെ നിങ്ങളുടെ കഴിവ് പ്രകടിപ്പിക്കാൻ പറ്റുന്നത് ഈ ക്വസ്റ്റിനകത്തായിരിക്കും കുറെ കൂടി. ശരിയല്ലേ? ക്ലിയർ? അപ്പൊ ഡിസ്കഷനിലേക്ക് മാറുമുണ്ടാവുന്ന മാറ്റം മനസ്സിലാവുന്നുണ്ടോ? എക്സ്പ്ലെയിനിൽ നിന്നും മിഥുനെ എന്താ തോന്നുന്നേ? ഇതിനെ എക്സ്പ്ലെയിൻ ചെയ്യാൻ പറയുമ്പോൾ ജസ്റ്റ് നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്യുന്നു. അതേസമയത്ത് ഡിസ്കസ് ചെയ്യാൻ പറഞ്ഞാലോ സംഭവിക്കാൻ എന്തായിരിക്കും? ഇതേ റെലവൻസ് തന്നെ പറയേണ്ടത്, റെലവൻസ് ഡിസ്കസ് ചെയ്യാനാണ് പറയുന്നത്. അപ്പൊ നമ്മളിപ്പോൾ റൗണ്ട് ആയിട്ട് ഡിസ്കസ് ചെയ്യുകയാണെങ്കിൽ ജസ്റ്റ് ആ 4 പോയിന്റ് പറഞ്ഞു നിർത്തുമോ? ഇല്ല, നമ്മൾ പല കാര്യങ്ങൾ ഡിസ്കസ് ചെയ്യും, പല ആംഗിൾ ഡിസ്കസ് ചെയ്യും. അതവിടെ ആവശ്യപ്പെടുന്നുള്ളൂ. അതിനെ പല പെർസ്പെക്റ്റീവ് ഡിസ്കസ് ചെയ്യാം. ഈ പല പെർസ്പെക്റ്റീവ് വരുമ്പോഴാണ് നിങ്ങൾ മറ്റുള്ളവർക്കാട്ടും ബെറ്റർ ആവാൻ ശ്രമിക്കേണ്ടത്. കാരണം അവർക്ക് ചിന്തിക്കാത്ത പെർസ്പെക്റ്റീവ് നിങ്ങൾ ചിന്തിക്കാൻ ശ്രമിക്കണം. മനസ്സിലായല്ലേ? ഇപ്പം സ്ട്രാറ്റജിക് ആയിട്ടുള്ളത് ഇപ്പൊ എല്ലാവരും അത് ചിന്തിക്കും, കാരണം എല്ലാവർക്കും കോച്ചിങ് ഉള്ളത് കൊണ്ട് തന്നെ അതങ്ങനെ പൊക്കോടും. സ്ട്രാറ്റജിക് ആയിട്ടുള്ള ഇമ്പോർട്ടൻസ് ഉണ്ട്. നിങ്ങൾക്ക് വേറെ ഇമ്പോർട്ടൻസ് പറയാൻ പറ്റും. ബ്ലൂ എക്കണോമിക് ഇമ്പോർട്ടൻസ് ഉണ്ട്, GDP തന്നെ കോൺട്രിബ്യൂട്ട് ചെയ്യുന്നുണ്ട്. സോ ബ്ലൂ എക്കണോമിക്ക് ഇമ്പോർട്ടൻസ് ആണ്. ഇത്ര ഷോർ ലൈൻ ഉണ്ട്, സ്ട്രാറ്റജിക് ഇമ്പോർട്ടൻസ് ഉണ്ട്, പിന്നെ എന്തെങ്കിലും എൻവയോൺമെന്റൽ ഇമ്പോർട്ടൻസ് ഉണ്ട്, എൻവയോൺമെന്റൽ പെർസ്പെക്റ്റീവ് ഉണ്ട്. മനസ്സിലാവുന്നുണ്ട്? ബ്ലൂ എക്കണോമി മീൻസ് എന്താണ്? ക്ലിയർ ആയിട്ട് മനസ്സിലാവും. ബ്ലൂ എക്കണോമി മീൻസ് എന്താണ്? ആ ഓഷ്യൻ റിസോഴ്സിനെ സസ്റ്റൈനബിൾ ആയിട്ട് യൂസ് ചെയ്യുന്നത് വഴി നടപ്പാവുന്ന എക്കണോമി ഒക്കെ ബ്ലൂ എക്കണോമിയാണ്. അതായത് ഓഷ്യൻ റിസോഴ്സിനെ നന്നായിട്ട് സസ്റ്റൈനബിൾ ആയിട്ട് യൂസ് ചെയ്യുക, അതാണ് ബ്ലൂ എക്കണോമി എന്ന് പറയുന്നത്. അപ്പം അങ്ങനെ ഓഷ്യൻ റിസോഴ്സിനെ യൂസ് ചെയ്താലും അത് എക്കണോമി തന്നെയാണ്. ഓക്കെ, അത് സസ്റ്റൈനബിൾ അല്ല, നമ്മൾ മലിനപ്പെടുത്തുന്നു, നമ്മൾ ഓവറായിട്ട് ഫിഷിംഗ് നടത്തുന്നു, അതൊക്കെ എന്ത് തന്നെയാണ്? അതുമായി ബന്ധപ്പെട്ട് കിട്ടുന്ന പ്രൊഡക്ഷൻ എക്കണോമി തന്നെയാണ്. പക്ഷെ ബ്ലൂ എക്കണോമി എന്ന കോൺസെപ്റ്റിലേക്ക് മാറണമെങ്കിൽ എന്താവണം? ബ്ലൂ എക്കണോമി എന്ന് പറയുമ്പോൾ ഈ യൂസ് ചെയ്യുന്നത് സസ്റ്റൈനബിൾ ആയിരിക്കണം, വരും തലമുറയ്ക്ക് കൂടി മാറ്റി വെച്ചു അല്ലെങ്കിൽ നശിപ്പിക്കാതെ യൂസ് ചെയ്യുമ്പോഴാണ് അത് ബ്ലൂ എക്കണോമി എന്ന കോൺസെപ്റ്റിലേക്ക് എത്തുന്നത്. അപ്പൊ നമുക്ക് ഇത്രത്തോളം ഷോർ ലൈൻ ഉണ്ട്, അതുകൊണ്ട് നമുക്ക് ബ്ലൂ എക്കണോമി കോൺസെപ്റ്റ് ഇമ്പോർട്ടന്റ് ആണ്, നശിപ്പിക്കാൻ പാടില്ല. ഇത്രയും പേര് ബന്ധപ്പെട്ട് ജീവിക്കുന്നുണ്ട്, സോ ബ്ലൂ എക്കണോമി റെലവൻസ് നമുക്കുണ്ട്, ഇമ്പോർട്ടന്റ് ആണ്. അങ്ങനെ പറഞ്ഞു വെക്കുന്നു. ഡിസ്കസ് ചെയ്യുമ്പോൾ അതിന്റെ വിവിധ പെർസ്പെക്റ്റീവിലേക്കാണ് കാര്യങ്ങൾ പോകുന്നു. എന്നിട്ട് ബാലൻസ്ഡ് ആയിട്ട് കാര്യങ്ങൾ പറയുന്നു. ഇത്രയൊക്കെ റെലവൻസ് ഉണ്ടായിട്ടും നമുക്ക് ഇന്ന് ചലഞ്ചസ് ഉണ്ട്. ഈ ചലഞ്ചസ് ഫേസ് ചെയ്യാൻ ഗവൺമെന്റ് ഇനീഷ്യേറ്റീവ്സ് നടത്തിക്കൊണ്ടിരിക്കുന്നുണ്ട്. സോ അങ്ങനെ ഒരു കൺക്ലൂഷനിലേക്ക് നമ്മൾ എത്തിക്കുന്നു. അവിടെ വേ ഫോർവേഡ് ആയിട്ട് നിങ്ങൾ എന്തെങ്കിലും പോസിറ്റീവായിട്ട് കാര്യം പറഞ്ഞുകൊണ്ട് കുഴപ്പമൊന്നുമില്ല. ക്ലിയർ? അപ്പൊ ഇതാണ് എങ്ങനെയാണ് ഡിസ്കഷനിൽ വരുമ്പോൾ ചേഞ്ച്. നോക്കിക്കേ, എക്സ്പ്ലെയിനും ഡിസ്കസും ആകുമ്പോൾ മാറ്റാം. അപ്പൊ എക്സ്പ്ലെയിൻ എന്ന് പറയുമ്പോൾ ഡിഫൈൻ ബ്ലൂ എക്കണോമി. ആദ്യം നമ്മൾ ബ്ലൂ എക്കണോമി ഡിഫൈൻ ചെയ്യുന്നു. ഡിസ്കഷനിലും എന്ത് ചെയ്യണം? ബ്ലൂ എക്കണോമി ഡിഫൈൻ ചെയ്യണം എന്താണെന്ന്. ക്ലിയർ അല്ലേ? പിന്നെയോ എക്സ്പ്ലെയിൻ വൈ ഇറ്റ് ഈസ് റെലവെന്റ്. ഇവിടെയും എന്താണ് റെലവൻസിനെ എക്സ്പ്ലെയിൻ ചെയ്യണം. ശരിയല്ലേ? ക്ലിയർ? സ്റ്റോപ്പ് ആഫ്റ്റർ എക്സ്പ്ലെയിൻ. അവിടെ സ്റ്റോപ്പ് ആണ്, പിന്നെ എക്സ്പ്ലെയിൻ ചെയ്യേണ്ട കാര്യമില്ല. ഓക്കെ, ഇവിടെ അങ്ങനെയല്ല. ഗോ ബിയോണ്ട് എക്സ്പ്ലനേഷൻ. എക്സ്പ്ലനേഷന് ബിയോണ്ട് ആയിട്ട് കാര്യങ്ങൾ പോകുന്നു.
വിവിധ പെർസ്പെക്റ്റീവിലേക്ക് കാര്യങ്ങൾ പോകുന്നു. ഓക്കെ, ഇവിടെ നോ നീഡ് ഫോർ ബോർഡർ ഇഷ്യൂ. പക്ഷെ എവിടെയോ ഇൻക്ലൂഡ് റിലേറ്റഡ് ഡയമെൻഷൻസ് ലൈക്ക് ചാലഞ്ചസ്, പോളിസി ഇനിഷ്യേറ്റീവ്സ്, ഫ്യൂച്ചർ ഡയറക്ഷൻസ്, ഇതെല്ലാം പറയണം. കാരണം ഡിസ്കസ് ചെയ്യാനാണ് പറഞ്ഞിരിക്കുന്നത്. ഓക്കെ, പിന്നെ ഒബ്ജക്റ്റീവ് എന്നാണ് ഇവിടെ ക്ലാരിറ്റി വരുത്തുക. എന്താണ് ബ്ലൂ എക്കണോമി എന്ന് പറഞ്ഞ സാധനം എന്താണെന്നും അത് എങ്ങനെ ഇന്ത്യൻ എക്കണോമിക്ക് റെലവെന്റ് ആവുമെന്ന് നിങ്ങൾ ക്ലിയർ ആയി പറഞ്ഞു വെക്കുന്നു. അത്രയേ ഉള്ളൂ. ഇവിടെ അങ്ങനെയല്ല, എക്സ്പ്ലോർ കോംപ്രഹെൻസീവ്ലി, അത് കോംപ്രഹെൻസീവ്ലി എക്സ്പ്ലോർ ചെയ്യണം ആ വിഷയം, വിവിധ പെർസ്പെക്റ്റീവ് എക്സ്പ്ലെയിൻ ചെയ്യുന്നു. ഓക്കെ, നിങ്ങൾ ചോദിച്ചാൽ മതി, നമ്മൾ ഡിസ്കസ് ചെയ്യണമെങ്കിൽ ഇങ്ങനെ പോകില്ലേ എക്സ്പ്ലെയിൻ. ഇവിടെ ഒരു വ്യത്യാസം, ഇത് രണ്ടും 250 വേർഡ്സ് എഴുതാൻ പറയുകയാണെങ്കിലോ, അല്ലെങ്കിൽ രണ്ടും 150 വേർഡ്സ് എഴുതാൻ പറയുന്നു. അപ്പൊ നിങ്ങൾ എന്താ ചെയ്യുക? ഇതിവിടെ സ്റ്റോപ്പ് ചെയ്യുന്നത് 150 വേർഡ്സ് ആണ്, ശരിയല്ലേ? അപ്പൊ ഇവിടെ ഈ പറഞ്ഞ ഡിഫൈൻ ചെയ്തതും എക്സ്പ്ലെയിൻ ചെയ്തതും ഇവിടേക്ക് വരുമ്പോൾ കുറയ്ക്കണം, എന്നാലും അതേ വേർഡ്സ് ചുരുക്കാൻ പറ്റും, ശരിയല്ല? ഇവിടെ അത് കുറെ കൂടി വലുതാക്കി എക്സ്പ്ലെയിൻ ചെയ്യാം. ഇവിടേക്ക് വരുമ്പോൾ ആ എക്സ്പ്ലനേഷൻ, അതായത് ബ്ലൂ എക്കണോമി എന്താ ഡിഫൈൻ ചെയ്യുന്നതും അതിന് റെലവൻസ് എന്ന് ചുരുക്കി പറഞ്ഞപ്പോൾ ഈ റെലവൻസ് ശരിക്കും പ്രാക്ടിക്കൽ സെൻസിൽ വരികയാണെങ്കിൽ ഇവിടെ നിങ്ങൾ റെലവൻസ് എഴുതുമ്പോൾ അത് പേഴ്സ്പെക്റ്റീവിൽ എഴുതിയാൽ മതി, പ്രശ്നം കഴിഞ്ഞു. ഞാൻ പറയാൻ കാരണം 150 വേർഡ്സിൽ ഇതും എഴുതുകയാണെങ്കിൽ ഇവിടെ കുറച്ച് കൂടുതലില്ലേ? ആ വ്യത്യാസം എങ്ങനെ വരാം? ഈ പറഞ്ഞ രണ്ട് കാര്യങ്ങൾ ഇവിടെ ചുരുക്കി പറഞ്ഞാൽ മതി, ബാക്കി ഇവിടെ പേഴ്സ്പെക്റ്റീവിലേക്ക് കണക്കാം. മനസ്സിലാവുന്നുണ്ടോ? പിന്നെ ഓക്കെ ഒന്നുണ്ടോ? അപ്പൊ ഡിസ്കഷനും എക്സ്പ്ലെയിനും തമ്മിൽ എന്തെങ്കിലും വ്യത്യാസം ഫീൽ ചെയ്യുന്നുണ്ടോ? ഓക്കെ ആണല്ലോ, മനസ്സിലായല്ലോ? എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിച്ചോ, ഡൗട്ട് ഉണ്ടെങ്കിൽ എന്തെങ്കിലും വ്യത്യാസം എന്താ ഓക്കെ ആവുന്നുണ്ടോ? ഇല്ലെങ്കിൽ ചോദിച്ചോ, ഡൗട്ട് ഉണ്ടെങ്കിൽ. ഏകദേശം ഓക്കെയാണ്. ഓക്കെ, ഇനി എഴുതുമ്പോൾ നിങ്ങൾ ശരിയായി വരും. അപ്പൊ അങ്ങനെ പറഞ്ഞുതരും, ഇനിയല്ല ഇത് ഓക്കെ ആയാലും അടുത്ത വേർഡ്സിൽ പോകാൻ പറ്റുമെന്നുകൊണ്ടാണ്. ക്ലിയർ ആണ്? ഓക്കെ, അപ്പൊ നെക്സ്റ്റ് ആണ് എക്സാമിൻ എന്ന് പറയുന്നത്. നമ്മൾ ചോദിക്കുകയാണ് ഈ പറയുന്ന ബ്ലൂ എക്കണോമിയുടെ റെലവൻസ് എക്സാമിൻ ചെയ്യാൻ പറയുന്നു. അപ്പോഴോ എന്താ വ്യത്യാസം വരുന്നത്? നിങ്ങൾക്ക് ആ വേർഡ് മീനിങ് വെച്ചിട്ട് നോക്കിക്കേ. എക്സ്പ്ലെയിൻ ചെയ്യാൻ പറയുമ്പോൾ ജസ്റ്റ് എക്സ്പ്ലെയിൻ ചെയ്യുന്നു, റെലവൻസ് എക്സ്പ്ലെയിൻ ചെയ്യുന്നു. ഡിസ്കസ് ചെയ്യാൻ പറയുമ്പോൾ അതിന്റെ വിവിധ പെർസ്പെക്റ്റീവ് എടുത്തുകൊണ്ട് ഡിസ്കസ് ചെയ്യുന്നു, ശരിയല്ലേ? ഇതേ സാധനം തന്നെ എക്സാമിൻ എന്ന് പറഞ്ഞു ചോദിച്ചാലോ, എക്സാമിൻ ദ റെലവൻസ് ഓഫ് ബ്ലൂ എക്കണോമി, അങ്ങനെ ചോദിച്ചു കഴിഞ്ഞാലോ? എക്സാമിൻ എന്ന് പറയുമ്പോൾ കിട്ടുന്ന ഒരു അർത്ഥം എന്താ? ഡിസ്കഷനിൽ വരും വേണമെങ്കിൽ. ബ്ലൂ എക്കണോമി ആയിട്ട് പറഞ്ഞുകൊണ്ട് നിങ്ങൾക്ക് അങ്ങനെ പറയാനില്ലെന്ന് മാത്രം, ചലഞ്ചസ് നെഗറ്റീവായിട്ട് വന്നു. ആ വേർഡ് മീനിങ് വെച്ച് നോക്കി. ഇവിടെ മെത്തേഡ് ഡിസ്കസ് ചെയ്യാൻ പറയുമ്പോൾ ഇവിടെ അത് എക്സാമിൻ ചെയ്യാൻ പറയുമ്പോൾ എന്തായിരിക്കും ഇതിനെ? ഒരു ഐഡിയ, ആ വേർഡ് മീനിങ് വെച്ചിട്ട് എക്സാമിൻ ചെയ്യാൻ പറയുമ്പോൾ എന്തായിരിക്കും അർത്ഥം വരുന്നത്? എക്സാമിന്റെ മലയാളം എന്താ? പരിശോധിക്കുക എന്നർത്ഥമില്ല, എക്സാമിൻ ചെയ്യാൻ പറയുമ്പോൾ. ഓക്കെ, എക്സാമിൻ ചെയ്യാൻ പറയുമ്പോൾ ഈ എക്സാമിൻ ചെയ്തും ഡിസ്കസ് ചെയ്യുന്ന തമ്മിൽ ഒരുപാട് വ്യത്യാസമൊന്നുമില്ല. ഓക്കെ, പക്ഷെ എക്സാമിനർ ആ ആൻസർ എടുക്കുന്ന പെർസ്പെക്റ്റീവില് അയാളുടെ കാഴ്ചപ്പാട് ഡിഫറൻസ് ഉണ്ടാവും. ഓക്കെ, അയാൾ കൃത്യമായി മനസ്സിലാക്കും നിങ്ങൾ ചോദിച്ചിരിക്കുന്നത് ഡിസ്കസ് ചെയ്യാനല്ല, എക്സാമിൻ ചെയ്യാൻ തന്നെയാണെന്ന്. അപ്പൊ നിങ്ങൾ എഴുതേണ്ട പോയിന്റ്സ് എല്ലാം ചെറിയ ചെറിയ വ്യത്യാസങ്ങളെ വരും. ഓക്കെ, സി നോക്കിക്കേ, ഇവിടെ എക്സാമിന് എക്സ്പെക്ട് ചെയ്യുന്നത് ഒന്ന്, അത് എക്സ്പ്ലെയിൻ ചെയ്യണം, അതെന്തായാലും ചെയ്തേ പറ്റും. രണ്ട്, ഇമ്പോർട്ടന്റ് ആസ്പെക്ട്, ഡിഫറെന്റ് ആസ്പെക്ടുകൾ നമ്മൾ പെർസ്പെക്റ്റീവ് പറയണം. സപ്പോർട്ട് വിത്ത് എവിഡൻസ്, റീച്ച് കൺക്ലൂഷൻ, ഇതാണ് അവിടെ ഇമ്പോർട്ടന്റ് പോയിന്റ്. ഇവിടെ സപ്പോർട്ട് വിത്ത് എവിഡൻസ് എന്നുള്ളത് ഇമ്പോർട്ടന്റ് ആണ്. ദാറ്റ് മീൻസ് ഇവിടെ എക്സാമിൻ ചെയ്യണം. നിങ്ങൾ ഡിഫറെന്റ് പെർസ്പെക്റ്റീവ് പറഞ്ഞാൽ പോരാ, ആ പെർസ്പെക്റ്റീവിനെ എക്സാമിൻ ചെയ്യണം, പരിശോധിക്കണം വൃത്തിയായിട്ട്. ഓക്കെ, എന്ന് വെച്ചിട്ടാണെങ്കിൽ ഇവിടെ വ്യത്യാസമായിട്ട് വരുന്നത് ഡിസ്കസ് ചെയ്യാൻ പറയുമ്പോൾ എക്സ്പ്ലോർ ദ ടോപ്പിക് കോംപ്രഹെൻസീവ്ലി. ഡിസ്കസ് ചെയ്യുമ്പോൾ വിവിധ പെർസ്പെക്റ്റീവ് അത് നിങ്ങൾ കോംപ്രഹെൻസീവ്ലി എക്സ്പ്ലെയിൻ ചെയ്യുന്നു, ഡിസ്കസ് ചെയ്യുന്നു, അല്ലെ? ആദ്യം എക്സ്പ്ലെയിൻ ചെയ്യാൻ പറയുമ്പോൾ അതൊന്നുമില്ല, ജസ്റ്റ് എക്സ്പ്ലെയിൻ ചെയ്യുന്നു. ഡിസ്കസ് ചെയ്യാൻ പറഞ്ഞപ്പോൾ എന്തായി? അതിന്റെ വിവിധ പെർസ്പെക്റ്റീവ് നിങ്ങൾ എക്സ്പ്ലോർ ചെയ്യുന്നു, പറയുന്നു, വിവിധ പെർസ്പെക്റ്റീവില് കാര്യങ്ങൾ പറയുന്നു. എക്കണോമിക് പെർസ്പെക്റ്റീവ് പറയുന്നു, എക്കണോമിക് പെർസ്പെക്റ്റീവ് പറയുന്നു, സ്ട്രാറ്റജിക് പെർസ്പെക്റ്റീവ് പറയുന്നു. വിവിധ പെർസ്പെക്റ്റീവില് എങ്ങനെയാണ് ബ്ലൂ എക്കണോമി ഇന്ത്യക്ക് റെലവെന്റ് ആവുന്നതെന്ന് പറയുമ്പോഴാണ് ഡിസ്കഷൻ ആവുന്നത്, ശരിയല്ലേ? ഇതേ സംഭവം വിവിധ പെർസ്പെക്റ്റീവിൽ പറയുകയും ഒപ്പം നോക്കിക്കേ, ഇൻവെസ്റ്റിഗേറ്റ് ദ വാലിഡിറ്റി, നേച്ചർ, കോസ് ഓഫ് ദ സ്പെസിഫിക് ഇഷ്യൂ ആൻഡ് അറൈവ് അറ്റ് എ റീസൺഡ് ഇൻഫറൻസ്. ഇവിടെ അത് കൃത്യമായി നിങ്ങൾ പരിശോധിക്കണം എന്ന് പറയുമ്പോൾ എന്തായിരിക്കും ആൻസറിൽ വരുന്ന വ്യത്യാസം? ഡിഫറെന്റ് പെർസ്പെക്റ്റീവ് തന്നെ ഇവിടെ കാര്യങ്ങൾ പറയണം, പക്ഷെ ഡിഫറെന്റ് പെർസ്പെക്റ്റീവ് ഡിസ്കസ് ചെയ്താൽ പോരാ, ഇവിടെ ഡിഫറെന്റ് പെർസ്പെക്റ്റീവ് പരിശോധിക്കണം, എക്സാമിൻ ചെയ്യണം. അങ്ങനെ വരുമ്പോൾ വരുന്ന ഇമ്പോർട്ടന്റ് കാര്യം എന്ത് തന്നെയാണ്? ഈ പറഞ്ഞു കഴിഞ്ഞാലേ സപ്പോർട്ട് വിത്ത് എവിഡൻസ് എന്നുള്ളത്, ശരിയല്ലേ? ദാറ്റ് മീൻസ് ഇപ്പൊ ഇന്ത്യൻ എക്കണോമിക്ക് ഇത്ര
GDP-യിലേക്ക് ഇത്ര പെർസെന്റേജ് കോൺട്രിബ്യൂട്ട് ചെയ്യുന്നുണ്ട് എന്ന് നിങ്ങൾ പറയുന്നു, ശരിയല്ല? അതൊരു ഡിഫറെന്റ് പെർസ്പെക്റ്റീവ് ആണ്. എന്താണ്? ഡെവലപ്മെന്റ് പെർസ്പെക്റ്റീവ് ആണ്, ഗ്രോത്ത് പെർസ്പെക്റ്റീവ് ആണ്. അതിന്റെ അകത്ത് അതേ പെർസ്പെക്റ്റീവ് എക്സാമിൻ ചെയ്ത് പറയുമ്പോൾ കുറെ കൂടി ഡാറ്റ ഉൾക്കൊള്ളിച്ചുകൊണ്ട് പറയണം. കഴിഞ്ഞ വർഷം ഇത്രത്തോളം പ്രൊഡക്ഷൻ GD മേഖല ഉണ്ടായിട്ടുണ്ട്, ഈ വർഷത്തെപ്പോഴേക്കും ഇത്ര പ്രൊഡക്ഷൻ ആയിട്ടുണ്ട്, സോ ഇത്രയും ഗ്രോത്ത് ഈ പറഞ്ഞ മേഖല ഉണ്ടായിട്ടുണ്ട്. അപ്പൊ അത് എക്സാമിൻ ചെയ്തില്ലേ ആ പറഞ്ഞ പോയിന്റ്? ശരിയല്ലേ? കൃത്യമായി പരിശോധിച്ച് പറയുന്നു അല്ല? ദാറ്റ് മീൻസ് നിങ്ങൾ ഡിഫറെന്റ് പെർസ്പെക്റ്റീവിൽ പറഞ്ഞ ഓരോന്നും ഇവിടെ എവിഡൻസിന്റെ അടിസ്ഥാനത്തിൽ സപ്പോർട്ട് ചെയ്തുകൊണ്ട് പറയണം. ഓക്കെ, സ്ട്രാറ്റജിക്കലി ഇമ്പോർട്ടന്റ് ആണ് എന്ന പെർസ്പെക്റ്റീവ് പറയുമ്പോൾ അത് വിത്ത് എവിഡൻസ് പറയണം. ഓക്കെ, ചൈന തൊട്ടടുത്ത് ഇന്ന രീതിയിൽ ഒരു ഇതുണ്ടാക്കുന്നുണ്ട്, സോ അതുകൊണ്ട് തന്നെ ഇവിടെ നമ്മൾ ഇങ്ങനൊരു ആൻഡമാൻ നിക്കോബാർ ദ്വീപിൽ ഈ രീതിയിൽ സസ്റ്റൈനബിൾ ഡെവലപ്മെന്റ് ഉണ്ടാക്കുമ്പോൾ അത് നമുക്ക് കൗണ്ടർ ചെയ്യാൻ പറ്റും. ചൈന ബംഗ്ലാദേശിൽ പോർട്ട് ഡെവലപ്പ് ചെയ്യുന്നുണ്ട്, പോർട്ടിന്റെ പേര് പറയണം. മ്യാൻമാറിൽ പോർട്ട് ഡെവലപ്പ് ചെയ്യുന്നുണ്ട്, സോ അങ്ങനെ വരുമ്പോൾ ആൻഡമാൻ നിക്കോബാർ ദ്വീപിൽ നമ്മൾ നമ്മുടെ രീതിയിൽ ഡെവലപ്പ് ചെയ്ത് പോർട്ട് ഉണ്ടാക്കി വരുമ്പോൾ സസ്റ്റൈനബിൾ ആയിട്ട് വരുന്ന സമയത്ത് ചൈനയെ കൗണ്ടർ ചെയ്യാൻ നമുക്ക് ബെറ്റർ കാര്യമാണ്. വിത്ത് എവിഡൻസ് ആ പറയുന്നത്. മറ്റൊരാൾക്ക് അങ്ങനെയല്ല. മറ്റു നമ്മൾ പറയുമ്പോൾ എങ്ങനെയാണ്? ഓവറോൾ പറയുകയാണ്, ചൈനയുടെ വളർന്നു വരുന്ന ഇന്ത്യൻ ഓഷ്യനിലെ ഭീഷണി മറികടക്കാൻ നമുക്ക് ഈ പറയുന്ന ബ്ലൂ എക്കണോമിയുടെ ഡെവലപ്മെന്റ് ഇമ്പോർട്ടന്റ് ആണ് എന്ന് പറയുന്നു, ശരിയല്ലേ? അതിപ്പം പറയുമ്പോൾ എങ്ങനെയായി? വിത്ത് എവിഡൻസ് പറയുന്നു. ദാറ്റ് മീൻസ് എന്തുകൊണ്ടാണ് ഇവിടെ എക്സാമിൻ ചെയ്യാം, പരിശോധിക്കണം, ശരിയല്ലേ? ഇത്രത്തോളം പേര് ഇവിടെ ബ്ലൂ എക്കണോമിയെ അല്ലെങ്കിൽ ഫിഷറീസ് മേഖലയിൽ അല്ലെ നമ്മുടെ ഇത്ര കിലോമീറ്ററോളം നമുക്ക് ഫിഷ് എന്തുകൊണ്ട് കോസ്റ്റ് ലൈൻ ഉണ്ട്, അതുകൊണ്ട് റെലവന്റ് ആണെന്ന പെർസ്പെക്റ്റീവ് പറയുമ്പം അത്ര കിലോമീറ്ററോളം ഇത് ഉണ്ടെങ്കിലും കൂടിയിട്ടും അവിടെ നമുക്ക് ഇന്ന രീതിയിലുള്ള ഡാറ്റ വെച്ചുകൊണ്ട് കണക്ക് വെച്ചുകൊണ്ട് ഇത്ര പേര് ജീവിക്കുന്നുണ്ട്, അവർ ഇത്ര പേർക്ക് വരുമാന മാർഗമാണ്, സോ അതുകൊണ്ട് ഈ വർഷം ഇത്രത്തോളം പ്രൊഡക്ഷൻ ഉണ്ടായിട്ടുണ്ട് എന്ന രീതിയിൽ പറയുന്നു. സോ നമ്മൾ എക്സാമിൻ എന്ന് പറയുമ്പോഴേക്കും ഈ ഡിഫറെന്റ് പെർസ്പെക്റ്റീവിനെ കുറെ കൂടി എവിഡൻസ് വെച്ച് സപ്പോർട്ട് ചെയ്ത് പറയുന്നു, മനസ്സിലായോ? അപ്പൊ നിങ്ങളോട് ഡിസ്കസ് ചെയ്യാൻ വേണ്ടി പറഞ്ഞു, അത് ആൻസർ ചെയ്യുന്ന വാല്യൂ ചെയ്യുന്ന വ്യക്തി UPSC ആൻസർ വാല്യൂ ചെയ്യുകയാണെങ്കിൽ അതേ സ്ഥാനത്ത് അയാൾക്ക് എക്സാമിൻ ചെയ്യാൻ വന്നിട്ടാണെങ്കിൽ നിങ്ങൾ എക്സാമിൻ ചെയ്യുന്നില്ല, ഡിഫറെന്റ് പെർസ്പെക്റ്റീവ് പറയുന്നുള്ളൂ എങ്കിൽ ഉറപ്പായി നിങ്ങൾക്ക് നെഗറ്റീവ് വരും. മാർക്ക് കിട്ടാണ്ടിരിക്കില്ല, മാർക്ക് കിട്ടും, നിങ്ങൾ ഡിഫറെന്റ് പെർസ്പെക്റ്റീവ് പറഞ്ഞല്ലോ. പക്ഷെ അയാളെ മനസ്സിൽ കിടക്കും നിങ്ങൾ എക്സാമിൻ ചെയ്തിട്ടില്ല. എക്സാമിൻ ചെയ്യണത് എന്ത് വേണം? അത് പരിശോധിക്കണം വിത്ത് എവിഡൻസ്, മനസ്സിലായോ? അതേ സമയത്ത് ഡിസ്കസ് ചെയ്യുമ്പോൾ നിങ്ങൾ വിത്ത് എവിഡൻസ് പറയുന്നത് വെച്ചോ, അത് നെഗറ്റീവ് ആവാൻ പോകുന്നൊന്നുമില്ല. പക്ഷെ ഇൻ കേസ് ഈ എക്സാമിന് നമ്മൾ ഈ പറഞ്ഞ പോലെ സ്ട്രിക്റ്റ് ആയിട്ട് UPSC പെർസ്പെക്റ്റീവ് ഒക്കെ പരിശോധിക്കുന്ന വ്യക്തിയാണെങ്കിൽ ചിലപ്പോൾ നെഗറ്റീവ് ആയിരിക്കും. ഇങ്ങനെയൊന്നും ചോദിച്ചിട്ടില്ലല്ലോ, നിങ്ങൾ ഡിസ്കസ് ചെയ്യാനേ പറഞ്ഞിട്ടുള്ളൂ, നിങ്ങൾ ഇത്രയും ഡാറ്റ വെച്ച് എക്സ്പ്ലെയിൻ ചെയ്യേണ്ട കാര്യമൊന്നുമില്ല. അപ്പൊ നിങ്ങൾക്ക് ഓവറോൾ ഐഡിയ ഇല്ല, നിങ്ങൾ ക്വസ്റ്റിനെ കറക്റ്റ് അഡ്രസ് ചെയ്തിട്ടില്ല എന്നായിരിക്കും ഫീൽ ചെയ്തിട്ടുള്ളൂ. അതിനകത്ത് നിങ്ങൾ ഡാറ്റ എക്സാമ്പിൾ വെക്കേണ്ടതല്ല, പക്ഷെ ഓവറായിട്ട് അതിൽ സ്ട്രെസ് ചെയ്ത് കഴിഞ്ഞാൽ ഡിസ്കസ് ചെയ്യുമ്പോൾ, മനസ്സിലായില്ലേ? ഓക്കെ, ഇപ്പൊ ഡിസ്കസ് ചെയ്യാൻ നിങ്ങൾ പെർസ്പെക്റ്റീവിൽ ഒരു പെർസ്പെക്റ്റീവ് പറയുന്നു, അവിടെ നിങ്ങൾ ഡാറ്റയോ എക്സാമ്പിളോ വെച്ചിട്ട് ഒരുപാട് നെഗറ്റീവ് ആകാൻ പോകുന്നില്ല. പക്ഷെ ഇൻ കേസ് എക്സാമിനർ കൃത്യമായിട്ട് നിങ്ങൾ ക്വസ്റ്റ്യൻ അഡ്രസ് ചെയ്തോ എന്നൊക്കെ പരിശോധിക്കുന്ന അവസ്ഥ വന്നു കഴിഞ്ഞാൽ ചിലപ്പോൾ അയാൾക്ക് നിങ്ങൾ കൃത്യമായിട്ട് ക്വസ്റ്റ്യൻ അഡ്രസ് ചെയ്തിട്ടില്ല എന്ന ഫീൽ വന്നേക്കാം. ഓക്കെ, നിങ്ങൾ കൃത്യമായ ഡാറ്റ ഒന്നും ഒരുപാട് അവിടെ വെച്ചിട്ടില്ല ഡിസ്കസ് ചെയ്യുമ്പോൾ, കൃത്യമായ പെർസ്പെക്റ്റീവ് ഡിസ്കസ് ചെയ്തിട്ടുള്ളൂ എന്ന് വിചാരിച്ചോ, ഒരിക്കലും നിങ്ങൾക്ക് നെഗറ്റീവ് ആകാൻ പോകുന്നില്ല. കാരണം എക്സാമിന് ചെയ്യാൻ ചോദിച്ചിട്ടില്ല എന്നറിയാം. നിങ്ങൾ ആ ഡിസ്കഷൻ വിവിധ പെർസ്പെക്റ്റീവ് പറയുക മാത്രമേ വേണ്ടൂ. മനസ്സിലാവുന്നുണ്ടോ? ഇവിടെയാണ് നിങ്ങൾ കുറെ കൂടി ഡാറ്റ വെച്ചിട്ട് എക്സ്പ്ലെയിൻ ചെയ്യേണ്ടത് എക്സാമിൻ ചെയ്യാൻ പറയുമ്പോൾ. ഓക്കെ, ഇപ്പം ഇത്ര കിലോമീറ്റർ ഷോർ ലൈൻ ഉണ്ടെന്നൊക്കെ പറഞ്ഞാൽ അത് എല്ലാത്തിലും പറയേണ്ടി വരുമല്ലോ. പക്ഷെ ഇവിടെ ഡാറ്റ എന്ന് പറയുമ്പോൾ കുറെ കൂടി ഡെപ്ത് ആയിട്ടുള്ള ഡാറ്റയാണ് വേണ്ടി വരിക. അവിടെ ഡാറ്റ ഒന്നും വേണ്ട. അതേ സമയത്ത് നിങ്ങൾ ഇത്രത്തോളം പേര് ഈ മേഖലയിൽ ജോലി ചെയ്ത് ജീവിക്കുന്നുണ്ടെന്ന് പറയുമ്പോൾ കുറെ കൂടി ഡെപ്ത് ആയിട്ട് എന്താ പറയാ, ഫിഷറീസ് മേഖലയിൽ നിന്നും ഇത്രത്തോളം പ്രൊഡക്ടിവിറ്റി ഓരോ വർഷവും ഉണ്ടാവുന്നുണ്ട്. അത് അങ്ങനെ ഇങ്ങനെ വ്യത്യാസം നോക്കിയാൽ നിങ്ങളൊന്ന്, ഇപ്പം ഫിഷറീസ് മേഖലയിൽ നിന്നും ഇത്രത്തോളം GDP-യിലേക്ക് കോൺട്രിബ്യൂട്ട് ചെയ്യുന്നുണ്ട് എന്ന് ഡിസ്കസ് ചെയ്യാൻ പറയുന്നു. അതിനപ്പുറത്ത് നിങ്ങൾ കുറച്ചുകൂടി ഡെപ്ത് ആയിട്ട് ഇറങ്ങിയിട്ട് ഇവിടെ പറയാം, ഫിഷറീസ് മേഖലയിൽ ഇത്ര വർഷം ഓരോ കഴിഞ്ഞ 3-4 വർഷമായിട്ട് ഇത്രത്തോളം GDP-യിലേക്ക് കോൺട്രിബ്യൂട്ട് ചെയ്തതിൽ ഗ്രോത്ത് ഉണ്ടാവുന്നുണ്ട് എന്ന് പറഞ്ഞാൽ കുറെ കൂടി ഡെപ്ത് ആയിട്ട് അനലൈസ് ആയി. ശരി, കാരണം ഗ്രോത്ത് വരെ കാണിക്കാം നിങ്ങൾ. ഏകദേശം ഓവറോൾ ആയിട്ട് ഇത്ര GDP-യിലേക്ക് കോൺട്രിബ്യൂട്ട് ചെയ്ത് പറയല്ല ചെയ്യുന്നത്. കഴിഞ്ഞ വർഷത്തെക്കാളും ഈ വർഷം ഇത്ര പെർസെന്റേജ് അധികം ഗ്രോ ചെയ്തിട്ട് അധികം GDP-യിലേക്ക് കോൺട്രിബ്യൂട്ട് ചെയ്തിട്ടുണ്ട് ഫിഷറി സെക്ടർ എന്ന് പറയുന്നു. കുറെ കൂടി ഡെപ്ത് ആയിട്ടുള്ള ഡാറ്റ വെച്ചിട്ടും എക്സാമ്പിൾ വെച്ചിട്ടും ഡിഫറെന്റ് പെർസ്പെക്റ്റീവ് അവതരിപ്പിക്കുമ്പോൾ അത് എക്സാമിൻ ചെയ്ത പോലെയായി അല്ലേ? അപ്പം നിങ്ങൾക്ക് തന്നെ മനസ്സിലാക്കാൻ പറ്റും, ഇപ്പം ഇത്ര പേരുടെ ജീവിതമാർഗം
ഈ പറയുന്ന ഫിഷറി സെക്ടർ ആണ് എന്ന് നിങ്ങൾ പറയുമ്പോൾ അത് എക്സാമിൻ ചെയ്യുക എങ്ങനെയാ? അത് പരിശോധിച്ചിട്ടല്ലേ? പരിശോധിക്കുമ്പോൾ എങ്ങനെ പരിശോധിക്കുന്നത്? കൃത്യമായ ഡാറ്റ നോക്കിയിട്ടല്ലേ? അത്രയേ ഉള്ളൂ എക്സാമിൻ ചെയ്യുമ്പോൾ. ഓക്കെ, സെറ്റ്. ഓക്കെ, അപ്പോൾ ഈ എക്സാമ്പിൾസും ഡാറ്റയൊക്കെ വെക്കുമ്പോൾ സൂക്ഷിച്ചിട്ടൊക്കെ കാര്യങ്ങൾ വേണ്ടിടത്ത് മാത്രം കൊണ്ടുപോയി വെക്കുക. ഓക്കെ, നിങ്ങളോട് ഏറ്റവും ഫസ്റ്റ് പറഞ്ഞ എക്സ്പ്ലെയിൻ ചെയ്യാൻ പറഞ്ഞിട്ടാണെങ്കിലോ നിങ്ങൾ ഈ പറഞ്ഞ ഡാറ്റ ഇവിടെ വെക്കണമെന്നൊന്നുമില്ല, കാര്യം പറയാൻ മാത്രമേ വേണ്ടൂ. അവിടെ നിങ്ങൾ ഒരുപാട് ഡിസ്കസ് ചെയ്യാനോ എക്സ്പ്ലെയിൻ ചെയ്യാനോ പോയി കഴിഞ്ഞാൽ നെഗറ്റീവ് ആണെന്ന് ഉറപ്പാണ്. പ്രത്യേകിച്ച് എക്സ്പ്ലെയിൻ ചെയ്യാൻ പറയുമ്പോൾ നിങ്ങൾക്ക് ഭൂരിഭാഗവും നിങ്ങൾക്ക് 150 വേർഡ്സിലെ ചോദ്യം വരും, അത്ര എഴുതാണ്ടാവത്തുള്ളൂ. ഡിസ്കസ് ചെയ്യാൻ വരുമ്പോൾ അത് 150 വേർഡ്സ് ചെയ്യാൻ പറഞ്ഞാൽ ബുദ്ധിമുട്ടാണ്, ചിലപ്പോൾ 250 വേർഡ്സിലേക്ക് വന്നേക്കാം. എക്സാമിൻ ചെയ്യുമ്പോഴും അത് 250 വേർഡ്സിലേക്ക് എത്താൻ സാധ്യതയുള്ളൂ, കാരണം അത്രയും പോയിന്റ്സും ഡാറ്റയും വെച്ച് നിങ്ങൾ അത് എക്സാമിൻ ചെയ്യേണ്ടതുണ്ട്. ഓക്കെ, അപ്പൊ നമുക്കൊരു കാര്യം മനസ്സിലായി, നമ്മളെ സംബന്ധിച്ചിടത്തോളം പഠിക്കുകയാണെങ്കിൽ എന്തൊക്കെ പഠിക്കണം? എക്സ്പ്ലെയിൻ ചെയ്യാൻ പഠിച്ചാൽ പോരാ, ഡിസ്കസ് ചെയ്യാൻ വിവിധ പെർസ്പെക്റ്റീവ് പഠിക്കണം. ഈ ചോദിക്കുന്ന എക്സാമിൻ ചെയ്യാനാണ് ചോദിക്കുന്നതെങ്കിൽ എന്ന് കണ്ടുകൊണ്ട് നമ്മൾ എന്തും പഠിക്കണം? അതിന്റെ ഡാറ്റ കൂടി പഠിച്ചാൽ റെലവെന്റ് ആയിട്ടുള്ള ഇപ്പോൾ ഉള്ള ഡാറ്റ കൂടി മനസ്സിലാക്കി വെക്കേണ്ടി വരും. ഓക്കെ അല്ല? ഇനി ഈ ഡാറ്റയുടെ കാര്യം നിങ്ങൾ പേടിക്കേണ്ട, അത് ഓരോ ഡാറ്റ നിങ്ങൾ എടുത്ത് എഴുതേണ്ടതേ ഉള്ളൂ. ഇപ്പൊ കഴിഞ്ഞ വർഷത്തെ ഡാറ്റ എഴുതിയാൽ പോലും കുഴപ്പമൊന്നുമില്ല. അപ്പം അതായത് ഒരുപാട് ലേറ്റസ്റ്റ് ഡാറ്റ എഴുതാൻ നല്ലത്, പക്ഷെ ഒരുപാട് ലേറ്റസ്റ്റ് ഡാറ്റയ്ക്ക് പിറകെ പോയി ബുദ്ധിമുട്ടൊന്നുമില്ല, ഒട്ട് ബാക്കിൽ എഴുതിയാലും കുഴപ്പമൊന്നുമില്ല. ഓക്കെ, പിന്നെ ഞാൻ എപ്പോഴും പറഞ്ഞ ഡാറ്റ എഴുതുമ്പോൾ നിങ്ങൾക്ക് എക്സാക്ട് നമ്പർ അറിയില്ലെങ്കിൽ അപ്രോക്സിമേറ്റ്ലി ഇത്ര എന്ന് പറഞ്ഞ ഒരു കുഴപ്പമില്ല. സേഫ് എന്ത് തന്നെയാണ് അപ്രോക്സിമേറ്റ്ലി പറയുന്നതാണ്, കാരണം അല്ലാതെ നിങ്ങൾ പറഞ്ഞാൽ അതിന്റെ ആവശ്യം പാടില്ല. ഓക്കെ, ഇപ്പൊ നിങ്ങൾക്ക് കൺഫ്യൂഷൻ ഉണ്ട്, ഇത് 95 ഡാറ്റ, സോറി 2005 ആണോ 6 ഡാറ്റ സംശയം ഉണ്ടെങ്കിൽ ഏകദേശം 5 or 6 പറഞ്ഞാൽ ഓക്കെ ആയി. കാരണം നിങ്ങൾക്ക് ആ അറിവുണ്ടൊന്നും യു പി എസ് സി പരിശോധിക്കുന്നില്ല, നിങ്ങൾ ആ പെർസ്പെക്റ്റീവ് അറിഞ്ഞിട്ടുണ്ടെന്ന് മാത്രമേ നോക്കേണ്ടതുള്ളൂ. അത് ഇയർ നിങ്ങൾക്ക് അറിയാമെന്ന് അവർക്ക് മാറ്ററല്ല. ക്ലിയർ? നിങ്ങൾ ആ പെർസ്പെക്റ്റീവ് അറിഞ്ഞിട്ടുണ്ട്, നിങ്ങൾ ആ പെർസ്പെക്റ്റീവിൽ ചിന്തിച്ചിട്ടുണ്ട് എന്ന് യു പി എസ് സി പരിശോധിക്കുന്നുള്ളൂ. നിങ്ങൾ അത് ഏത് ഇയർ ആണെന്നോ ഒന്നും നോക്കുന്നില്ല. ഓക്കെ, ഇപ്പൊ നിങ്ങൾക്ക് ഡാറ്റയുടെ കാര്യത്തിൽ നോക്കിക്കേ, ഇപ്പൊ മാൽന്യൂട്രീഷൻ ഒരു നമ്പർ പറയാന്ന് വെച്ചോ നിങ്ങൾക്ക് ഇപ്പം, അപ്പം നമ്പർ പറഞ്ഞ സമയത്ത് ആ നമ്പർ വളരെ കൂടുതലാണെന്ന് വിചാരിച്ചു. ഓക്കെ, അപ്പൊ നിങ്ങൾ ആ എക്സാക്ട് നമ്പർ അല്ല യു പി എസ് സി, നിങ്ങൾക്ക് ആ എക്സാക്ട് നമ്പർ നിങ്ങൾ മനസ്സിലാക്കിയിട്ടുണ്ടോ എന്നല്ല യു പി എസ് സി പരിശോധിക്കുന്നത്, അത് ഓവറോൾ കൂടുതലാണ് എന്ന കാര്യം നിങ്ങൾ മനസ്സിലാക്കി എന്നുള്ളതാണ്. ഓക്കെ, ഇന്ത്യയിൽ മാൽന്യൂട്രീഷൻ ഉണ്ട്, അത് കൂടുതലാണ് എന്ന് പറഞ്ഞൊരു ഡാറ്റ തരുന്ന സമയത്ത് യു പി എസ് സി നിങ്ങളോട് ഡിമാൻഡ് ചെയ്യുന്നത് ആ ഡാറ്റ നിങ്ങൾക്ക് അറിയുമെന്നുള്ളതല്ല, മറിച്ച് അത് കൂടുതലാണല്ലോ, ഈ കൂടുതലാണെന്നുള്ള കാര്യം നിങ്ങൾക്ക് അറിയാവോ, അത്രയാണ്. മനസ്സിലായില്ലേ? ഓക്കെ, അതിനപ്പുറത്ത് ആ കൂടിയ കാര്യം കുറയ്ക്കാൻ എന്ത് സൊല്യൂഷൻ നിങ്ങളെ ഭാഗത്ത് വേണ്ടത്? ഓക്കെ, ഇതാണ് ഡാറ്റയുടെ കാര്യം. അപ്പൊ ഡാറ്റ നിങ്ങൾക്ക് ഓവറോൾ ആയിട്ടുള്ള ട്രെൻഡ് അറിയാം എന്ന് മനസ്സിലാക്കാൻ വേണ്ടി മാത്രമുള്ളതാണ്. കൃത്യമായിട്ടുള്ള ഡാറ്റ നിങ്ങൾ പറയണമെന്നൊന്നുമില്ല, പറഞ്ഞാൽ നല്ല കാര്യം, പക്ഷെ തെറ്റാൻ പാടില്ല. ഓക്കെ, അപ്പൊ തെറ്റാൻ സാധ്യതയുണ്ട് എന്നുണ്ടെങ്കിൽ അപ്രോക്സിമേറ്റ്ലി പറഞ്ഞാണ് ഈ ഡാറ്റ പറയാം. ക്ലിയർ ആണല്ലോ? ഓക്കെ, അപ്പൊ എക്സാമിൻ ചെയ്യുമ്പോൾ ഡാറ്റ വെച്ചിട്ടോ മറ്റെന്തെങ്കിലും എവിഡൻസ് വെച്ചിട്ടോ നിങ്ങൾ എന്ത് ചെയ്യണം? അതിനെ പരിശോധിക്കണം. നോക്കിക്കേ, ഇൻ പ്രാക്ടീസ് ഡിസ്കസ് ആൻഡ് എക്സാമിൻ ആൻസേഴ്സ് ഓപ്പൺ ഓവർലാപ്പ് ബൈ 70 to 80%. കാരണം രണ്ടും എന്ത് തന്നെയാണ്? ഡിഫറെന്റ് പെർസ്പെക്റ്റീവ് പറയുക തന്നെ ചെയ്യുന്നത്. ശരിയല്ലേ? ഡിസ്കസ് ചെയ്യാൻ പറയുമ്പോഴും എക്സാമിൻ ചെയ്യാൻ വേണ്ടി പറയുമ്പോഴും. വ്യത്യാസം നോക്കിക്കേ, ബിക്കോസ് ബോത്ത് റിക്വയർ good knowledge and organization. The difference is usually in the emphasis. I discuss, answer, prioritize, coverage and balanced exploration. Discuss ചെയ്യാൻ പറയുമ്പോൾ ഒരു ഓവർ കവറേജ്, ടോട്ടൽ കവറേജ്, വിവിധ പെർസ്പെക്റ്റീവ് നിങ്ങൾ കവർ ചെയ്തിട്ടുണ്ട് എന്ന് മനസ്സിലാക്കാനാണ് പറയുന്നത്. ശരിയല്ല? എക്സാമിനാകുമ്പോഴോ ആൻസർ, പ്രയോറിറ്റൈസ്, റീസണിങ്, എവിഡൻസ് ആൻഡ് എൻഡ് വിത്ത് എ ക്ലിയർ ഇൻഫറൻസ് ഡ്രോൺ ഫ്രം ദ അനാലിസിസ്. ഇവിടെ കൺക്ലൂഷൻ ഇമ്പോർട്ടൻസ് ഉണ്ട്. ഇവിടെ നിങ്ങൾ കൊടുത്ത ഡാറ്റയുടെ അടിസ്ഥാനത്തിൽ നിങ്ങൾ അതിനെ കൺക്ലൂഡ് ചെയ്യുന്നു. ഓക്കെ, എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ബ്ലൂ എക്കണോമിയുടെ റിലവൻസിന് എക്സാമിൻ ചെയ്യാൻ വേണ്ടി പറയുന്ന സമയത്ത് ഇന്ന പെർസ്പെക്റ്റീവ് നോക്കുന്ന സമയത്ത് ഇന്ന ഡാറ്റ പ്രകാരം നിങ്ങൾക്ക് മനസ്സിലാവുന്നു ഇന്നതൊക്കെയാണ് കാര്യങ്ങൾ. ഓക്കെ, അതങ്ങനെ കൺക്ലൂഡ് ചെയ്യുന്നു. ദാറ്റ് മീൻസ് നമുക്ക് ബ്ലൂ എക്കണോമി നോക്കിക്കേ, ബ്ലൂ എക്കണോമി എന്ന് പറയുമ്പോൾ നമുക്ക് ഇന്ന റിലവൻസ് ഉണ്ട്, ഇന്ന കാലിഫറിക് റിലവൻസ് ഉണ്ട്, പക്ഷെ നമ്മൾ മുമ്പ് കണ്ട ഡാറ്റയൊക്കെ വെച്ച് നോക്കുമ്പോൾ അതിന് ഇന്ന ചലഞ്ചസ് നേരിടുന്നുണ്ട്. സോ അത് മറികടക്കാനായി ഇന്ന ഗവൺമെന്റ് ഭാഗത്ത് ഇനിഷ്യേറ്റീവ്സ് ഉണ്ടാവേണ്ടതുണ്ട് എന്ന് പറഞ്ഞ് നിങ്ങൾ കൺക്ലൂഡ് ചെയ്യുന്നു. നിങ്ങൾ മുമ്പ് വെച്ച ഡാറ്റയുടെ അടിസ്ഥാനത്തിൽ വെച്ച് നിങ്ങൾ അതിനെ കൺക്ലൂഡ് ചെയ്യുന്നു. ക്ലിയർ ആണോ? ഓക്കെ, സോ ഇവിടെ കൺക്ലൂഷന് കുറെ കൂടി ഇമ്പോർട്ടൻസ് ഉണ്ട്. കാരണം നിങ്ങൾ മുമ്പ് വെച്ച ഡാറ്റയുടെ അടിസ്ഥാനത്തിൽ അത് എക്സാമിൻ ചെയ്തിട്ട് കൺക്ലൂഷൻ ആക്കുകയാണ്. നിങ്ങളത് പരിശോധിക്കുന്നു. ആദ്യം പരിശോധിച്ചപ്പോൾ നിങ്ങൾക്ക് എന്താണോ മനസ്സിലായത് അതാണ് കൺക്ലൂഷൻ. റെലവൻസും നിങ്ങൾ പരിശോധിച്ചു, ഇന്ന റെലവൻസ് ഉണ്ട് മനസ്സിലായി, ഇന്ന ഡാറ്റ വെച്ച് നോക്കുമ്പോൾ റെലവൻസ് ഒക്കെ ഉണ്ട്, ഇത്രയൊക്കെ റെലവൻസ് ഉണ്ട്, പക്ഷെ ആ ഡാറ്റ കണക്കിലെടുത്ത് നോക്കുന്ന സമയത്ത് ഇന്ന പ്രശ്നങ്ങൾ നിലനിൽക്കുന്നുണ്ട്. സോ അതുകൊണ്ട് ഇതൊക്കെ നോക്കിയിട്ട് അങ്ങനെയാണ് കൺക്ലൂഡ് ചെയ്യുക. ക്ലിയർ ആവുന്നുണ്ടോ? അപ്പോൾ എക്സ്പ്ലെയിൻ ചെയ്യാൻ പറയുമ്പോൾ കൃത്യമായിട്ട് എക്സ്പ്ലെയിൻ ചെയ്യുന്നു. ഡിസ്കസ് ചെയ്യാൻ പറയുമ്പോൾ വിവിധ പെർസ്പെക്റ്റീവ് എടുത്ത് നിങ്ങൾ അതിനെ കോംപ്രഹെൻസീവ് ആയിട്ട് ഡിസ്കസ് ചെയ്യുന്നു.
എക്സാമിൻ ചെയ്യാൻ പറയുമ്പോൾ അതിന്റെ ഡാറ്റയും എക്സാമ്പിൾസും വെച്ചുകൊണ്ട് നിങ്ങൾ അതിനെ പരിശോധിച്ചിട്ട് ആ പരിശോധനയുടെ അടിസ്ഥാനത്തിലുള്ള കൺക്ലൂഷൻ വയ്ക്കുന്നു. കൺഫ്യൂഷൻ ഉണ്ടോ? ഹിസ്റ്ററി ആണെങ്കിലും പറയാൻ പറ്റും. ഇപ്പം ഗാന്ധിജിയുടെ ഇന്ന നിലപാടുകളാണ് നമുക്ക് ഇന്ന കാര്യങ്ങളിലേക്ക് നയിച്ചത്. എക്സാമിൻ ചെയ്യാൻ ചോദിച്ചേക്കാം. അല്ലെങ്കിൽ ഇപ്പം ഒരു ക്വസ്റ്റ്യൻ വരാൻ ചാൻസ് ഉണ്ടായിരുന്നല്ലോ, 1905 എന്ത് ഡിക്റ്റേറ്റർ ആയിരുന്നു അഗാഖാന്റെ നേതൃത്വത്തിലൊരു അല്ല അത് തൊട്ട് മുന്നേറ്റ ഒരു ഡൽഹി മാനിഫെസ്റ്റോ മുന്നേ അവർ പോയി കണ്ട് മുസ്ലിംസിന് ഇന്ന പോലെ വേണം, സെപ്പറേറ്റ് ഇലക്ടറേറ്റ് വേണം എന്ന കാര്യമൊക്കെ പോയി ജിന്നയാണെന്ന് നോക്കുന്നില്ല, ജിന്നയായിരുന്നോ പോയി കണ്ടിട്ടുണ്ടായിരുന്നോ? അത് ഭാവിയിലുള്ള സെപ്പറേഷനിലേക്ക് വഴിയൊരുക്കിയിട്ടുണ്ട്. അല്ലെങ്കിൽ ഇവിടെ മുതൽ സെപ്പറേഷന്റെ ഒരു എന്താ പറയാ ഒരു കാര്യങ്ങൾ നിങ്ങൾക്ക് കാണാൻ പറ്റും എന്ന് പറഞ്ഞ എക്സാമിൻ ചെയ്യാൻ പറയും. ഓക്കെ, അപ്പൊ നിങ്ങൾക്ക് എക്സാമിൻ ചെയ്യാൻ പറ്റണം. അവിടെ അങ്ങോട്ടുള്ള വിവിധ പെർസ്പെക്റ്റീവ് ഇവിടെ വന്നു. ഇത് അതുകൊണ്ട് തന്നെ മുസ്ലിം ലീഗിന്റെ ചിന്തകൾ അവിടെ മുതൽ നിന്ന് മാറി തുടങ്ങിയിട്ടുണ്ട്. എങ്കിലും അത് ഇങ്ങനെ തന്നെ ആയിരുന്നു. എന്നാൽ പിന്നീട് മുസ്ലിം ലീഗ് കോൺഗ്രസുമായി ചേരുന്ന സമയം, ഓക്കെ, ആ സമയത്തും ഇതിന്റെ ഒരു ഇമ്പോർട്ടൻറ്റ് പോയിന്റ് ഇവിടെ കാണാൻ പറ്റുന്നുണ്ട്. കാരണം അവർ ജോയിൻ ചെയ്ത് ഒരിക്കലും സ്വാതന്ത്ര്യ സമരത്തിൽ ഭാഗമാകാൻ വേണ്ടി ആയിരുന്നില്ല, മറിച്ച് ബ്രിട്ടൻ എന്ന പൊതുശത്രുവിനെതിരെ നിൽക്കുക എന്നത് വേണ്ടി തന്നെയായിരുന്നു. അപ്പൊ അവിടെയും ആ സെപ്പറേഷൻ്റെ ഒരു നമുക്ക് കാണുന്നുണ്ട്. അങ്ങനെയൊക്കെ ഇതൊക്കെ തിരിച്ചും പറയാൻ പറ്റുള്ളൂ, അത് വേറെ കാര്യം. അപ്പൊ അത് എക്സാമിൻ ചെയ്യണം. പക്ഷെ എക്സാമിൻ ചെയ്യുമ്പോൾ എന്ത് വേണം? ഇതേപോലെ എവിഡൻസ് മീൻസ് ഇവന്റ് വെച്ചിട്ട് പറയണം. മനസ്സിലായില്ലേ? ഇന്ന ഇവന്റിൽ ഇന്ന പോലെ ചെയ്തിട്ടുണ്ട്. അപ്പൊ എന്തായി? അത് എക്സാമിൻ ചെയ്യുകയാണ്, പരിശോധിക്കുകയാണ്. അവിടെ പ്രൂഫ് വന്നു. ഓക്കെ, മനസ്സിലാവുന്നുണ്ടോ? എന്നിട്ട് ഇപ്പൊ മൊത്തം കൺഫ്യൂഷൻ നിൽക്കുന്നത് തോന്നുന്നു. ഹിസ്റ്ററിയിലാകുമ്പോൾ സംഭവങ്ങളും ഇവന്റ്സും വെച്ചും കൊണ്ട് എക്സാമിൻ ചെയ്യാം. അവിടെ പ്രൂഫായിട്ട് മാറുന്നത് ഇവന്റ്സ് ഒക്കെയാണ്. ഓക്കെ, ഇപ്പം അല്ലെങ്കിൽ ചോദ്യം അങ്ങനെ വരില്ല, എന്നാൽ ഞങ്ങളോട് ചോദിക്കുകയാണ്, ഗാന്ധിജി ഈ പറയുന്ന അഹിംസ എന്ന് പറഞ്ഞ സാധനം ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തിൽ ഉടനീളം അല്ലെങ്കിൽ അദ്ദേഹം അത് കീപ്പ് ചെയ്തിട്ടുണ്ട്. എക്സാമിൻ ചെയ്യാൻ പറഞ്ഞാൽ നിങ്ങൾ എന്തൊക്കെ എക്സാമിൻ ചെയ്യാൻ പറഞ്ഞാൽ ഓരോ സമരങ്ങൾ എടുത്തിട്ട് അവിടെ പുള്ളി എങ്ങനെയാണ് അദ്ദേഹത്തിന് അഹിംസ എന്ന ആശയം പുള്ളി എന്ന ഉദ്ദേശം പറയുന്നത്. ശരിയല്ലേ? ഇനി ഓരോ സമയങ്ങളിലും അദ്ദേഹം ഈ അഹിംസ എങ്ങനെ മുന്നോട്ട് വെക്കാലോ, പരിശോധിച്ച പറയും. അത് പ്രൂഫ് അല്ലേ? ശരിയല്ലേ? അപ്പൊ ഹിസ്റ്ററിക്കകത്ത് എങ്ങനെ എക്സാമിൻ ചെയ്യുന്നത് മനസ്സിലായല്ലോ. ഇവന്റ്സ് വെച്ചുകൊണ്ടാണ് അവിടെ പ്രൂവ് ചെയ്യുന്നത്. ഇവന്റ്സ് ആവാം, പോളിസികളാവാം. ഇപ്പം സുഭാഷ് ചന്ദ്രബോസിന്റെയും അല്ലെങ്കിൽ ഇപ്പൊ എങ്ങനെ പറയാം, സുഭാഷ് ബോസിന്റെ പറയുന്നത് ഗോഖലെയുടെയും എക്സ്ട്രീം ആവും. ഗോഖലെയുടെയും ഭഗത് സിംഗിന്റെ ഒക്കെ പോളിസി എക്സ്പ്ലെയിൻ ചെയ്യണമെങ്കിൽ അത് അവരുടെ പോളിസിയുടെ ഡിഫറൻറ്റ് ഭയങ്കരമാണ്. എന്നിട്ട് അത് വെച്ചിട്ട് അതിന് അങ്ങനെ ചോദിക്കുന്നൊന്നുമില്ല, ഞാൻ പറയാണ്. അപ്പൊ രണ്ടുപേരും അതായത് എന്താണോ അവർ പറയാൻ ശ്രമിക്കുന്നത് അതിന്റെ ഹിസ്റ്റോറിക്കൽ ഇവന്റ്സ് വെച്ചിട്ടും ഹിസ്റ്ററിയിൽ നടന്ന കാര്യങ്ങൾ വെച്ചിട്ടും എക്സാമ്പിൾ എടുത്തുകൊണ്ട് നിങ്ങൾ അതിനെ എക്സാമിൻ ചെയ്യുക, അത്രേ വരും. ഓക്കെ, പൊളിറ്റിക്കകത്ത് എക്സാമിൻ ചെയ്യാൻ എളുപ്പമായിരിക്കും. മിക്കവാറും കേസും ഇതിങ്ങളൊക്കെ വെച്ചുകൊണ്ടായിരിക്കും എക്സാമിൻ ചെയ്യാനുള്ള കാര്യങ്ങൾ വരുന്നത്. സോ ആ പറഞ്ഞ കാര്യം അത് അങ്ങനെ തന്നെയാണോ അല്ല നിങ്ങൾ എക്സാമിൻ ചെയ്യണം. മനസ്സിലായില്ലേ? ഇവിടെ നോക്കിക്കേ, റെലവൻസ് എക്സാമിൻ ചെയ്യാൻ പറഞ്ഞ സമയത്ത് റെലവൻറ്റ് ഉണ്ട്, അത് നിങ്ങൾക്ക് മനസ്സിലാവും ഡാറ്റ വെച്ചിട്ട്. പക്ഷെ അതേ സമയത്ത് എക്സാമിൻ ചെയ്യുമ്പോൾ ഒന്നുകൂടെ മനസ്സിലാവും ഈ റെലവൻസ് ഉണ്ടെങ്കിലും ഉരുട്ടും അത് ഉപയോഗപ്പെടണമെങ്കിൽ ഇന്ന പ്രശ്നങ്ങൾ കിടക്കുന്നുണ്ട്. അത് ഓൾറെഡി ഡിസ്കഷൻ ആകുമ്പോൾ അത് വരും. ശരിയല്ലേ? പക്ഷെ ഇവിടെ ആ കാര്യം ഡിസ്കഷൻ ആവുന്നത് വ്യത്യാസമായിട്ട് വരുന്നത് അത് വിത്ത് എക്സാമ്പിൾ ആകുമ്പോഴാണ് എക്സാമിൻ ചെയ്യുമ്പോൾ. ബട്ട് ഓവറോൾ നിങ്ങൾക്ക് മനസ്സിലാക്കുന്നത് എന്താണ്? നിങ്ങൾ ഓരോ ടോപ്പിക്ക് പഠിക്കുമ്പോഴും ഈ രീതിയിൽ വേണം പഠിക്കാൻ, അത് ഹിസ്റ്ററി ആയപ്പോലും. കാരണം ക്വസ്റ്റ്യൻ ചിലപ്പോൾ എക്സ്പ്ലെയിൻ ചെയ്യാൻ ചോദിച്ചേക്കാം, ഡിസ്കസ് ചെയ്യാൻ ചോദിച്ചേക്കാം, എക്സാമിൻ ചെയ്യാൻ ചോദിച്ചേക്കാം. ശരിയല്ലേ? അപ്പൊ നിങ്ങൾ സപ്പോസ് ഇപ്പം ഈ പറയുന്ന ബ്ലൂ എക്കണോമി പഠിക്കുകയാണെങ്കിൽ ബ്ലൂ എക്കണോമിയുടെ വിവിധ പെർസ്പെക്റ്റീവ് നമ്മൾ എന്തായാലും പഠിച്ചു വെക്കും, ഉറപ്പായിട്ടും പഠിച്ചു വെക്കും. പക്ഷെ നിങ്ങൾക്ക് അത് ചോദിക്കുന്നത് വിവിധ പെർസ്പെക്റ്റീവ് പറയാൻ വേണ്ടി ഡിസ്കസ് ചെയ്യാനാവണമെന്നില്ല, എക്സാമിൻ ചെയ്യാനാവാം. അപ്പൊ നിങ്ങൾ എന്ത് വേണം? പത്രത്തിൽ നിന്നും മറ്റുമായിട്ട് ബ്ലൂ എക്കണോമിയുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന കാര്യങ്ങളെ എക്സാമിൻ ചെയ്യാൻ ആവശ്യമായിട്ടുള്ള ഡാറ്റ കയ്യിലേക്ക് വെക്കണം. നിങ്ങൾ ഡിഫറെന്റ് പെർസ്പെക്റ്റീവ് മനസ്സിലാക്കാൻ വേണ്ടി നമ്മൾ നോട്ട് എഴുതുന്നുണ്ട് അല്ലെ? അപ്പൊ ആ നോട്ട് എഴുതുമ്പോൾ നിങ്ങൾ എന്തുകൊണ്ട് എഴുതണം? നാളെ ചോദിക്കുന്നത് എക്സാമിൻ ചെയ്യാനാവാം. സോ എന്തുകൂടെ കളക്ട് ചെയ്ത് വെക്കണം? അതിന്റെ കൂടെ നിങ്ങൾ കണ്ട ഈ പെർസ്പെക്റ്റീവിനെ സപ്പോർട്ട് ചെയ്യുന്ന ഡാറ്റ കൂടി എടുത്തു വെക്കണം. ക്ലിയർ ആവുന്നുണ്ടോ? അപ്പോഴേ നിങ്ങൾക്ക് ക്വസ്റ്റ്യൻ എക്സാമിനാണെങ്കിൽ എഴുതാൻ പറ്റും. അല്ലെങ്കിൽ നിങ്ങൾ എക്സാമിൽ ചോദിച്ചാൽ നിങ്ങൾ എന്തെങ്കിലും എഴുതും? ഡിസ്കഷൻ പോലെ കാര്യങ്ങൾ എഴുതും. ഓക്കെ, ഇനി എക്സാമിന് ഡിസ്കസുമായിട്ട് വ്യത്യാസമാവുന്നത് ഡാറ്റയും എക്സാമിൽ വെക്കും മാത്രമല്ല, കൺക്ലൂഷനിലും ഉണ്ട്. ഇവിടെ എക്സാമിൻ ചെയ്തിട്ട്
അതായത് പരിശോധിച്ചിട്ട് ആ പരിശോധനയെ കിട്ടിയ നിങ്ങളുടെ അഭിപ്രായമാണ് ഇവിടെ കൺക്ലൂഷൻ. മറ്റേതൊരു ബാലൻസ്ഡ് കൺക്ലൂഷനാണ് വരുന്നത്. ഓവറോൾ പേഴ്സ്പെക്റ്റീവ് പരിശോധിച്ചതിന് ശേഷം ഇങ്ങനെയൊക്കെ ഓവറോൾ എത്ര പേഴ്സ്പെക്റ്റീവിൽ നമുക്ക് ബ്ലൂ എക്കണോമി ഇമ്പോർട്ടന്റ് ആണ് എന്ന് പറഞ്ഞ് കൺക്ലൂഡ് ചെയ്യുന്നു. എന്നാൽ ഇവിടെയാണെങ്കിലോ പരിശോധനയുടെ റിസൾട്ട് പോലെയാണ് വരുന്നത്. എത്ര GDP-യിലേക്ക് കോൺട്രിബ്യൂട്ട് ചെയ്യുന്നുണ്ട്, എന്നാൽ നമ്മൾ ഡാറ്റ പരിശോധിക്കുന്ന സമയത്ത് ഇന്ന പ്രശ്നങ്ങൾ അതിനകത്ത് കാണുന്നുണ്ട് എന്ന് വെച്ചിട്ട് അതുകൊണ്ട് നമ്മൾ ഇന്ന കാര്യങ്ങൾ ചെയ്ത് കഴിഞ്ഞാൽ കുറെ കൂടി ഇതിന്റെ പ്രൊഡക്ടിവിറ്റി കൂടാൻ സാധിക്കും എന്ന് പരിശോധനയുടെ ഫലം പോലെ നമ്മൾ എന്ത് ചെയ്യേണ്ടത്, കൺക്ലൂഡ് ചെയ്യേണ്ടത്. ചിലപ്പോൾ രണ്ടിന്റെയും കൺക്ലൂഷൻ സെയിം ആയിരിക്കും, പക്ഷെ പറയുമ്പോൾ വ്യത്യാസം മനസ്സിലായില്ലേ? ഒന്ന് നമ്മൾ മേലെ പരിശോധിച്ചതിന്റെ റിസൾട്ട് പറഞ്ഞ പോലെ പറയണം, മറ്റത് ഡിസ്കസ് ചെയ്യുമ്പോൾ നമ്മൾ ഡിസ്കസ് ചെയ്ത കാര്യം പറഞ്ഞ പോലെ കൺക്ലൂഡ് ചെയ്യണം. ഓക്കെ, ഇതൊന്നും ഇങ്ങനെ തന്നെ ആയിട്ടില്ലെങ്കിൽ നിങ്ങൾക്ക് മാർക്ക് കിട്ടും. പക്ഷെ ഇങ്ങനെ ആയാലും നിങ്ങൾക്ക് കിട്ടുന്ന മാർക്ക് വളരെ കൂടുതലായിരിക്കും. ഓക്കെ, ഞാൻ പറഞ്ഞല്ലോ, നിങ്ങൾ പ്രിലിംസ് പാസ്സായി മെയിൻസിലേക്ക് എത്തിയിട്ടുണ്ടെങ്കിൽ നിങ്ങൾ അത്യാവശ്യം പഠിക്കാതെ ഒരിക്കലും മെയിൻസിലേക്ക് എത്തില്ല. അല്ലെങ്കിൽ സിവിൽ സർവീസിന്റെ ഒരു സ്റ്റൈല് മനസ്സിലാക്കാതെ നിങ്ങൾ മെയിൻസിലേക്ക് എത്തില്ല, ഉറപ്പായിട്ടും. ഓക്കെ, അങ്ങനെ എത്തുന്ന സമയത്ത് നിങ്ങൾ എങ്ങനെ എഴുതിയാലും നിങ്ങൾക്ക് എന്തെങ്കിലുമൊക്കെ മാർക്ക് കിട്ടും. കാരണം അത്യാവശ്യം നിങ്ങൾക്ക് അറിയാം എന്തായാലും. പക്ഷെ നിങ്ങൾ കോമ്പറ്റേറ്റീവായി മാറണമെങ്കിൽ അങ്ങനെ മാർക്ക് കിട്ടിയാൽ പോരല്ലോ. ഞാൻ നേരത്തെ പറഞ്ഞത് 4 മാർക്ക് നിങ്ങൾക്ക് കിട്ടുന്നുണ്ടെങ്കിൽ 5ാമത്തെ മാർക്ക് നിങ്ങൾ വാങ്ങുമ്പോഴാണ് നിങ്ങൾ മറ്റുള്ളവരെക്കാട്ടും മേലെ എത്തുന്നത്. അങ്ങനെ ഉണ്ടാക്കാനാണ് ഞാൻ ഈ പറയുന്നത്. ഈ ഡിഫറൻസ് മനസ്സിലാക്കിയിട്ട് ആൻസർ ചെയ്യുമ്പോഴാണ് നിങ്ങൾ ആൻസർ മോസ്റ്റ് പെർഫെക്റ്റ് ആവുന്നത്, നല്ല ആൻസർ ആയിട്ട് മാറും. ഓക്കെ, ഇപ്പൊ നോക്കിക്കേ, ഡിസ്കഷന്റെയും എക്സാമിൻ ചെയ്യുമ്പോഴും കൺക്ലൂഷൻ നിങ്ങൾക്ക് ഏതാണ്ട് ഒരുപോലെയാണ് വരിക, ശരിയല്ലേ? കാരണം വിവിധ പേഴ്സ്പെക്റ്റീവ് കണ്ടിട്ട് നിങ്ങൾ കൺക്ലൂഡ് ചെയ്യുന്നു. പക്ഷെ ചെറിയൊരു വ്യത്യാസം വരുന്നത് എന്താണ്? ഡിസ്കഷന്റെ അകത്ത് ഓവറോൾ അത് കൺക്ലൂഡ് ചെയ്യണം. അപ്പുറത്ത് ഇവിടെ നിങ്ങൾ അത് പരിശോധിച്ചിട്ട് മനസ്സിലാക്കിയത് പോലെ കൺക്ലൂഡ് ചെയ്യണം. നിങ്ങൾ എഴുത്തിനകത്ത് വരുന്ന വ്യത്യാസം മാത്രമാണ് വരും. ഓക്കെ, അത് നിങ്ങളുടെ കഴിവ് പോലെയാണ് ആ കാര്യങ്ങൾ. പക്ഷെ എന്ന് വെച്ചിട്ട് ഇനി ഡിസ്കഷന്റെ കൺക്ലൂഷൻ പോലെ ടൈപ്പ് ചെയ്തിട്ട് നിങ്ങളുടെ മാർക്ക് ഒരുപാടൊന്നും പറയാൻ പോകുന്നില്ല. പക്ഷെ ഒരു 1/2 മാർക്ക് എക്സ്ട്രാ കിട്ടിയാൽ അത് നിങ്ങളെ ഒരുപാട് പേരെ മുകളിലെത്തിക്കും ചിലപ്പോൾ. മനസ്സിലായല്ലേ? സോ ഇങ്ങനെ കൃത്യമായിട്ട് മനസ്സിലാക്കാൻ ശ്രമിക്കുക. അപ്പൊ ഇതൊന്നും ഒരു ദിവസം കൊണ്ട് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന സാധനമല്ല. മാസങ്ങളെടുത്ത് നിങ്ങൾ ആൻസർ എഴുതിയിട്ടേ ഈ ലെവലിലേക്ക് എത്തും. ഓക്കെ, പക്ഷെ എന്ത് ചെയ്യണം? ഇനി മുതൽ നിങ്ങൾ ആൻസർ ചെയ്യുന്ന സമയത്ത് ഈ കീവേഡ് മനസ്സിലാക്കിയിട്ട് അതിനെ അഡ്രസ് ചെയ്യുന്ന രീതിയിൽ എഴുതാൻ ശ്രമിക്കാം. ഓക്കെ, അങ്ങനെ ശ്രമിച്ചാൽ പല തവണയായിട്ട് നിങ്ങൾ പരാജയപ്പെടും. ഓക്കെ, പക്ഷെ ആ പരാജയം നിങ്ങൾ വീണ്ടും തിരുത്തി മുന്നോട്ട് പോകുമ്പോൾ ഒരു 3-4 മാസം കൊണ്ട് നിങ്ങൾ ആൻസർ കറക്റ്റ് ആയിട്ട് ഈ ചോദ്യം പോലെ വരും. അങ്ങനെ വരണമെങ്കിൽ 1 പ്രാക്ടീസ് ചെയ്യണം, 2 ഞാൻ ഈ പറഞ്ഞ പോലെ വിഷയങ്ങൾ പഠിക്കാൻ ശ്രമിക്കണം. ണ്ടോ മൊത്തം പ്രശ്നം നിൽക്കുന്നുണ്ടോ? ഇല്ലല്ലോ. ഇത് നന്ദന അവന്റെ പേടിയാവുന്നുണ്ടോ? ഇല്ലല്ലോ. സിംപ്ലി പഠിക്കുന്ന കാര്യമാണ്. നമുക്കൊരു പ്രശ്നം ഫീൽ ചെയ്യുന്നത് നമ്മൾ സ്കൂളിലും കോളേജിലും പഠിച്ച രീതിയിൽ നിന്ന് ഡിഫറൻസ് വരുന്നതുകൊണ്ട് മാത്രമാണ്. നമ്മളത് ശീലിച്ചിട്ടില്ല. അതേസമയം ഞാൻ പറഞ്ഞില്ലായിരുന്നു, വേറെ രാജ്യങ്ങളിലൊക്കെ പല രാജ്യങ്ങളിലും സ്കൂൾ തലം മുതലേ പഠിപ്പിക്കുന്നത്, കുട്ടികളെ പഠിപ്പിക്കുന്നത് ഇങ്ങനെ തന്നെയാണ്. നമ്മളെ സംബന്ധിച്ചിടത്തോളം നിങ്ങൾ അത് പഠിച്ചാൽ മതി, അതേ ചോദിക്ക് പരീക്ഷയ്ക്ക് എന്ന് വെച്ച് പഠിപ്പിച്ചുകൊണ്ട് വരുന്ന പ്രശ്നമാണ്. നമുക്ക് ശീലമില്ലാത്തതുകൊണ്ട് മാത്രമാണ്. ഇതാണ് കറക്റ്റ് പഠന രീതി, ശരിയല്ലേ? നിങ്ങൾ ആലോചിക്കുക, നാളെ അടുത്ത തലമുറയെ പഠിപ്പിക്കേണ്ടത് ഇങ്ങനെയല്ലേ? അല്ലാതെ നിങ്ങൾക്ക് ടെക്സ്റ്റ് ബുക്ക് തന്ന് ഇതിനകത്ത് ഇങ്ങനെ ചോദ്യങ്ങൾ ചോദിക്കാൻ, മോഡൽ പരീക്ഷയ്ക്ക് ചോദിക്കാൻ ചാൻസ് ഉണ്ട്, നമ്മളെ സമ്മർ വെക്കേഷൻ ആ പരീക്ഷ അപ്പൊ അങ്ങനെ ചോദിക്കാൻ സാധ്യതയുണ്ട് എന്ന് പറഞ്ഞ് പഠിപ്പിക്കുന്നതിനേക്കാൾ ഇങ്ങനെ പഠിപ്പിക്കുമ്പോഴല്ലേ ആ തലമുറയ്ക്ക് ഒരു ഡിഫറൻസ് വരുന്നുള്ളൂ. ശരിക്കും നിങ്ങൾ പഠിക്കേണ്ടത് ഇങ്ങനെയാണ്. സ്കൂൾ തലത്തിൽ നമുക്ക് ശീലമില്ല എന്ന് മാത്രമേ ഉള്ളൂ. പക്ഷെ NCERT പഠിച്ചിട്ട് കുറെ കാര്യങ്ങളൊക്കെ ഏതാണ്ട് ഇതുപോലെ തന്നെയാണ് വരുന്നത്. സിലബസ് NCERT ആണെങ്കിൽ. പക്ഷേ മലയാളം മീഡിയം പഠിച്ചവരൊക്കെ സ്റ്റേറ്റ് സിലബസ് പഠിച്ചവരൊക്കെ ഈ ഒരു രീതിക്കൊന്നും ഒരുപാട് ഇപ്പൊ കുറേയൊക്കെ മാറ്റങ്ങളുണ്ട്. ടെക്സ്റ്റ് ബുക്ക് കുറെയൊക്കെ ബെറ്റർ ആയിട്ടുണ്ട്. ഞാനൊക്കെ പഠിക്കുന്ന സമയത്തൊന്നും ഒരു കാര്യമില്ല. നിങ്ങൾക്ക് പരീക്ഷയ്ക്ക് വേണ്ട സാധനം അതേപോലെ പറഞ്ഞു പഠിക്കാം. എക്സ്ട്രാ ചോദ്യം ചോദിച്ചാൽ ടീച്ചർക്ക് അറിയില്ല, ടീച്ചർക്ക് പറയാൻ മതി, അറിഞ്ഞാൽ പോലും പറയും നിങ്ങൾ ചോദിക്കണം, നിങ്ങൾ മനസ്സിലാക്കേണ്ട, അത് പരീക്ഷയ്ക്ക് ചോദിക്കില്ല, സോ നിങ്ങൾ പഠിക്കണ്ട എന്ന് പറഞ്ഞപ്പോൾ നമ്മൾ എന്ത് ചെയ്യും? നമ്മൾ പഠിക്കില്ല. മനസ്സിലായില്ലേ? അങ്ങനെ ശീലിച്ചതുകൊണ്ടാണ് നമുക്ക് ഇതൊക്കെ ഒരു ബുദ്ധിമുട്ടായിട്ട് ഫീൽ ചെയ്യുന്നത്. അല്ലെങ്കിൽ ഇത് നാച്ചുറലി നിങ്ങളുടെ ഉള്ളിൽ വന്നോളൂ. ഓക്കെ, അപ്പൊ നമ്മളിപ്പോ എന്ത് ചെയ്യണം? ഇത് ശീലിക്കണം. ഓക്കെ, അപ്പൊ ക്വസ്റ്റ്യൻ എന്താണെന്ന് വായിച്ചിട്ട് തന്നെ മനസ്സിലാക്കണം. അതിന് സമയം എടുത്തിട്ട് വേണം അതിന്റെ ആൻസറിലേക്ക് പോകാൻ. അപ്പൊ സ്ട്രക്ചർ വരുമ്പം ആദ്യം ക്വസ്റ്റ്യൻ വായിച്ചിട്ട് മനസ്സിലാക്കാൻ ശ്രമിക്കുന്നു. അത് തന്നെ നമ്മൾ 3-4 ക്ലാസ് പോകണമെങ്കിൽ അത് നിങ്ങൾക്ക് മനസ്സിലാവുള്ളൂ. അതിനകത്തേക്ക് ക്വസ്റ്റ്യന്റെ പാർട്ടായി ഡിവൈഡ് ചെയ്യുന്നു. ആദ്യം നമ്മൾ മനസ്സിലാക്കുന്നു എക്സാമിൻ ചെയ്യാനാണോ അത് മനസ്സിലാക്കുന്നു. 2 ക്വസ്റ്റ്യൻ എത്ര പാർട്ട് ഉള്ളത് മനസ്സിലാക്കുന്നു. ആ ഓരോ പാർട്ടും അഡ്രസ് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുന്നു. അത് നമ്മൾ ശരിയായിക്കോളും, പേടിക്കണം. ഓക്കെ ആണല്ലോ? അപ്പൊ എക്സ്പ്ലെയിൻ ചെയ്യുന്നതും ഡിസ്കസ് ചെയ്യുന്നതും എക്സാമിൻ ചെയ്യുന്നതും ഉള്ള വ്യത്യാസം ഓക്കെയാണോ? കറക്റ്റായിട്ട് ഓക്കെ അല്ലേ? എവിടെയെങ്കിലും എന്തെങ്കിലും കൺഫ്യൂഷൻ ഡിസ്കഷനും എക്സാമും തമ്മിലുണ്ടോ? അല്ല അഭിനയ ഓക്കെ എന്താ? Okay. Compared to discuss and examine answer generally benefit more from evidence backed reasoning. ഇതാണ് മെയിൻ വ്യത്യാസം ആൻഡ് കൺക്ലൂഷനും.
എവിഡൻസ് ബാക്ക്ഡ് ആയിട്ടുള്ള റീസണിങ് ആയിരിക്കും ആൻസർ ആയിരിക്കും എക്സാമിന്. മറ്റത് എവിഡൻസ് ബാക്ക്ഡ് ആവണം നിർബന്ധമൊന്നുമില്ല. നിങ്ങളത് വിവിധ പെർസ്പെക്റ്റീവിൽ കാര്യം പറഞ്ഞാൽ മാത്രം മതി, വിവിധ കാഴ്ചപ്പാടിൽ കാര്യങ്ങൾ പറയുക ഡിസ്കഷൻ. എക്സാം എക്സ്പ്ലെയിൻ ചെയ്യാൻ പറയുമ്പോൾ ഒന്നുമില്ല, കറക്റ്റ് എക്സ്പ്ലെയിൻ ചെയ്യുക. ഇതിനെ ഏകദേശം ഐഡിയ കിട്ടിയോ? ഡിസ്കഷൻ ചെയ്യുന്നതും എക്സാമിൻ ചെയ്യുന്ന വ്യത്യാസം മനസ്സിലായല്ലോ. ഓക്കെ, എക്സാമിൻ ചെയ്യുമ്പോൾ അത് എവിഡൻസ് ബാക്ക്ഡ് റീസണിങ് ആണ്. കൺക്ലൂഷൻ വ്യത്യാസമുണ്ട്, അത് പറയാൻ ഒരേ പോയിന്റ് തന്നെ ആയിരിക്കും, പക്ഷെ നിങ്ങൾ എക്സാമിൻ ചെയ്തതിന്റെ കൺക്ലൂഷൻ ആണെന്ന് ഫീൽ ചെയ്യണം വായിക്കുമ്പോൾ. മനസ്സിലായല്ലേ? അപ്പൊ നിങ്ങൾ ആൻസർ സൂപ്പർ ആൻസർ ആവും. മനസ്സിലായോ? ഈ ഡൽഹിയിലെ കുട്ടികൾ പഠിക്കുന്നുണ്ട്, അവരൊരുപാട് കഷ്ടപ്പെടുന്നുണ്ട്, അതൊന്നും നിങ്ങൾ ചിന്തിക്കേണ്ട. നിങ്ങൾ നിങ്ങളുടെ കാര്യം മാത്രം നോക്കാം, അവരാരെന്തോ നിങ്ങൾ ചിന്തിക്കേണ്ട. നിങ്ങൾ ബെറ്റർ ആവാൻ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് വെച്ചുകൊണ്ടേ ഇരിക്കുക. നിങ്ങൾ പരീക്ഷ എഴുതാൻ പോകുന്നതിന് തലേ ദിവസം നോക്കുമ്പോൾ ഇന്ത്യയിലെ ഏറ്റവും ബെസ്റ്റ് ആൻസർ ചെയ്യാൻ നിങ്ങൾക്ക് പറ്റണം. അത്രയേ ഉള്ളൂ. പറ്റും, ഇതിനുള്ള കാര്യമൊന്നുമില്ല. ഓക്കെ, അപ്പൊ എക്സാമിന് മനസ്സിലായി. നെക്സ്റ്റ് വരുന്നതാണ് അനലൈസ്. കേട്ടിട്ടുണ്ടോ ഈ വേർഡ്? അപ്പം ഇപ്പൊ ചോദിക്കുക എങ്ങനെയായിരിക്കും? അനലൈസ് ദ സിഗ്നിഫിക്കൻസ് ഓഫ് ബ്ലൂ എക്കണോമി എന്ന് ചോദിക്കും. അപ്പൊ എന്തായിരിക്കും വ്യത്യാസം? അനലൈസ് ചെയ്യാൻ പറഞ്ഞ എനിക്ക് മറന്നു, പക്ഷേ എന്തായിരുന്നാലും ആലോചിക്കുക. അനലൈസ് ചെയ്യാൻ പറയുമ്പോൾ നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ? ഇപ്പൊ ഇത്രയും പറഞ്ഞ എന്തൊരു ഐഡിയ വരുന്നില്ലേ? ഡിസ്കഷനും എക്സാമിലേക്ക് നമുക്ക് മാറ്റം ഉണ്ടായി. ഇനിയിപ്പോ അനലൈസ് ചെയ്യാൻ പറയുമ്പോൾ ഒന്ന് മാറ്റം എന്തായിരിക്കും? നിങ്ങൾ ഏത് രീതിയിൽ നിങ്ങൾ അതിനെ സമീപിക്കണം? അനലൈസ് ചെയ്യാൻ പറയുമ്പോൾ സെയിം സാധനം, സിഗ്നിഫിക്കൻസ് ഓഫ് ബ്ലൂ എക്കണോമി. അപ്പൊ നിങ്ങൾ എങ്ങനെ അതിനെ സമീപിക്കണം? ആലോചിക്കുക. അനലൈസ് ദ സിഗ്നിഫിക്കൻസ് ഓഫ് ബ്ലൂ എക്കണോമി ഫോർ ഇന്ത്യ. ആ ആൻസർ നിങ്ങൾ എങ്ങനെ സമീപിക്കും? ഇഷ്യൂസ് പറയുന്നതാണോ അനലൈസ് ചെയ്യുന്നത്? അല്ല, അനലൈസ് ചെയ്യാ മലയാളം വാക്ക് എന്തുവാ? ഏകദേശം കുറച്ചതിലേക്ക് വന്നു. നമുക്ക് അങ്ങനെ എഫക്ട് ചെയ്യാം എന്ന് തന്നെ, അതായത് എഫക്റ്റിലേക്ക് കുറച്ചുകൂടി നീങ്ങും, അല്ലെങ്കിൽ എഫക്റ്റിലേക്ക് നീങ്ങുന്നതല്ല. അനലൈസ് ചെയ്യുന്നതിന് മലയാളം എന്തുവാ? പ്രോസ് ആൻഡ് കോൺസ് പറയാം. അതാ മറ്റതിൽ പ്രോസ് ആൻഡ് കോൺസ് വരുന്നുണ്ട്. ഈ സിഗ്നിഫിക്കൻസ് പറയുമ്പോൾ സിഗ്നിഫിക്കൻസ് ആണ് പറയുന്നത്, പ്രോസും കോൺസും സെപ്പറേറ്റ്ലി പറയില്ല. പക്ഷെ നെഗറ്റീവ് ഡിസ്കഷൻ അതൊക്കെ വരുന്നുണ്ട്, ചലഞ്ചസ് വരുന്നില്ലേ? അപ്പൊ അവിടെ വരുന്നുണ്ട്, ഇവിടെ വരുന്നുണ്ട്. അങ്ങനെയല്ല, അനലൈസ് ചെയ്യാൻ വരുമ്പോൾ വ്യത്യാസം നോക്കിക്കേ. ഇപ്പൊ കോസ് എഫക്ട് ഇത് കറക്റ്റ് എന്തായാലും പറയാം. ഈ മൂന്നെണ്ണം വരുന്നത് വെച്ചിട്ടാണെങ്കിൽ നിങ്ങൾ ഇതുവരെ പറഞ്ഞ കാര്യം, രണ്ടെണ്ണം കോസും എഫക്റ്റും. ഇവിടെ ഡിഫറെന്റ് വരുന്നത് ലിങ്കേജ് വരുന്നു എന്നുള്ളതാണ്. അനലൈസ് ചെയ്യാൻ പറയുമ്പോൾ പറയാം, വൈ ഡസ് ദിസ് ഹാപ്പൻ, ഹൗ ഡസ് ഇറ്റ് ഹാപ്പൻ എന്ന് രണ്ടും പറയുമ്പോൾ എക്സ്പ്ലെയിൻ ചെയ്യുന്നതും ഡിസ്കസ് ചെയ്യുന്നതുമായി. ഓക്കെ, വാട്ട് ഹാപ്പൻ ദ നെക്സ്റ്റ് ബിക്കോസ് ഓഫ് ഇറ്റ്, ഇതാണ് അനലൈസ്. ഓക്കെ, നിങ്ങൾ എക്സ്പ്ലെയിൻ ചെയ്യുന്നു, ഡിസ്കസ് ചെയ്യുന്നു. ഓക്കെ, ഡിസ്കഷനും എക്സാമിനും ഇവിടെ ഒന്നായി കിട്ടാൻ മതി. വ്യത്യാസം എന്തേ ഉള്ളൂ? എക്സാമിന് ചെയ്യുമ്പോൾ കുറെ ഒരു ഡാറ്റ വെച്ച് എവിഡൻസ് ആവുന്ന മാത്രമേ ഉള്ളൂ. സംഭവം ഒന്ന് തന്നെയാണല്ലോ, കറക്റ്റ് തന്നെയാണ്. അപ്പം എക്സ്പ്ലെയിൻ ചെയ്യുന്നതും ഡിസ്കഷനിലേക്ക് എത്തിയിട്ട് അല്ലെങ്കിൽ എക്സാമിനിലേക്ക് എത്തിയതിനു ശേഷം വാട്ട് ഹാപ്പൻ നെക്സ്റ്റ്, ഇങ്ങനെ ആയതുകൊണ്ട് അടുത്തെന്ന് സംഭവിക്കാൻ സാധ്യതയുണ്ട്. അത് അനലൈസ് ചെയ്യുക നിങ്ങൾ, ശരിയല്ലേ? എന്ന് വെച്ചാൽ സസ്റ്റൈനബിൾ ഫിഷിംഗ് ഇൻക്രീസ് ദ ഫിഷ് സ്റ്റോക്ക്. സസ്റ്റൈനബിൾ ഫിഷിംഗ് എന്ന് പറയുമ്പോൾ ബ്ലൂ എക്കണോമിക്കിൽ ലീഡ് ചെയ്യുന്നതാണല്ലോ, അല്ലേ? ഫിഷിംഗ് എന്ന് പറയുമ്പോൾ ബ്ലൂ എന്താണ്, സമുദ്രവുമായി ബന്ധപ്പെട്ട എക്കണോമിയാണ്. പക്ഷെ അത് സസ്റ്റൈനബിൾ ആയിട്ട് ഫിഷ് ചെയ്യണമെന്ന് പറയുമ്പോൾ എന്തായി? ബ്ലൂ എക്കണോമി ആയിട്ട് മാറി. അത് വ്യത്യാസം നന്ദനയ്ക്ക് മനസ്സിലാകുന്നുണ്ടല്ലോ. കാരണം നന്ദന ബ്ലൂ എക്കണോമി നോക്കിയിട്ടില്ല, അതുകൊണ്ടാണ് പറയുന്നത്. കടലുമായി ബന്ധപ്പെട്ട എല്ലാം എന്ത് തന്നെയാണ്? ഇപ്പം നമ്മൾ മീൻ പിടിക്കുന്നു, അതെന്ത് തന്നെയാണ്? എക്കണോമി തന്നെയാണ്, കടലുമായി ബന്ധപ്പെട്ട എക്കണോമിയാണ്. പക്ഷെ ബ്ലൂ എക്കണോമി മാറണമെങ്കിൽ എങ്ങനെയാവണം? ആ മീൻ പിടുത്തം എങ്ങനെയാവണം? സസ്റ്റൈനബിൾ ആവണം. അതായത് ഓവർ ഫിഷിംഗ് പാടില്ല, നശിപ്പിക്കാൻ പാടില്ല. ഓക്കെ, അത് നമ്മൾ പറയുന്നത് സസ്റ്റൈനബിൾ ഫിഷിംഗ്. ഓക്കെ, അതെന്താവും? ഫിഷ് സ്റ്റോക്കിനെ ഇൻക്രീസ് ചെയ്യിക്കും, ശരിയല്ലേ? നമ്മളിപ്പം കുഞ്ഞുങ്ങളെ പിടിക്കുന്നില്ല, സസ്റ്റൈനബിൾ ഫിഷിംഗ് ആണ്. അതെന്താവും? നാളെ കുഞ്ഞുങ്ങളുടെ ഫിഷ് സ്റ്റോക്ക് ആയിട്ട് മാറിയേക്കും, ശരിയല്ലേ? നോക്കിക്കേ, ഹയർ ഫിഷ് സ്റ്റോക്ക് ഇൻക്രീസ് കാച്ചസ് ആൻഡ് ഇൻകംസ്. ഇങ്ങനെ ഹയർ ഫിഷ് സ്റ്റോക്ക് ഉണ്ടായാൽ അത് ഇൻകം കൂടാൻ സാധ്യത കൂട്ടും. ആരുടെ? ഫിഷർമാൻ്റെ, ശരിയല്ലേ? ആൻഡ് വാട്ട് ഹാപ്പൻ നെക്സ്റ്റ്? ഹയർ ഇൻകം റിഡ്യൂസ് കോസ്റ്റൽ പോവർട്ടി ആൻഡ് സപ്പോർട്ട് എക്കണോമിക് ഗ്രോത്ത്. ഇങ്ങനെ ഹയർ ഇൻകം വന്നാൽ അത് കോസ്റ്റൽ പോവർട്ടിയെ റിഡ്യൂസ് ചെയ്യിക്കും. ക്ലിയർ അല്ലേ? ഓക്കെ, സോ ഇവിടെ കണക്ട് ചെയ്ത് പോവുക ചെയ്യുന്നത്.
കാരണം എന്താ, നിങ്ങൾ നേരത്തെ പറഞ്ഞ ഓരോ പെർസ്പെക്റ്റീവിനെ ഇവിടെ അനലൈസ് ചെയ്യുന്നു. ദാറ്റ് മീൻസ് അതിനെ മറ്റു സെക്ടറുമായിട്ട് മറ്റു കാര്യങ്ങളുമായിട്ട് അത് കണക്ട് ചെയ്യിക്കുന്നു. ഒന്നുകൂടെ പറഞ്ഞാൽ എക്സ്പ്ലെയിൻ മനസ്സിലാവും, പേടിക്കണ്ട. ദാറ്റ് മീൻസ് സസ്റ്റൈനബിൾ ഫിഷിംഗ് എന്ന് പറയുമ്പോൾ എന്താണ്, ബ്ലൂ എക്കണോമിയെ കൂട്ടാം. ഒന്ന് എക്സാമ്പിൾ പറയുകയാണ്, ബ്ലൂ എക്കണോമിന്റെ ഭാഗം തന്നെയാണ് എന്ത്, ഫിഷിംഗ് എന്തായിരിക്കണം, സസ്റ്റൈനബിൾ ആയിരിക്കണം. കുഞ്ഞുങ്ങളെ പിടിക്കാൻ പാടില്ല, ഈ പ്രചരണ സമയത്ത്, അതായത് ട്രോളിംഗ് സമയത്ത്, ട്രോളിംഗ് നിരോധന സമയത്ത് പിടിക്കാൻ പാടില്ല. അതൊക്കെ എന്താണ്, സസ്റ്റൈനബിൾ ഫിഷിംഗ് ആണ് അല്ലെ. അത് ഫിഷ് സ്റ്റോക്ക് കൂട്ടും. ഫിഷ് സ്റ്റോക്ക് കൂട്ടി കഴിഞ്ഞാൽ അത് കർഷകരുടെ അല്ല, ഈ പറഞ്ഞ മീൻപിടുത്തക്കാരുടെ ഇൻകം കൂട്ടുകയും അത് കോസ്റ്റൽ പോവർട്ടി, കോസ്റ്റൽ പോവർട്ടിയെ റെഡ്യൂസ് ചെയ്യാൻ സഹായിക്കും. അത് ഇന്ത്യയുടെ എക്കണോമിക് ഗ്രോത്തിന് വഴിക്കും. ഇത് കണക്ട് ചെയ്ത് പോവുക ചെയ്യുന്നത്. പേടിക്കണ്ട, നമുക്ക് ക്ലിയർ ആയിട്ട് പറഞ്ഞുതരാം. സി, ഇവിടെ സസ്റ്റൈനബിൾ ഫിഷിംഗ് അല്ലെങ്കിൽ ബ്ലൂ എക്കണോമി വളരും തോറും, അല്ലെങ്കിൽ ബ്ലൂ എക്കണോമിയെ നമ്മൾ പ്രൊമോട്ട് ചെയ്യും തോറും, അപ്പൊ നമ്മൾ എങ്ങനെ പോകുന്നത്, ഫസ്റ്റ് ബ്ലൂ എക്കണോമി ഓക്കെ കണക്ട് ചെയ്യുന്നത് എങ്ങനെ, നമ്മുടെ കോസ്റ്റൽ പോവർട്ടിയെ. ബ്ലൂ എക്കണോമിയെ കോസ്റ്റൽ പോവർട്ടിയിലേക്ക് കണക്ട് ചെയ്യിച്ചു. ഓക്കെ, ഇവിടെ പെർസ്പെക്റ്റീവ് എന്ത് പെർസ്പെക്റ്റീവിലാണ് ബ്ലൂ എക്കണോമി പറയുമ്പോൾ നമ്മൾ ഈ സസ്റ്റൈനബിൾ ഫിഷിംഗ് എന്ന പെർസ്പെക്റ്റീവ് എടുത്തിട്ട് അത് കോസ്റ്റൽ പോവർട്ടിയിലേക്ക് റെഡ്യൂസ് കണക്ട് ചെയ്യിപ്പിച്ചു. ഇനി വേറെ പെർസ്പെക്റ്റീവ് പറയാം. ഇപ്പൊ എങ്ങനെ പറയാം, സ്ട്രാറ്റജിക് പെർസ്പെക്റ്റീവ്. ഇപ്പൊ സ്ട്രാറ്റജിക് പെർസ്പെക്റ്റീവ് പറയാൻ വെച്ചോ, സ്ട്രാറ്റജിക് പെർസ്പെക്റ്റീവ് പറയുന്നു. ഓക്കെ, അത് നിങ്ങൾ കണ്ടുവരും എന്താണെന്നുള്ളത് അറിയാലോ, ആ ഏരിയന്റെ വ്യത്യാസം. ഓക്കെ, ഇതെങ്ങനെ കണക്ട് ചെയ്യിക്കാൻ നിങ്ങൾക്ക് ഇതേപോലെ പറഞ്ഞു നോക്കിയേ. സ്ട്രാറ്റജിക് ആയിട്ടുള്ള ഇമ്പോർട്ടൻസ് എന്താണ്, എന്തുകൊണ്ട് ബ്ലൂ എക്കണോമി ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം സ്ട്രാറ്റജിക്കലി ഇമ്പോർട്ടന്റ് ആണ്, നിങ്ങൾ പറഞ്ഞു നോക്കിയേ. എന്തെങ്കിലും പോയിന്റ് പറഞ്ഞോ. ബ്ലൂ എക്കണോമിയെ നമ്മൾ പ്രൊമോട്ട് ചെയ്യുന്നത്, ബ്ലൂ എക്കണോമിയെ പ്രൊമോട്ട് ചെയ്യാന്ന് പറയുന്നത് എന്ത് മനസ്സിലാക്കിയാൽ മതി, നമ്മുടെ കോസ്റ്റൽ ലൈനും പോർട്ടുകളൊക്കെ ഡെവലപ്പ് ചെയ്യുന്നത് തന്നെ സസ്റ്റൈനബിൾ ആയിട്ട് ഡെവലപ്പ് ചെയ്യുന്നത്, അത് മനസ്സിലാക്കിയാൽ മതി. അത് സ്ട്രാറ്റജിക്കലി ഇമ്പോർട്ടന്റ് ആവുന്ന എങ്ങനെയാണ്, നമുക്ക് എന്തെങ്കിലും ഒന്ന് പറഞ്ഞേ. മെയിൻ ആയിട്ട് ആൾക്കാർ വെച്ചാൽ അത് തന്നെയാണ് നീ പറഞ്ഞ കാര്യം. അങ്ങനെയാണോ, ഇന്ത്യയിൽ ഏറ്റവും പോപ്പുലേഷൻ ഉള്ളത് ഗംഗാ ഏരിയയിലല്ലേ, കോസ്റ്റൽ ഏരിയയിലല്ലോ. അല്ല, നീ ഉദ്ദേശിച്ച വേറെന്തോ കാര്യമാണ് പറഞ്ഞു, നമ്മളല്ലേ സ്ട്രാറ്റജിക്കലി ജിൻസിക്ക് പറയാം. സ്ട്രാറ്റജിക് ഇമ്പോർട്ടൻസ് അറിയാമല്ലോ, ചൈനയുടെ പറയാം, അത് ഇമ്പോർട്ടൻ്റ് ആണ്. ഇനി ഒരു സ്ട്രാറ്റജിക് ഇമ്പോർട്ടൻസ് പറയാം. ഇപ്പൊ നമ്മുടെ ഏരിയ, ദാറ്റ് മീൻസ് ഇങ്ങനെ വി ഷേപ്പിലുള്ള ഏരിയ, അവിടെയുള്ള കടൽ വരുന്നത് അല്ലെ, അവിടെയുള്ള ഡെവലപ്മെന്റ് ആണ് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, നമ്മുടെ ആ ഒരു ഏരിയ, ഇന്ത്യൻ ഓഷ്യൻ എന്ന് പറയുന്നത് നേരത്തെ ഞാൻ പറഞ്ഞതുപോലെ ഹെവി എന്താണ്, അല്ലെങ്കിൽ ബിസി ആയിട്ടുള്ള ഷിപ്പ് റൂട്ടാണ്, ശരിയല്ലേ. പ്രത്യേകിച്ച് സൗത്ത് ഈസ്റ്റ് ഏഷ്യ പോലുള്ള ഈ സിംഗപ്പൂർ, മലേഷ്യ, തായ്ലാൻഡ് പോലുള്ള രാജ്യങ്ങളിലേക്ക്, ചൈനയിലേക്ക് വരെ പ്രൊഡക്റ്റ് കൊണ്ടുപോകുന്നെങ്കിൽ ഷിപ്പ് റൂട്ട് വരുന്ന ഏരിയ ആണ് ഈ പറഞ്ഞ ഏരിയ എന്ന് പറയുന്നത് അല്ലെ. അപ്പൊ അത്രയ്ക്കും ബിസി ആയിട്ടുള്ള ഇന്റർനാഷണൽ ഷിപ്പ് റൂട്ട് പോകുന്ന ഏരിയ ആണിത്. അപ്പൊ ആ തീരത്ത് ഉള്ള പോർട്ടുകളാണ്, ആ തീരത്താണ് അവിടെയാണ് നമ്മുടെ തീരം വരുന്നത്, ശരിയല്ലേ. സോ അത് സ്ട്രാറ്റജിക്കലി ഇമ്പോർട്ടൻസ് ആണ്. അപ്പൊ ആ തീരത്തുള്ള പോർട്ടുകളുടെയൊക്കെ ഡെവലപ്മെന്റ്, അവിടുത്തെ അല്ലെങ്കിൽ ആ തീരങ്ങളുടെയൊക്കെ സസ്റ്റൈനബിൾ ഡെവലപ്മെന്റ് സ്ട്രാറ്റജിക്കലി നമുക്ക് ഇമ്പോർട്ടന്റ് ആവുന്നു, അത്ര തന്നെ പറഞ്ഞാൽ മതി. കാരണം ലോകത്തിലെ ബിസിയസ്റ്റ് ആയിട്ടുള്ള ഷിപ്പ് റൂട്ടിൽ കിടക്കുന്ന കോസ്റ്റൽ ഏരിയ ആണ്. അതുകൊണ്ട് തന്നെ നമുക്ക് ആ കോസ്റ്റൽ ഏരിയയുടെ എന്താ പറയുക, സസ്റ്റൈനബിൾ ഡെവലപ്മെന്റ് സ്ട്രാറ്റജിക്കലി നമുക്ക് ഇമ്പോർട്ടന്റ് ആണ് എന്ന് പറയാം, ശരിയല്ലേ. മനസ്സിലാവുന്നുണ്ടോ? പക്ഷെ അങ്ങനെ പറഞ്ഞാൽ പോരാ, അനലൈസ് ചെയ്യുമ്പോൾ നിങ്ങൾ ആ പറഞ്ഞ പോലെ എങ്ങോട്ട് കണക്ട് ചെയ്യിക്കണം, വേറെ പോയിന്റുമായി കണക്ട് ചെയ്യിക്കാൻ പറ്റണം. എങ്ങനെ കണക്ട് ചെയ്യിക്കാം, ഇപ്പൊ ഞാൻ ഈ പറഞ്ഞ കാര്യം വെച്ചിട്ട് സ്ട്രാറ്റജിക് ആയിട്ട് കണക്ട് ചെയ്യിക്കാൻ പറ്റും. അതെങ്ങനെ, ഇവിടെ കുറെ പോർട്ട് ഉണ്ട്, ഇതിലെ കുറെ കപ്പൽ പോകുന്നു, നമ്മുടെ എങ്ങനെ അതിപ്പം പോർട്ട് ഡെവലപ്പ് ചെയ്ത് ഓട്ടോമാറ്റിക്കലി എക്സ്പോർട്ട് മുഴുവൻ പോകും. അല്ലാതെ ഡിഫൻസ് ഏരിയ പറഞ്ഞിട്ട് പറഞ്ഞു പറഞ്ഞു ശരി, അതിന് വരുന്നുണ്ട്, അത് ശരി. അതുകൊണ്ട് അത് സസ്റ്റൈനബിൾ ഡെവലപ്മെന്റ് അല്ലെങ്കിൽ അതിന് നമുക്ക് കിട്ടുന്നത്.
12 നോട്ടിക്കൽ, അതായത് കര മുതൽ 12 നോട്ടിക്കൽ മൈൽ വരെ നമ്മുടെ സോവറിൻ ഏരിയ തന്നെയാണ്. അവിടെ ആ ഏരിയയിൽ സസ്റ്റൈനബിൾ ഡെവലപ്മെന്റ് അല്ലെങ്കിലും ഇത് നമ്മൾ തന്നെയാണ്. നിങ്ങൾ ആലോചിച്ച് നോക്കിക്കേ, ഇപ്പം നമ്മുടെ ഒരു ഇതൊക്കെ നിങ്ങൾ UPSC പ്രിപ്പറേഷൻ ആവുന്നത്. അപ്പൊ നിങ്ങൾക്ക് അത് കണക്ട് ചെയ്യാൻ പറ്റേണ്ടതാണ്. നമ്മുടെ ഒരു ആഗ്രഹം അല്ലെങ്കിൽ അഭിലാഷം ഒക്കെയാണ് ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം. ഒന്നും നിങ്ങൾക്കറിയാം, ആഗോള തലത്തിൽ ലീഡറായിട്ട് മാറുക അല്ലെ. അതല്ലെങ്കിൽ അതിന്റെ ഭാഗമായി നമ്മൾ പറയുന്നതാണ് ഇന്ത്യൻ ഓഷ്യനിൽ നമ്മളായിരിക്കണം രാജാക്കന്മാർ അല്ലെ. ചൈനയെ മറികടന്നുകൊണ്ട് ഇന്ത്യൻ ഓഷ്യനിലെ കിങ് എന്ന് പറയുന്നത് നമ്മളായിരിക്കണം, നമ്മളൊരു ആഗ്രഹമാണ്. ശരിയല്ലേ? സോ ഇന്ത്യൻ ഓഷ്യനിലെ നെറ്റ് സെക്യൂരിറ്റി പ്രൊവൈഡർ ആയിട്ട് മാറുക എന്ന് നമ്മൾ ആഗ്രഹിക്കുന്ന ഒന്നാണ്. നിങ്ങൾ പത്രങ്ങളൊക്കെ എപ്പോഴും കാണാം, ഇന്ത്യൻ ഓഷ്യനിലെ നെറ്റ് സെക്യൂരിറ്റി പ്രൊവൈഡർ ആയിട്ട് മാറുക എന്ന് വെച്ചാൽ, ഇന്ത്യൻ ഓഷ്യൻ എന്ന് പറയുന്നത് ഇന്ത്യയുടെ അടുത്തൂടെ പോകുന്ന ഒരു ഓഷ്യൻ തന്നെയാണ്. അത് ബിസിയസ്റ്റ് ആയിട്ടുള്ള ഷിപ്പ് റൂട്ട് ആണ്. ദാറ്റ് മീൻസ് എല്ലാ രാജ്യങ്ങളെയും ഷിപ്പ് അതിലേക്ക് പോകുന്നുണ്ട് അല്ലെ. ആ ഷിപ്പുകൾക്കൊക്കെ ഒരുപാട് ത്രെറ്റ് വരുന്നുണ്ട്, അറ്റാക്കുകൾ കടൽ കൊള്ളക്കാരെ വഴിക്ക് വരുന്നുണ്ട്. അതിനൊക്കെ അവർക്കൊക്കെ പ്രൊട്ടക്ട് ചെയ്യാൻ ഇന്ത്യൻ നേവി തന്നെയാണ് ഒരുപാട് മുന്നിട്ടിറങ്ങുന്നത്. അതിലെ പോകുന്ന മിക്ക ഷിപ്പുകളെയും നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, എല്ലാ രാജ്യങ്ങളിലും ഷിപ്പിനൊക്കെ നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, നമ്മുടെ നേവി പോയിട്ട് പ്രൊട്ടക്ഷൻ കൊടുക്കുന്നുണ്ട്, ഇന്റർനാഷണൽ സീ പോലും പ്രൊട്ടക്ഷൻ കൊടുക്കുന്നുണ്ട്. ശരിയല്ലേ? അപ്പൊ ഇന്ത്യൻ ഓഷ്യനിൽ നെറ്റ് സെക്യൂരിറ്റി പ്രൊവൈഡർ ആയിട്ട് മാറുക എന്ന് നമ്മുടെ ആഗ്രഹമുണ്ട്. ശരിയല്ലേ? അപ്പൊ ആ ആഗ്രഹത്തിനെ അല്ലെങ്കിൽ ആ ഒരു കാര്യത്തിനെ നന്നായി സപ്പോർട്ട് ചെയ്യുമല്ലോ ഈ മേഖലയിലെ പോർട്ടിന്റെ ഡെവലപ്മെന്റ് അല്ലെ. ക്ലിയർ ആവുന്നുണ്ടോ? ഓക്കെ. സോ ഇന്ത്യൻ ഓഷ്യനിലെ നെറ്റ് സെക്യൂരിറ്റി പ്രൊവൈഡർ ആവുക എന്ന് പറയുന്ന ഒരു അഭിലാഷത്തെ നമുക്കവിടെ എന്ത് ചെയ്യാൻ പറ്റും, സാറ്റിസ്ഫൈ ചെയ്യാൻ വേണ്ടി പറ്റും. അത് മാത്രമല്ല, നിങ്ങൾ എങ്ങനെ പറയും, ഈ പറഞ്ഞ കാര്യത്തിന്, അതായത് സ്ട്രാറ്റജിക് ഇമ്പോർട്ടൻസ് പറഞ്ഞതിന് ശേഷം പറയുന്നു ജിയോ പൊളിറ്റിക്സിൽ ഇന്ത്യക്ക് ഫേവറബിൾ ആയിട്ടുള്ള കണ്ടീഷൻ ഒരുക്കാൻ സഹായിക്കും. ശരിയല്ലേ? എക്സാമ്പിൾ ഇപ്പൊ അടുത്ത് നടന്ന കാര്യം പറയാനോ. ഈ അടുത്ത് നടന്നൊരു കാര്യം ഏതായിരുന്നു? ഹോർമൂസിന്റെ വിഷയം ഉണ്ടായ സമയത്ത്, അല്ല ഹോർമൂസ് വിഷയമല്ല, ഹോർമൂസിനായിരുന്നു വിഷയം. ആരൊക്കെ തമ്മിലായിരുന്നു മറന്നുപോയി, നമ്മുടെ ഇസ്രായേൽ ഇറാൻ അല്ലേ. ഇറാന്റെ കപ്പൽ നമ്മൾ അവിടെ ഇന്ത്യയിൽ അടുപ്പിച്ചില്ലായിരുന്നോ? ഇറാന്റെ അല്ലായിരുന്നോ? ആണ്, ഇറാന്റെ കപ്പൽ. ശരിയല്ലേ? ഓക്കെ. അത് നോക്കിക്കേ, മീൻസ് ഇന്ത്യൻ ഓഷനിലേക്ക് കടന്നു കഴിഞ്ഞാൽ ഇന്ത്യക്ക് ഓഷനകത്ത് ഹൈലി ഡെവലപ്ഡ് ആയിട്ടുള്ള എന്തുണ്ട്, പോർട്ടുകളുണ്ട്. സോ നമുക്ക് അവിടെ സെക്യൂരിറ്റി പ്രൊവൈഡ് ചെയ്യാൻ വേണ്ടി പറ്റും. നിങ്ങൾക്ക് ഇവിടെ വന്ന് അങ്ങനെ അത്രയ്ക്ക് കപ്പാസിറ്റി ഇന്ത്യക്ക് ഉണ്ട് എന്ന് വരുമ്പോൾ ജിയോ പൊളിറ്റിക്സിൽ ഇന്ത്യയുടെ വോയിസിന് ഇമ്പോർട്ടൻസ് വരുന്നു. ജിയോ പൊളിറ്റിക്സിൽ ഇന്ത്യക്ക് അനുകൂലമായിട്ടുള്ള ഫേവറബിൾ ആയിട്ടുള്ള കണ്ടീഷൻ എടുക്കാൻ സാധിക്കും. ജിയോ പൊളിറ്റിക്സ് മീൻസ് എന്താണ്? റഷ്യ ഇസ്രായേൽ പാലസ്തീൻ വിഷയം, ഇസ്രായേൽ ഇറാൻ വിഷയം, അവിടെയൊക്കെ ഇന്ത്യയുടെ വോയിസിന് ഇമ്പോർട്ടൻസ് വരുന്നു. ഓക്കെ. കാരണം ഇറാന്റെ കപ്പ് ഇതിലേ പോകുമ്പോൾ നമ്മളവിടെ സേഫ് ആയിട്ട് വെച്ചു. എന്തുകൊണ്ട് പറ്റുന്നു? ഈ ഏരിയയിൽ നമ്മൾ ഡെവലപ്പ് ആക്കി വെച്ചിട്ടുണ്ട്, പോർട്ട് ഉൾപ്പെടെ. ശരിയല്ലേ? ക്ലിയർ അല്ലേ? അപ്പൊ നമ്മൾ എങ്ങോട്ട് കണക്ട് ചെയ്തു? സ്ട്രാറ്റജിക് ആയിട്ടുള്ള റെലവൻസിനെ. അങ്ങനെ സ്ട്രാറ്റജിക് റെലവൻസ് ഉണ്ടെന്ന് ഓൾറെഡി പറഞ്ഞു വെക്കുന്നു. ഓക്കെ. ബിസിനസ് ഷിപ്പ് റൂട്ട് ആണ്, അതുകൊണ്ട് സ്ട്രാറ്റജിക് റെലവൻസ് ഉണ്ട് എന്ന് പറഞ്ഞു. അതിനെ എങ്ങോട്ട് കണക്ട് ചെയ്തു? IRMA കണക്ട് ചെയ്തു. ശരിയല്ലേ? ജിയോ പൊളിറ്റിക്സിൽ ഇന്ത്യക്ക് ഫേവറബിൾ കണ്ടീഷൻ ഒരുക്കാൻ ഇത് സഹായിക്കും. അപ്പൊ അനലൈസ് ചെയ്യുക. ദാറ്റ് മീൻസ് സ്ട്രാറ്റജിക്കലി ഇമ്പോർട്ടന്റ് ആണ് എന്ന് പറയുന്നതിനെ നിങ്ങൾ പറയുന്നത് എന്താണ്? ബിസിനസ് ആയിട്ടുള്ള ട്രേഡ് റൂട്ട് ആണ്, ഷിപ്പ് റൂട്ട് ആണ് എന്നതുകൊണ്ട് സ്ട്രാറ്റജിക് ഇമ്പോർട്ടൻസ് ഉണ്ട് എന്ന് പറഞ്ഞാൽ അത് പോയിന്റ് പറഞ്ഞു. ശരിയല്ലേ? ആ പോയിന്റ് നിങ്ങൾ അനലൈസ് ചെയ്യുന്നു, നിങ്ങൾ വിശകലനം ചെയ്യുന്നു. വിശകലനം ചെയ്യുമ്പോൾ നിങ്ങൾക്ക് കിട്ടുകയാണ് അങ്ങനെ ഈ സ്ട്രാറ്റജിക് ഇമ്പോർട്ടൻസ് ഉള്ളത് കൊണ്ട് തന്നെ ജിയോ പൊളിറ്റിക്സിൽ ഇന്ത്യക്ക് ഫേവറബിൾ കണ്ടീഷൻ ആവാൻ അത് വഴിയൊരുക്കും. IRMA കണക്ട് ചെയ്തു. ശരിയല്ലേ? അത് നിങ്ങൾ അനലൈസ് ചെയ്തപ്പം ആ ഒരു സ്ട്രാറ്റജിക്കലി ഇമ്പോർട്ടന്റ് ആണെന്നുള്ള പോയിന്റ് അനലൈസ് ചെയ്തപ്പോൾ നിങ്ങൾക്ക് കിട്ടിയ പോയിന്റ് ആണെന്ത്? ജിയോ പൊളിറ്റിക്സിൽ ഇന്ത്യയുടെ വോയിസ് ഫേവറബിൾ ആവാൻ സാധ്യതയുണ്ടെന്നുള്ളത്. അപ്പൊ അനലൈസ് ചെയ്തു. ശരിയാണോ? ഓക്കെ. അപ്പൊ ഡിഫറെന്റ് പേഴ്സ്പെക്റ്റീവ് പറയുകയും ആ പേഴ്സ്പെക്റ്റീവിനെ അനലൈസ് ചെയ്യുകയും ചെയ്യാണ് ചെയ്യേണ്ടത്. ഓക്കെ. എൻവയോൺമെന്റൽ പേഴ്സ്പെക്റ്റീവ് എടുത്ത് നോക്കിക്കേ. എൻവയോൺമെന്റൽ പേഴ്സ്പെക്റ്റീവ് എങ്ങനെ വരും? സസ്റ്റൈനബിൾ ആയിട്ടുള്ള, അത് പൊല്യൂഷൻ്റെ അല്ലേ, പൊല്യൂഷനൊക്കെ മറികടന്നു സസ്റ്റൈനബിൾ ആയിട്ട് അങ്ങനെ പൊല്യൂഷൻ എടുക്കാം. സപ്പോസ് പൊല്യൂഷൻ പറയുന്നു, ഈ പേഴ്സ്പെക്റ്റീവ് എടുക്കുന്നു. ഈ പേഴ്സ്പെക്റ്റീവ് ആദ്യം പറയുന്നു, കാരണം ഇന്ത്യൻ ഓഷനിൽ ഇത്രത്തോളം എക്സാമ്പിൾ പോലെ പറയുകയാണെങ്കിൽ കണക്കെടുത്ത് പറയുന്നു, ഇത്രത്തോളം അസിഡിഫിക്കേഷൻ നടന്നു കഴിഞ്ഞു അല്ലെങ്കിൽ ഇത്രത്തോളം മലിനമാക്കപ്പെട്ടു എന്ന് പറയുന്നു. ബ്ലൂ എക്കണോമിയിലേക്ക് പോകുമ്പോൾ എന്താണോ അങ്ങനെ മലിനമാക്കാതെ അത് യൂസ് ചെയ്യണം. അത് എൻവയോൺമെന്റ് പേഴ്സ്പെക്റ്റീവ് ആണ്. ഇതിനെ എങ്ങോട്ട് കണക്ട് ചെയ്യിക്കാം? പേടിക്കണം, പറഞ്ഞോ.
മിക്കവാറും തിരിച്ചും മറിച്ചൊക്കെ പറയുകയും ചെയ്യാം, പേടിക്കണ്ട. കടലിലെ ആ മേഖല, തീരദേശ മേഖല പൊല്യൂഷൻ ഇല്ലാതായി മാറുന്നു. സംഭവിക്കുന്നതായിരിക്കും ആദ്യം പറഞ്ഞ പോയിന്റ്, പ്രൊഡക്ടിവിറ്റി കൂടും അല്ലേ? പ്രൊഡക്ടിവിറ്റി കൂടുന്നത് എങ്ങോട്ടിലേക്കും? കോസ്റ്റൽ പോവർട്ടി ഇല്ലാതാക്കുന്നതായി. ശരിയല്ലേ? ഓക്കെ. അപ്പൊ അനലൈസ് ചെയ്യുമ്പോൾ സംഭവിച്ചത് നിങ്ങൾ ഡിഫറെന്റ് പേഴ്സ്പെക്റ്റീവ് പറയുകയും ആ ഓരോ പേഴ്സ്പെക്റ്റീവിനെയും മറ്റു പോയിന്റുമായിട്ട് റിലേറ്റ് ചെയ്യിക്കുന്നു. അത് നിങ്ങൾ അനലൈസ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് കിട്ടുന്ന UPSC മനസ്സിലാക്കാൻ പോയിന്റ് എഴുതി അത് അനലൈസ് ചെയ്തപ്പോൾ ഇങ്ങനൊരു പോയിന്റ് കിട്ടിയെന്നുള്ളതാണ്. പക്ഷെ അങ്ങനെ നിങ്ങൾക്ക് കിട്ടണമെന്നില്ല, നിങ്ങൾ കാണാൻ പഠിച്ച് പോകേണ്ടി വരും. അല്ലെങ്കിൽ നിങ്ങൾക്ക് കഴിവുണ്ടെങ്കിൽ അനലൈസ് ചെയ്താൽ നല്ല കാര്യം, നല്ല മാർക്ക് കിട്ടും. ഓക്കെ. അപ്പൊ ഞാൻ പറഞ്ഞ പോയിന്റ് അല്ലാതെ നിങ്ങൾക്ക് വേറെ എന്തെങ്കിലും പോയിന്റ് പറയാൻ പറ്റിയാൽ അനലൈസ് ചെയ്യാൻ പറ്റും, നിങ്ങൾക്ക് ബുദ്ധിമുട്ടില്ല. അപ്പൊ ഇതിന് വേണ്ടിയിട്ട് ഈ ക്വസ്റ്റ്യൻ വരാൻ വേണ്ടി വെയിറ്റ് ചെയ്യല്ല അപ്പൊ ചെയ്യാം. അപ്പൊ ഇപ്പൊ നിങ്ങൾക്ക് എന്തൊക്കെ മനസ്സിലായി? ഒരു ടോപ്പിക് പഠിക്കുമ്പോൾ എങ്ങനെയൊക്കെ പഠിക്കണം മനസ്സിലായി. ആ ടോപ്പിക് എന്താണെന്ന് ആദ്യം പഠിക്കണം, അത് എക്സ്പ്ലെയിൻ ചെയ്യാൻ വേണ്ടിയിട്ട്. ആ ടോപ്പിക്കിന്റെ വിവിധ പെർസ്പെക്റ്റീവ് പഠിക്കണം, ഡിസ്കസ് ചെയ്യാൻ വേണ്ടിയിട്ട്. ശരിയല്ലേ? ആ പെർസ്പെക്റ്റീവിന് ഓരോന്നിനെയും സ്ഥാപിക്കാൻ തക്കതായ തെളിവുകളും ഡാറ്റയും ഉണ്ടാക്കിയെടുക്കണം. അതെന്തിനാണ്? എക്സാമിൻ ചെയ്യാൻ വേണ്ടിയിട്ട്. ഇതുണ്ടാക്കുന്ന വിവിധ തലങ്ങളുമായിട്ട് എങ്ങനെ ടച്ച് ചെയ്യുന്നു. ഓക്കെ. ഇത് നിങ്ങൾക്ക് എന്തിനു വേണ്ടിയിട്ട്? അനലൈസ് ചെയ്യാൻ വേണ്ടിയിട്ട്. ഇപ്പൊ ടോപ്പിക് പഠിക്കേണ്ട കാര്യങ്ങൾ മനസ്സിലാകുന്നുണ്ടോ? അത് ഓരോന്ന് എവിടെ ഉപയോഗിക്കണമെന്ന് അറിയാമല്ലോ. എല്ലാം ചാടി എല്ലാത്തിനും ഉപയോഗിക്കാൻ പാടില്ലെന്ന് മനസ്സിലായല്ലോ. ഓക്കെ. നിങ്ങളോട് അനലൈസ് ചെയ്യാൻ ചോദിച്ചിട്ടില്ലെങ്കിൽ നിങ്ങൾ ഈ കണക്ഷൻ ഒന്നും പറയാൻ പോകേണ്ട കാര്യമില്ല. ശരിയല്ലേ? അപ്പൊ നമ്മളിപ്പോ എഴുതുന്നത് എങ്ങനെയാ? അങ്ങനെയല്ല. എനിക്ക് അത്രയ്ക്ക് അറിയാമെന്നതിന് വേണ്ടിയിട്ട് നമ്മൾ പരമാവധി കണക്ട് ചെയ്ത് എല്ലാം എഴുതുന്നു. ശരിയാണല്ലോ? വ്യത്യാസം മനസ്സിലായോ? ഇപ്പൊ ഓക്കെ ആണല്ലോ? പിന്നെ ആൻസർ അങ്ങനെ ആയിരിക്കല്ലോ. പിന്നെ മിഥുനെ, നമ്മളിപ്പം പറഞ്ഞ ഈ അനലൈസ് ആകുമ്പോൾ വ്യത്യാസം ഇതിന് മനസ്സിലായോ? ഇല്ല, പറയാം, പേടിക്കണ്ട. എന്തോടെ പറഞ്ഞു? അതായത് ഡിസ്കസ് ചെയ്യുന്നവരെ എക്സാമിന് ചെയ്യുന്നവരെ ഓക്കെ ആയല്ലോ. ഓക്കെ. ഈ എക്സാമിനും ഡിസ്കസ് തമ്മിൽ വലിയ വ്യത്യാസമൊന്നുമില്ല. കുറെ കൂടി എവിഡൻസ് ബേസ്ഡ് ആകുന്നു എക്സാമിന് ചെയ്യുമ്പോൾ മാത്രമേ ഉള്ളൂ. ഓക്കെ. അപ്പൊ ഡിസ്കസ് ചെയ്യുമ്പോൾ തന്നെ അത് അനലൈസ് ചെയ്യാൻ പറയുമ്പോൾ എങ്ങനെയാണ് ഇതിനെ വരുന്നത്? നമ്മളിപ്പം ഒരു വിഷയത്തെ കുറിച്ചിട്ട് ഇതിനൊരു പേഴ്സ്പെക്റ്റീവ് പറയുന്നു, എന്നിട്ട് ആ പേഴ്സ്പെക്റ്റീവ് ആണ് അനലൈസ് ചെയ്യേണ്ടത്, വിശകലനം ചെയ്യണം നമ്മൾ. അപ്പൊ വിശകലനം ചെയ്യുമ്പം ഇതിന് അതുമായിട്ട് കണക്ട് ചെയ്യുന്ന മറ്റു പോയിന്റിൽ അത് എത്തിക്കണം. ഫോർ എക്സാമ്പിൾ പറഞ്ഞു കേട്ടല്ലേ, സ്ട്രാറ്റജിക്കലി നമുക്ക് റെലവെന്റ് ആണ് ബ്ലൂ എക്കണോമി. എന്തുകൊണ്ടാണ് സ്ട്രാറ്റജിക്കലി റെലവെന്റ് ആവുന്നത്? ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ബിസിനസ് ഷിപ്പ് റൂട്ട് നമുക്ക് അവിടെ ഉണ്ട് അല്ലെ, അതുകൊണ്ട് സ്ട്രാറ്റജിക്കൽ റെലവെന്റ് ആണ്. അത് നമ്മൾ പറഞ്ഞു കഴിഞ്ഞാൽ ഡിസ്കഷൻ പറയുന്ന പോയിന്റ് പോലെ തന്നെ കഴിഞ്ഞു. ശരിയല്ലേ? ആ പോയിന്റിനെ നമ്മൾ അനലൈസ് ചെയ്യുന്നു. അനലൈസ് ചെയ്ത് എന്ത് പറയുന്നു? അങ്ങനെ സ്ട്രാറ്റജിക്കലി ഇമ്പോർട്ടൻസ് ഉണ്ട് എന്നത് കൊണ്ട് തന്നെ നമുക്ക് ബ്ലൂ എക്കണോമി അല്ലെങ്കിൽ സസ്റ്റൈനബിൾ ആയിട്ട് നമ്മുടെ പോർട്ട് ഡെവലപ്പ് ചെയ്യുകയാണെങ്കിൽ അത് നമ്മുടെ ഇന്റർനാഷണൽ ലെവലിൽ അല്ലെങ്കിൽ നമ്മുടെ ജിയോ പൊളിറ്റിക്സിൽ നമുക്ക് ഫേവറബിൾ കണ്ടീഷൻ ഉണ്ടാക്കാൻ സാധ്യതയുണ്ട്. ശരിയല്ലേ? മനസ്സിലായി ഇതിനെ? ഓക്കെ. ദാറ്റ് മീൻസ് അവിടെ എന്താണ്? സ്ട്രാറ്റജിക് ആയിട്ടുള്ള ഇമ്പോർട്ടൻസ് നമ്മൾ എങ്ങോട്ട് കണക്ട് ചെയ്തു? IRMA കണക്ട് ചെയ്തു. ജിയോ പൊളിറ്റിക്സ് നമുക്ക് ഫേവറബിൾ കണ്ടീഷൻ എടുക്കാൻ സഹായിക്കും. ഇവിടെ കൃത്യമായിട്ട് പോർട്ടൊക്കെ ഡെവലപ്പ് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ. ഇറാന്റെ ഷിപ്പ് അടുത്തൊക്കെ ഓർമ്മയില്ലായിരുന്നു. ഓക്കെ. അത് നമ്മൾ അങ്ങനെ ചെയ്താൽ തോന്നുന്നില്ല, പക്ഷെ എന്തായാലും അതങ്ങനെ ആക്കാൻ സാധ്യതയുണ്ട്. ശരിയല്ലേ? അപ്പം ഒരു പോയിന്റ് പറഞ്ഞ് നമ്മൾ അനലൈസ് ചെയ്യുന്നു. ഓക്കെ. ഇപ്പം ഓഷ്യനിലെ പൊല്യൂഷൻ അല്ലെ, പൊല്യൂഷൻ ഉള്ളത് കൊണ്ട് ബ്ലൂ എക്കണോമി അല്ല. അപ്പൊ നമ്മൾ പൊല്യൂഷനൊക്കെ വരാത്ത തരത്തിൽ ഓഷ്യൻ റിസോഴ്സിനെ നമ്മൾ സസ്റ്റൈനബിൾ ആയിട്ട് യൂസ് ചെയ്യുന്നു. അങ്ങനെയാണെങ്കിൽ അതെങ്ങോട്ട് കണക്ട് ചെയ്യാം? അപ്പം ഫിഷ് പ്രൊഡക്ടിവിറ്റി കൂടുകയും നമ്മുടെ കോസ്റ്റൽ ഏരിയയുടെ പോവർട്ടി റെഡ്യൂസ് ചെയ്യാൻ സഹായിക്കുകയും ചെയ്യുന്നു. പോവർട്ടിയിൽ നിന്ന് സൊസൈറ്റി വിഷയത്തിൽ കണക്ട് ചെയ്തു എക്കണോമിയെ. ശരിയല്ലേ? ഓക്കെ. അപ്പൊ എന്താ സംഭവിച്ചത്? നമ്മൾ ഒരു പേഴ്സ്പെക്റ്റീവ് പറഞ്ഞതിന് ശേഷം, ഒരു കാഴ്ചപ്പാട് പറഞ്ഞതിന് ശേഷം അതിനെ അനലൈസ് ചെയ്തിട്ട് അത് ഇതിനെ കൂടി ഗുണം ചെയ്യും എന്ന് പറയുന്നു. ശരിയല്ലേ? അതാണ് അനലൈസ് ചെയ്യാന്ന് പറയുന്നത്. അപ്പം ഡിസ്കസ് ചെയ്യുമ്പം എക്സ്പ്ലെയിൻ ചെയ്യുമ്പം ജസ്റ്റ് എക്സ്പ്ലെയിൻ ചെയ്യുന്നു. ഡിസ്കസ് ചെയ്യുമ്പം അതിന്റെ വിവിധ പേഴ്സ്പെക്റ്റീവ്, വിവിധ കാഴ്ചപ്പാടുകൾ, വിവിധ എന്താ പറയാ വീക്ഷണ കോണുകൾ എടുത്ത് നമ്മൾ അതിനെ എക്സ്പ്ലെയിൻ ചെയ്യുന്നു. അത് എക്സാമിൻ ചെയ്യുമ്പം അത് കുറെ കൂടി എവിഡൻസ് ബേസ്ഡ് ആക്കി മാറ്റുന്നു. ഓക്കെ. അത് അനലൈസ് ചെയ്യുമ്പോഴോ ആ ഓരോ പെർസ്പെക്റ്റീവും നിങ്ങൾ അനലൈസ് ചെയ്തിട്ട് വേറെ വിഷയങ്ങളുമായിട്ട് അതിനെ കണക്ട് ചെയ്യാൻ ശ്രമിക്കുന്നു. ഇങ്ങനെയും കൂടി ഗുണമുണ്ട് അതിന്. ശരിയല്ലേ? സ്ട്രാറ്റജിക്കലി ഇമ്പോർട്ടൻ്റ് ആണ് സമയത്ത് ജിയോ പൊളിറ്റിക്സ് നമ്മുടെ വോയിസിന് ഇമ്പോർട്ടൻസ് കിട്ടുന്ന ഗുണം കൂടി കിട്ടും. പൊല്യൂഷൻ ഇല്ലാതാവുന്ന സമയത്ത് ഈ പറയുന്ന കോസ്റ്റൽ പോവർട്ടി റെഡ്യൂസ് ചെയ്യുന്ന ഗുണം കൂടി കിട്ടും. കണക്ട് ചെയ്യിക്കുന്നു. എത്രത്തോളം റിലേറ്റ് ചെയ്യിക്കുന്നു എന്നുള്ളതാണ് ഇവിടെ വരുന്നത്, അനലൈസ് ചെയ്യാൻ വരുന്നത്. ഓക്കെ, സെറ്റ്? കൺഫ്യൂഷൻ ഇല്ലല്ലോ?
ആ പറഞ്ഞത് എവിടെയെങ്കിലും ആരും ഇതിന്റെ കൺക്ലൂഷൻ വരുന്ന സമയത്ത് നിങ്ങൾ അനലൈസ് ചെയ്തിട്ട് ഇന്നേക്കാന്ന് പറഞ്ഞതിന് ശേഷം നമ്മൾ ഡിസ്കഷന്റെ കൺക്ലൂഷൻ പോലെ തന്നെ പോകും. പക്ഷെ ഇവിടെ നിങ്ങൾക്ക് ഒന്നിനെ അനലൈസ് ചെയ്തിട്ട് വേറെ വേറെ പോയിന്റ് കിട്ടിയത് കൊണ്ട് തന്നെ നിങ്ങൾ ആ പോയിന്റോട് കണക്ട് ചെയ്ത് കൺക്ലൂഡ് ചെയ്യാൻ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പം ബ്ലൂ എക്കണോമിയുടെ ഡെവലപ്മെന്റ്സ് എന്ന് പറയുമ്പോൾ ഇന്ത്യക്ക് ഇത്രത്തോളം റെലവൻസ് ഉണ്ട്. ആ ബ്ലൂ എക്കണോമിയുടെ ഡെവലപ്മെന്റ് ഇന്ത്യയെ മറ്റു പല മേഖലകളിലും എടുത്ത് പറയാം മേഖലകളുടെ ഡെവലപ്മെന്റിനോ അല്ലെങ്കിൽ അത്തരം കാര്യങ്ങൾക്ക് ഇന്ത്യക്ക് ഉപകാരപ്രദമായി മാറും. അതായത് ബ്ലൂ എക്കണോമിയുമായി കണക്ട് ചെയ്യാത്ത മറ്റു കാര്യങ്ങൾ ഇല്ലേ, അപ്പം ഗ്ലോബൽ ജിയോ പൊളിറ്റിക്കൽ വോയിസ് കൂടുന്നു, അങ്ങനെയുള്ള മറ്റു കാര്യങ്ങൾ ഏതെങ്കിലും എടുത്ത് പറഞ്ഞിട്ട് അപ്പം ബ്ലൂ എക്കണോമിയുടെ റെലവൻസ് എന്ന് പറയുമ്പോൾ ഒന്നിൽ മാത്രം മുന്നിൽ നിൽക്കുന്ന ഒന്നല്ല, മറിച്ച് ഇന്ത്യയുടെ ഡെവലപ്മെന്റിനോ ഓവറോൾ ഇന്ത്യയുടെ മറ്റു കാര്യങ്ങൾക്ക് ഗുണം ചെയ്യുന്ന ഒന്നായിട്ട് മാറുന്നു. ജസ്റ്റ് നിങ്ങളുടെ ലോജിക്ക് അപ്പം കിട്ടും എഴുതുന്നതാണ്. നിങ്ങൾ എഴുതിയ പോയിന്റ് അനുസരിച്ച് എഴുതാൻ പറ്റുള്ളൂ. ഓക്കെ, ഒരു കാര്യം കൺക്ലൂഷനകത്ത് നിങ്ങൾ ഏത് ടൈപ്പ് എഴുതിയാലും കൺക്ലൂഷനകത്ത് നിങ്ങൾ എന്തെങ്കിലും പുതിയൊരു പോയിന്റ് വെച്ച് കൺക്ലൂഡ് ചെയ്താൽ കുഴപ്പമൊന്നുമില്ല. എന്നുവെച്ചാൽ ഒരു വേ ഫോർവേഡ് ആയിട്ട് പറയാം, എന്തെങ്കിലും പറഞ്ഞാൽ നല്ല കാര്യം, ഇല്ല കുഴപ്പമൊന്നുമില്ല. പക്ഷേ കാരണം ഞാൻ പറഞ്ഞില്ല, നിങ്ങൾ ശരിക്കും എല്ലാത്തിനും വേ ഫോർവേഡ് വേണ്ട. പക്ഷെ വേ ഫോർവേഡ് വെച്ചാൽ നിങ്ങളുടെ ഒരു എക്സാം പാറ്റേൺ അങ്ങനെ ആയതുകൊണ്ട് നിങ്ങൾ നാളെ ഒരു സൊല്യൂഷൻ മേക്കർ ആയിട്ട് മാറേണ്ടതാണെന്നത് കൊണ്ട് അങ്ങനെ വെച്ചാൽ നല്ലത്. ഓക്കെ ആണല്ലോ? ഓക്കെ, ഒരു കാര്യത്തിലും പേടിക്കേണ്ട. ഇതൊന്നും 1-2 ദിവസം കൊണ്ട് ക്ലിയർ ആവുന്നതല്ല, മാസങ്ങളെടുത്ത് മാത്രമേ നിങ്ങളുടെ ആൻസർ ഇങ്ങനെ വരൂ. അതുകൊണ്ട് നിങ്ങൾ ഇപ്പോൾ എഴുതുന്ന ആൻസർ ഒന്നും ഇല്ല, പക്ഷെ നിങ്ങൾ അത് ട്രൈ ചെയ്യണം, ശ്രമിച്ചുകൊണ്ടേ ഇരിക്കണം. അല്ലെങ്കിൽ നിങ്ങൾക്ക് ഒരിക്കലും ആവില്ല ആൻസർ ചെയ്യുമ്പോൾ. ഈ പറഞ്ഞ പോലെയാണ് ഞാൻ ആൻസർ ചെയ്യാൻ ശ്രമിക്കുന്നതെന്ന് മനഃപൂർവ്വം നിങ്ങൾ ശ്രമിക്കണം. അപ്ലൈ ചെയ്യും, അപ്പോൾ ശരിയായിക്കോളും. ഓക്കെ, അപ്പോഴാണ് നിങ്ങളുടെ UPSC സ്റ്റൈലിലുള്ള സിവിൽ സർവീസ് സ്റ്റൈലിലുള്ള ആൻസർ ആയിട്ട് നിങ്ങൾ ആൻസർ മാറുന്നത്. ഓക്കെ, ഇത് നിങ്ങൾക്ക് ഗുണം ചെയ്തൊരു കാര്യം പറയാം. ഇത് പരീക്ഷ എഴുതുന്ന കാര്യത്തിൽ മാത്രമല്ല, നാളെ നിങ്ങളുടെ ലൈഫിൽ നിങ്ങളുടെ ഡിസിഷനിലൊക്കെ ഇത് റിഫ്ലക്ട് ചെയ്യും. നിങ്ങൾ ശീലിച്ച് ചിലപ്പോൾ എന്നെ സംബന്ധിച്ച് എൻ്റെ അനുഭവം കൊണ്ട് പറയാം. പല വിഷയങ്ങൾ പല സ്ഥലത്തും ഡിസ്കസ് ചെയ്യാണ്ട് 5-6 ആൾ കൂടി ഡിസ്കസ് ചെയ്യുന്ന സമയത്ത് എനിക്ക് അതുപോലെ ഫ്രസ്ട്രേഷൻ ആവാറുണ്ട്. കാരണം ഒരു കാര്യം വിഷയത്തിൽ ഡിസ്കസ് ചെയ്യാം, എന്തെങ്കിലും ഒരു പ്രോഗ്രാം നടത്തുന്ന ഡിസ്കഷൻ ആണെന്ന് വിചാരിച്ചോ, നടക്കുന്ന സമയത്ത് പലരും എന്താ പറയാ വേറെ വേറെ വിഷയങ്ങൾ പറഞ്ഞു പോകും. അപ്പൊ എനിക്ക് ഫ്രസ്ട്രേറ്റഡ് ആവും. അപ്പൊ ഞാൻ മനസ്സിലേക്ക് എന്തിനൊക്കെ പറയുന്നത്, അത് നിർത്തുക, അത് നമ്മുടെ വിഷയമല്ലല്ലോ, അത് നിർത്തി ഇതിലേക്ക് വാ. അപ്പൊ ഇതിനകത്ത് വേറെ എങ്ങോട്ടേക്കും പോയിട്ട് പറയും. അപ്പൊ ഞാൻ മനസ്സിലാക്കി ഇത് നമുക്ക് എന്ത് ചെയ്യാം, അപ്പൊ ഡിസ്കസ് ചെയ്യാം, ഇപ്പൊ തന്നെ. സോ തീരുമാനങ്ങൾ നിങ്ങളുടെ കുറെ കൂടി കറക്റ്റായിട്ട് എത്തും. നിങ്ങൾ തീരുമാനങ്ങൾ ലൈഫിലും ഗുണം ചെയ്യാറ്. അപ്പൊ ഞാൻ ഫ്രസ്ട്രേറ്റ് ആകുമ്പോൾ ഞാൻ ചിന്തിക്കും, എനിക്ക് എന്തുകൊണ്ടാണ് എന്റെ മനസ്സ് പെട്ടെന്ന് കറക്റ്റ് പോയിന്റിൽ മാത്രം ചിന്ത പോകുകയാണെങ്കിൽ ഞാൻ വർഷങ്ങളോളം ഈ രീതി പരിശീലിച്ചുകൊണ്ടാണ്. അത് പരീക്ഷ എഴുതാൻ വേണ്ടി മാത്രമല്ല, എന്റെ ഡിസിഷൻ മേക്കിങ്ങിൽ എന്ത് വരുന്നുണ്ട്, ഈ ചിന്ത പോകണ്ട, അത് മാറ്റി ഇപ്പൊ തന്നെ അങ്ങനെ എന്തായി മാറും, ഡയറക്റ്റ് ആയിട്ട് മാറും. നിങ്ങളുടെ ലൈഫിൽ തന്നെ അത് ഗുണം ചെയ്യും. ഇത് നിങ്ങൾ പ്രാക്ടീസ് ചെയ്തുകൊണ്ടിരുന്നാൽ അനാവശ്യമായിട്ട് സാധാരണക്കാർ ചിന്തിക്കുന്ന പോലെ ചിന്തിച്ച് പോകില്ല. അങ്ങനെ ചിന്തിച്ച് പോകുമ്പോൾ നിങ്ങളുടെ ടൈം വേസ്റ്റിംഗ് ആണ്. ഇവിടെ നിങ്ങളുടെ മുന്നിലേക്ക് വരുന്ന പ്രശ്നങ്ങളെ കറക്റ്റ് ഒഴിവാക്കിയിട്ട് കറക്റ്റ് പോയിന്റിലേക്ക് നിങ്ങളുടെ ചിന്ത എത്തും. ലൈഫിലെ ഡിസിഷൻസിലും ലൈഫിലെ പ്രശ്നങ്ങളിലും ഇത് ശീലിച്ചു കഴിഞ്ഞാൽ മനസ്സിലായില്ല, ഇത് സത്യമാണ്. ആൻസർ റൈറ്റിംഗിൽ മാത്രമല്ല, അങ്ങനെ ലൈഫിൽ നിങ്ങൾ നിങ്ങളുടെ ഫ്രണ്ട്സിനെ എടുത്ത് നോക്കുക, നിങ്ങളുടെ കുടുംബക്കാരെ എടുത്ത് നോക്കുക, അവരൊക്കെ തീരുമാനം എടുക്കുന്നതിനെക്കാട്ടും പെർഫെക്റ്റ് ആയിട്ടും ഫാസ്റ്റ്ലി നിങ്ങൾ തീരുമാനം എടുക്കും. നിങ്ങൾ ഇത് ശീലിച്ചാൽ അപ്പൊ ആൾക്കാർ നിങ്ങളുടെ വരും, നീ പറ, നീ എന്താ പറയുന്നത് ചോദിച്ചു വരും. അനുഭവം കൊണ്ട് പറയാം, നിന്റെ അഭിപ്രായം എന്താണെന്ന് ചോദിച്ചു തരും. എന്റെ അഭിപ്രായം ചോദിക്കുമ്പോൾ അത് അവരെക്കാളും പെർഫെക്റ്റ് ആയിരിക്കുമെന്നും അത് സ്പീഡായിരിക്കും ഇവർക്കറിയാം. എനിക്ക് അനുഭവം കൊണ്ട് അവിടെ പറയുന്നത് മനസ്സിലായില്ലേ? അപ്പൊ നിങ്ങൾക്ക് ഗുണം ചെയ്യും ഈ കാര്യം ശീലിച്ചാൽ. ഓക്കെ, ആൻഡ് ഇനി ഇതിലേക്ക് പോവാണ് ക്രിട്ടിക്കലി അനലൈസ് എന്ന് പറയുകയാണ്. ഈ ക്രിട്ടിക്കലി വരുമ്പോൾ നിങ്ങൾ ഒന്നും പേടിക്കണ്ട. ക്രിട്ടിക്കലി അനലൈസ് വന്നേക്കാം, ക്രിട്ടിക്കലി ഡിസ്കസ് ചെയ്യാൻ വന്നേക്കാം. ഈ ക്രിട്ടിക്കലി എന്ന വാക്ക് വരുമ്പോൾ എന്താ ഉദ്ദേശിക്കുന്നത്, എന്തായിരിക്കാം, എന്തൊക്കെയാണ് വരുന്നത് ക്രിട്ടിക്കലി വരുമ്പോൾ? പൊതുവെ ഒരു മിസ്കോൺസെപ്റ്റ് ഉണ്ട്. ക്രിട്ടിക്കലി എന്ന് പറയുമ്പോൾ നെഗറ്റീവ് എടുത്ത് പറയാൻ ഒരു കോൺസെപ്റ്റ് കാണാറുണ്ട്. പക്ഷെ അങ്ങനെയല്ല. ക്രിട്ടിക്കലി അത് ഒരു കാര്യം പറഞ്ഞിട്ട് ക്രിട്ടിക്കലി പറയുമ്പോൾ അതിനെ ക്രിട്ടിസൈസ് ചെയ്യുന്ന അർത്ഥമുള്ളത് കൊണ്ടായിരിക്കും അങ്ങനെ വരുന്നത്. പക്ഷെ ക്രിട്ടിക്കലി വരുമ്പോൾ ഉദ്ദേശിക്കുന്നത് നിങ്ങൾ അതിനെ അതിൻ്റെ ഒരു നെഗറ്റീവ് വശം കൂടി എടുത്ത് പറയുക, അത്രയേ ഉള്ളൂ. ഇപ്പൊ നിങ്ങളിപ്പോ എങ്ങനെ പറയാം, ഡിസ്കസ് ചെയ്യുന്നില്ലേ, നിങ്ങൾ ഡിസ്കസ് ചെയ്യുമ്പോൾ ഓരോ പെർസ്പെക്റ്റീവ് പറയുന്നില്ലേ. ഓക്കെ, അപ്പൊ സപ്പോസ് നിങ്ങൾ പറയുന്നു സ്ട്രാറ്റജിക് മേഖലയിൽ ഇന്ന രീതിയിൽ നമുക്ക് ഗുണം ചെയ്യുന്നുണ്ട്, അത് പറയില്ലേ, അത് പെർസ്പെക്റ്റീവ് പറയുകയല്ലേ. അത് ക്രിട്ടിക്കലി അനലൈസ് ചെയ്യാൻ പറഞ്ഞേക്കാൻ നിങ്ങൾ ഉപയോഗിക്കണം. എങ്ങനെയൊക്കെ ആണെങ്കിലും നമുക്കിപ്പോൾ സ്ട്രാറ്റജിക് ആയിട്ട് ഇത് ഗുണം ചെയ്യുന്നത് കൊണ്ടും, പക്ഷെ നമ്മുടെ പോർട്ട് ഒന്നും ഇപ്പോഴും എന്താണ് അണ്ടർ ഡെവലപ്ഡ് ആണ്, അതിന് പലതരം പ്രശ്നങ്ങൾ വേറെ കിടക്കുന്നുണ്ട്. ഈ പ്രശ്നങ്ങളൊക്കെ ഉള്ളത് കൊണ്ട് ഈ പറഞ്ഞ ഗുണം നമുക്ക് കിട്ടണമെന്നില്ല. അത് ക്രിട്ടിക്കലി പറഞ്ഞു. ഗുണമുണ്ട് എന്ന് പറഞ്ഞു വെക്കുന്നില്ല, പകരം ആ ഗുണം കിട്ടുന്നതിന് ഇന്ന പ്രശ്നമുള്ളത് കൊണ്ട് നമുക്കിത് ബുദ്ധിമുട്ടാണ് എന്നത് നെഗറ്റീവ് ആൻസർ ആയി മാറരുത്. കൺക്ലൂഡ് ചെയ്യുമ്പോൾ
ഇത് പ്രശ്നം ഉണ്ടെങ്കിലും കൂടിയിട്ടും നമുക്ക് ഇന്ന വഴി പോയാൽ അത് നേടിയെടുക്കാം. ഈ എക്സാമ്പിൾ മാറ്റി പറഞ്ഞാൽ മതി. ഇപ്പം ഇതല്ലേ ഡെമോഗ്രാഫിക് ഡിവിഡൻഡ് കേട്ടിട്ടില്ലേ? ഓക്കെ, കേട്ടിട്ടുണ്ടോ അന്നേരം ഡെമോഗ്രാഫിക് ഡിവിഡൻഡ്? സിമ്പിൾ ഇത്രയേ ഉള്ളൂ. പോപ്പുലേഷൻ കൊണ്ട് കിട്ടുന്ന ഗുണം, അതാണ് ഡെമോഗ്രാഫിക് ഡിവിഡൻഡ് എന്ന് പറയുന്നത്. നമുക്ക് പോപ്പുലേഷൻ ഉണ്ടാവുന്ന സമയത്ത് ആ പോപ്പുലേഷന്റെ സ്ട്രക്ചറിൽ ഉണ്ടാവുന്ന ചേഞ്ച് കാരണം കിട്ടുന്ന ഗുണമാണ്. ഡെമോഗ്രാഫി എന്ന് പറയുമ്പോൾ എന്താണ്? പോപ്പുലേഷനെ ബന്ധപ്പെട്ടതാണ്. അതിൽ നിന്ന് കിട്ടുന്ന ഡിവിഡൻഡ് ആണ്, ഗുണമാണ്. ഒരു രാജ്യത്തെ പോപ്പുലേഷനിൽ വലിയ ശതമാനം യൂത്ത് ആണെങ്കിൽ ഡെമോഗ്രാഫിക് ഡിവിഡൻഡ് കൂടുതലായിരിക്കും, ശരിയല്ലേ? അതേ സമയത്ത് ഒരു രാജ്യത്തെ പോപ്പുലേഷൻ അധികം യൂത്ത് അല്ല, പ്രായം ചെന്നവരാണെങ്കിലോ ഡെമോഗ്രാഫിക് ഡിവിഡൻഡ് കുറവായിരിക്കും. ഇതാണ് ഡിവിഡൻഡ് ഉദ്ദേശിക്കുന്നത്. പക്ഷെ നിങ്ങൾ ചിന്തിച്ച് നോക്കിക്കേ, അപ്പൊ നമ്മൾ പറയുകയാണ് ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം ഭൂരിഭാഗം യൂത്ത് ആണ്, അതുകൊണ്ട് നമുക്ക് ഡെമോഗ്രാഫിക് ഡിവിഡൻഡ് ഉണ്ട് എന്ന് പറയുമ്പോൾ എന്തായി? അത് ഓക്കെ, അനലൈസ് ചെയ്തു. വിവിധ അനലൈസ് ചെയ്യുന്നു. ക്രിട്ടിക്കൽ അനലൈസ് ചെയ്യുമ്പോൾ നമുക്ക് എന്ത് പറയാം? അല്ല, ഇപ്പോഴത്തെ അവസ്ഥ ക്രിട്ടിക്കൽ അനലൈസ് ചെയ്യുന്നു. ഇന്ത്യക്ക് ഇപ്പൊ വെച്ച് നോക്കുമ്പോൾ ഡെമോഗ്രാഫിക് ഡിവിഡൻഡ് കിട്ടാൻ സാധ്യതയുണ്ട്. കാരണം നമ്മുടെ പോപ്പുലേഷൻ വലിയ ശതമാനം ആരാണ്? യൂത്ത് ആണ്. ഓക്കെ, അതുകൊണ്ട് നമുക്ക് അതിനെ അനലൈസ് ചെയ്ത് പലതും പറയാം. അങ്ങനെ നമുക്ക് പ്രൊഡക്ഷൻ കൂടും, അങ്ങനെ പല കാര്യങ്ങൾ പറയുന്നു. ഓക്കെ, ഇതാണ് എന്ത്? ആ സാധനത്തെ അനലൈസ് ചെയ്യുകയോ ഡിസ്കസ് ചെയ്യുകയോ ചെയ്യുന്നത്. ഇതിനെ ക്രിട്ടിക്കലി പറയുമ്പോൾ എങ്ങനെ പറയാം? ദാറ്റ് മീൻസ് ഇങ്ങനെയൊക്കെ കിട്ടും. ഓക്കെ, ശരിയാണ്. പക്ഷെ എന്താണ്? അൺഎംപ്ലോയ്മെന്റ് കൂടുതലാണ്. കിട്ടുമോ? കിട്ടൂല. യൂത്ത് ഉണ്ടായിട്ട് കാര്യമുണ്ടോ? അവർക്ക് ജോലി കിട്ടണം, ഇതേ കാര്യമുള്ളൂ. ഇനി യൂത്തിന് മാൽന്യൂട്രീഷൻ കൂടുതലാണ്, അത് മിക്ക യൂത്തിന് എന്ത് ആരോഗ്യമില്ല, ഡിവിഡൻഡ് കിട്ടും? കിട്ടൂല, ശരിയല്ലേ? അപ്പൊ അത് ക്രിട്ടിക്കലോട് അനലൈസ് ചെയ്യുമ്പോൾ എന്തായി? അത് ക്രിട്ടിക്കൽ അനലൈസിസ് ആയി മാറി. സെയിം എവിടെയേ ഉള്ളൂ. ഓക്കെ, ബ്ലൂ എക്കണോമിയോട് മായി ബന്ധപ്പെട്ടുകൊണ്ട് ബ്ലൂ എക്കണോമിയുടെ ഡെവലപ്മെന്റിന് ഇതിന്റെ ഗുണങ്ങൾ കിട്ടും. നമ്മൾ ഇത്രയും പറഞ്ഞു വെച്ചാൽ അതാണ്, ശരിയല്ലേ? പക്ഷെ നമ്മളെ സംബന്ധിച്ചിടത്തോളം പല പോരായ്മകളുണ്ട് എന്ന് പറയുമ്പോൾ എന്തായി? ക്രിട്ടിക്കൽ അനലൈസ്. കൺക്ലൂഷൻ വേണ്ട എങ്ങനെയാണ്? ഇന്നൊക്കെ പോരായ്മകൾ ഉണ്ടെങ്കിലും ഇന്നൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ നമുക്കത് ഗുണമാണ്. ആൻസർ എപ്പോഴും പോസിറ്റീവ് ആക്കി മാറ്റാം. ഓക്കെ, അതായത് ഇന്ന പോരായ്മകൾ ഉണ്ടെങ്കിലും നമുക്ക് ഇന്നത് കിട്ടും എന്ന് ആണ് പറയേണ്ടത്. അല്ലാതെ ഇന്ന ഗുണങ്ങൾ കിട്ടുമെങ്കിലും അതിന് ഇന്ന പ്രശ്നങ്ങൾ കൂടി ഉണ്ട് എന്ന് പറഞ്ഞ് അവസാനിപ്പിക്കരുത്. തിരിച്ചു പറഞ്ഞ് അവസാനിപ്പിക്കണം. ഓക്കെ, ഇന്ന പ്രശ്നങ്ങൾ ഉണ്ടെങ്കിലും അത് ഇങ്ങനെ സോൾവ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഗുണം കിട്ടും എന്ന് അവസാനിപ്പിക്കും. ഇപ്പൊ ക്രിട്ടിക്കൽ അനലൈസ് മനസ്സിലായോ? അതിന്റെ ക്രിട്ടിക്കൽ പോയിന്റോട് പറഞ്ഞു വെച്ചാൽ മതി. ക്ലിയർ? ഇതിനെ അതിപ്പോ അനലൈസ് ചെയ്യാൻ മാത്രമല്ല, ഡിസ്കസ് ചെയ്യാൻ പറയുമ്പോൾ എന്ത് പറയുമ്പോഴും അതിന്റെ ക്രിട്ടിക്കൽ വശം കൂടി. ഇന്നൊക്കെയാണ് കാര്യങ്ങൾ, പക്ഷെ അത് കിട്ടുന്നതിന് ഇന്ന പ്രശ്നങ്ങൾ കൂടി ഉണ്ട്. പക്ഷെ ആ പ്രശ്നം പരിഹരിച്ചാൽ അത് കിട്ടും എന്ന് പറഞ്ഞ് കണ്ടുപിടിക്കുക. ക്ലിയർ ആണോ? ക്രിട്ടിക്കൽ അനലൈസ് എന്താണത്? സംശയം ഉണ്ടല്ലോ അവിടെ? നെഗറ്റീവ് തന്നെയാണ് പറയുന്നത്. അത് നെഗറ്റീവ് ആയിട്ട് എടുക്കുന്നതിന് പകരം പ്രോസ് ആൻഡ് കോൺസ് പറയുന്നു എന്ന് പറഞ്ഞ പോലെ നമ്മളിപ്പം പ്രോസ് എഴുതുന്നു, കോൺസ് എഴുതുന്നു, അങ്ങനെ എഴുതുന്നതല്ല ചെയ്യുന്നത്. ഇപ്പൊ നിങ്ങൾ ആൻസർ ചെയ്യുന്ന സമയത്ത് ഡിഫറെന്റ് പെർസ്പെക്റ്റീവ് പറയുന്നു, എന്നിട്ട് വേണമെങ്കിൽ സബ്മിറ്റിംഗ് ആയിട്ട് ക്രിട്ടിക്കലി അനലൈസ്, അല്ലെങ്കിൽ സബ്മിറ്റിംഗ് ആയിട്ട് അവിടെ വരുന്നത് എന്താണ്? ഇതിന് ഇന്ന കാര്യങ്ങളൊക്കെ പറഞ്ഞെങ്കിലും ഇന്ന പ്രശ്നങ്ങൾ ഇതിനുണ്ട്, ഈ പ്രശ്നമുള്ളത് കൊണ്ട് അത് പരിഹരിക്കാൻ മാത്രം നമുക്ക് കിട്ടുന്നുള്ളൂ. അല്ലെങ്കിൽ പ്രശ്നങ്ങൾ എന്തൊക്കെയാണെന്ന് നമ്മൾ പറയുന്നു. ബ്ലൂ എക്കണോമി ആണെങ്കിൽ അതുമായി ബന്ധപ്പെട്ട പൊല്യൂഷൻ പ്രശ്നമാണ്. ചലഞ്ചസ് ആദ്യം പറഞ്ഞില്ല, ചലഞ്ചസ് പറഞ്ഞില്ല. ഈ ചലഞ്ചസ് പറയുമ്പോൾ എന്തായി? അത് ക്രിട്ടിക്കലാണ്. മനസ്സിലായല്ലേ? കൺക്ലൂഡ് ചെയ്യുന്ന സമയത്ത് നമ്മൾ ഇതിനൊക്കെ ചലഞ്ചസ് ഉണ്ടെങ്കിലും ഇന്നതിൽ ബേസ് നമ്മളത് സൊല്യൂഷൻ കണ്ടിട്ട് കണ്ടാൽ അങ്ങനെ രീതിയിൽ പോസിറ്റീവ് ആക്കി മാറ്റും. ഓക്കെ, അതിന്റെ ക്രിട്ടിക്കൽ ആയിട്ടുള്ള വശം കൂടി പറയുന്നു. അതെ, കറക്റ്റ് ശരിക്കും അതിന്റെ കറക്റ്റ് എക്സാമ്പിൾ, അത് കറക്റ്റ് മനസ്സിലാക്കുന്ന ഡെമോഗ്രാഫി ഡിവിഡൻഡ് എക്സാമ്പിൾ കറക്റ്റ് ആയിട്ട്. ഇന്നൊക്കെ ഇന്ത്യക്ക് യൂത്ത് ഉള്ളത് കൊണ്ട് ഡെമോഗ്രാഫി ഡിവിഡൻഡ് ഉണ്ട്. ഓക്കെ, അങ്ങനെ പറഞ്ഞു വെച്ചാൽ അത് എന്തായി? അനലൈസ് ആയിട്ട് മാറി. പിന്നെ അനലൈസ് ചെയ്യണം. അനലൈസ് ചെയ്യുമ്പോൾ പല കണക്ട് ചെയ്ത് പോകണം. ഞാൻ ചിന്തിക്കുന്നില്ല, പല രീതിയിൽ കണക്ട് ചെയ്ത് പോവാം. ഡെമോഗ്രാഫി ഡിവിഡൻഡ് കിട്ടുമ്പോൾ എന്തൊക്കെ കിട്ടുന്നു അനലൈസ് ചെയ്ത് പോവാം. അങ്ങനെ അനലൈസ് ചെയ്യലായി. ഇത് ക്രിട്ടിക്കലി അനലൈസ് ചെയ്യുന്നത് എങ്ങനെയാ? ക്രിട്ടിക്കൽ പോയിന്റ് എഴുതാം. വെച്ചിട്ടുണ്ടെങ്കിൽ ഇന്ത്യക്ക് ഇത്രത്തോളം മാൽന്യൂട്രീഷൻ ഉണ്ട്, അത് പ്രശ്നമാണ്. എത്ര അൺഎംപ്ലോയ്മെന്റ് ഉണ്ട്, അത് പ്രശ്നമാണ്. ശരിയല്ലേ? അപ്പോഴൊക്കെ ഡെമോഗ്രാഫി ഡിവിഡൻഡ് കിട്ടുന്ന തടസ്സമല്ല അതൊക്കെ. അതാണ് ക്രിട്ടിക്കലി പറയുന്നത്. ഡെമോഗ്രാഫി ഡിവിഡൻഡ് ഉണ്ട് യൂത്ത് ഉള്ളത് കൊണ്ട്, പക്ഷെ ആ യൂത്തിന് എംപ്ലോയ്മെന്റ് ഇല്ല, ആ യൂത്തിന് ആരോഗ്യം കൃത്യമായിട്ടില്ല, അതുകൊണ്ട് തന്നെ ആ യൂത്തിന് വിദ്യാഭ്യാസം ഇല്ല, സ്കില്ലില്ല. അങ്ങനെ ഒരു എന്തായി മാറി? ഡെമോഗ്രാഫി ഡിവിഡൻഡ് കിട്ടുന്നതിന് ബുദ്ധിമുട്ടുണ്ട്. പക്ഷെ സ്കില്ല് കൊടുത്ത്, എഡ്യൂക്കേഷൻ കൊടുത്ത്, ആരോഗ്യം കൊടുത്താലോ നമുക്ക് പോസിബിലിറ്റി ഉണ്ട് എന്ന് കൺക്ലൂഡ് ചെയ്യുന്നു. കൺക്ലൂഷൻ ലാസ്റ്റ്, അതാണ് നമ്മൾ കൺക്ലൂഷൻ പറയുന്നത്. ക്രിട്ടിക്കൽ ചെയ്ത് ലാസ്റ്റ്. ഇനി ഓരോ പോയിന്റ് കൂടെ പറഞ്ഞാലും കുഴപ്പമില്ല. പക്ഷെ അത് ഇങ്ങനെ അത് ഓരോ ക്വസ്റ്റ്യൻ പോലെ ഇരിക്കണം. ഇപ്പൊ ഡെമോഗ്രാഫി ഡിവിഡൻഡ് ആണെങ്കിൽ അവസാനം പറഞ്ഞതാണ്. ഈ ബ്ലൂ എക്കണോമി ആകുമ്പോൾ ഓരോ സമയത്ത് അതിന്റെ പോലെ എടുത്ത് പറഞ്ഞിരിക്കുന്നത്. ഇപ്പം എൻവയോൺമെന്റലുമായി ബന്ധപ്പെട്ട് നമുക്ക് ഫിഷറീസ് പ്രൊഡക്ഷൻ കൂടുമെന്ന് പറയുന്നു. അപ്പം ഈ പറയുന്ന കർഷകർ അല്ലെങ്കിൽ ഇവരുടെ പോവർട്ടി മാറുമെന്ന് പറയുന്നു. കൂടെ നമ്മളെന്ത് വരുന്നു? എങ്ങനെയൊക്കെ? പക്ഷെ നമ്മുടെ ഇപ്പോഴത്തെ സ്റ്റാറ്റസ് വെച്ച് നോക്കുകയാണെങ്കിൽ ഇത്രത്തോളം ഏരിയ
ആസിഡിഫിക്കേഷൻ ഉണ്ട്, ഇത്രയും മേഖല എന്തുകൊണ്ട് പൊല്യൂട്ടഡ് ആണ്. അതുകൊണ്ട് തന്നെ അത് ക്രിട്ടിക്കൽ അനലൈസ് ചെയ്തു. ശരിയല്ലേ? സ്ട്രാറ്റജിക്കൽ ഇമ്പോർട്ടൻസ് പറയുന്നു. ആൻഡമാൻ നിക്കോബാർ ദ്വീപിൽ നമ്മളിങ്ങനെ കൃത്യമായിട്ട് ആക്കാൻ ശ്രമിക്കുന്നുണ്ട്, പോർട്ടലൊക്കെ ശ്രമിക്കുന്നുണ്ട്. അത് ബ്ലൂ എക്കണോമിയാണ് സർക്കാർ പറയുന്നത്. ഓക്കെ, അപ്പം അത് നമുക്ക് സ്ട്രാറ്റജിക്കലി ഇമ്പോർട്ടൻ്റ് ആണ് എന്ന് പറയുന്നു. അത് അനലൈസ് ചെയ്യുന്നു. എങ്ങനെ നമ്മൾ അത് നമ്മുടെ എന്താ പറയുക, ജിയോ പൊളിറ്റിക്സ് നമുക്ക് ഫേവറബിൾ പോയിന്റ് ഉണ്ടാക്കുന്നു, ഫേവറബിൾ കണ്ടീഷൻ ഉണ്ടാക്കുന്നു എന്ന് പറഞ്ഞു വെച്ചിട്ട് അത് ക്രിട്ടിക്കലി പറയുന്നു. പക്ഷേ ഈ പറയുന്ന ആൻഡമാൻ നിക്കോബാർ ഐലൻഡിലെ ഡെവലപ്മെന്റ് പ്രവൃത്തികളൊക്കെ തന്നെ എൻവയോൺമെന്റൽ പൊല്യൂഷൻസ്, എൻവയോൺമെന്റലി കൺസേൺ കൂടി ഉണ്ടാക്കുന്നുണ്ട്. ശരിയായല്ലോ? അപ്പൊ ക്രിട്ടിക്കലി അനലൈസ് ചെയ്തുള്ളൂ അതിന്. ശരിയായല്ലേ? അങ്ങനെ ഓരോ പോയിന്റിനെയും അതിനെ നെഗറ്റീവ് പറയുകയല്ല, മറിച്ച് ഇങ്ങനെ വരുമ്പോൾ ആണെങ്കിലും ഒരു ഇന്ന പ്രശ്നം കൂടി സോൾവ് ചെയ്യാനുണ്ട് എന്ന് പറയുന്നതാണ് ക്രിട്ടിക്കലി അനലൈസ് ചെയ്യുന്നത്. മനസ്സിലായല്ലോ? മനസ്സിലായോ? ഇത് കിട്ടിയോ? കൺഫ്യൂഷൻ ഉണ്ടെങ്കിൽ ചോദിച്ചോ. പറയാം. അതായത് നമ്മളിപ്പോൾ എങ്ങനെയാ അനലൈസിലേക്ക് എത്തുന്നു, ആദ്യം അനലൈസിലേക്ക് എത്തുമ്പോൾ എങ്ങനെയാ പറയുന്നത്? ഇപ്പൊ സ്ട്രാറ്റജിക് പോയിന്റ് അനലൈസ് ചെയ്യുന്നു. ഫസ്റ്റ് ഒരു ഓരോരോ പോയിന്റിൽ അനലൈസ് ചെയ്യാം. സ്ട്രാറ്റജിക് ആയിട്ടുള്ള നമുക്ക് അത് എന്താണ് റെലവെന്റ് ആണെന്ന് അനലൈസ് ചെയ്യുന്നു. അതെങ്ങനെയാ? സ്ട്രാറ്റജിക് ആയിട്ടുള്ള കാര്യത്തിന് നമ്മൾ പറയുമ്പോൾ അത് ബിസിനസ് ഷിപ്പ് റൂട്ട് ആണോ, അല്ലെങ്കിൽ ചൈനയുമായി പ്രോക്സിമിറ്റി ഉണ്ട് എന്ന കാര്യം അതുകൊണ്ട് സ്ട്രാറ്റജിക് ഇമ്പോർട്ടൻ്റ് ആണ്. സോ നമ്മൾ എന്ത് ചെയ്യുന്നു? ആൻഡമാൻ നിക്കോബാർ ഐലൻഡിൽ പോർട്ട് ഡെവലപ്പ് ചെയ്യുന്നുണ്ട്. അത് സ്ട്രാറ്റജിക്ക് നമുക്ക് ഇമ്പോർട്ടൻ്റ് ആണ്. ശരിയല്ലേ? അത് നമ്മളെ ജിയോ പൊളിറ്റിക്സ് നമുക്ക് കണക്ട് ചെയ്ത ജിയോ പൊളിറ്റിക്സ് നമുക്ക് ഇങ്ങനെ പോർട്ടെല്ലാം ഡെവലപ്പ് ചെയ്യുന്നത് ജിയോ പൊളിറ്റിക്സിൽ നമുക്ക് ഫേവറബിൾ കണ്ടീഷൻ ഉണ്ടാക്കാൻ സാധ്യതയുണ്ട്. ഇത്രയും നമ്മൾ അനലൈസ് ചെയ്തു. എന്നിട്ട് ക്രിട്ടിക്കലി അനലൈസ് ചെയ്യുന്നു. ശേഷം പറയുന്നു ഇങ്ങനെയൊക്കെ ആണെങ്കിലും ഇത്തരം എന്താ പറയാ ഡെവലപ്മെന്റ് പ്രൊജക്ടുകളൊക്കെ തന്നെ എൻവയോൺമെന്റൽ ആയിട്ടുള്ള കൺസേൺസ് ഉണ്ടാക്കുന്നുണ്ട്. എസ്പെഷ്യലി ആൻഡമാൻ നിക്കോബാറിലെ പ്രൊജക്ടുകൾ കൺസേൺസ് ഉണ്ടാക്കുന്നുണ്ട്. ശരിയല്ലേ? അപ്പൊ എന്തായി? ക്രിട്ടിക്കലി അനലൈസ് ചെയ്തു. മനസ്സിലായോ? ഓക്കെ, സെയിം ഡിവിഡന്റ് പറഞ്ഞ വാങ്ങാൻ തന്നെയല്ലേ പറയുന്നത്. ഡിവിഡന്റ് കിട്ടാൻ സാധ്യതയുണ്ട് എന്ന് നമ്മൾ പറയുന്നു. ഒപ്പം പറയുന്നു പക്ഷെ യൂത്തിന് എന്തില്ല? എംപ്ലോയ്മെന്റ് ഇല്ല, എഡ്യൂക്കേഷൻ ഇല്ല, ആരോഗ്യമില്ല. അത് പറയാൻ ക്രിട്ടിക്കൽ അനലൈസ് ചെയ്തു. പക്ഷെ അങ്ങനെ കൺക്ലൂഡ് ചെയ്യരുത്. കൺക്ലൂഡ് ചെയ്യുമ്പോൾ ഇതൊക്കെ പ്രശ്നങ്ങളാണെങ്കിൽ ഇങ്ങനെ സോൾവ് ചെയ്താൽ നമുക്ക് കിട്ടും എന്ന് കൺക്ലൂഡ് ചെയ്യാം. കൺക്ലൂഷൻ എപ്പോഴും പോസിറ്റീവ് ആക്കി. ഇതിനെ ക്രിട്ടിക്കൽ അനലൈസ് മനസ്സിലായോ? ഓക്കെ, നമ്മൾ അനലൈസ് ചെയ്തതിന് ശേഷം അതിന് ഇന്ന ക്രിട്ടിക്കൽ വശം കൂടി ഉണ്ട് എന്ന് പറഞ്ഞു വെച്ചേക്കും. അത്രയേ ഉള്ളൂ. ഓക്കെ, അത് ആൻസർ ശരിയോ? ഇതും പേടിക്കണ്ട. അതൊക്കെ നിങ്ങളുടെ ലോജിക് പോലെ ഇരിക്കും. കാരണം നിങ്ങൾ എക്സ്പ്ലെയിൻ ചെയ്യാൻ തുടങ്ങി വന്നു കഴിഞ്ഞാൽ 150 വേർഡ്സ് ആണെങ്കിൽ പൊട്ടില്ല ഇതെല്ലാം. അപ്പൊ അത് കട്ട് ഔട്ട് ചെയ്യണം. നിങ്ങളോടൊപ്പം അനലൈസ് ചെയ്യാൻ പറഞ്ഞാൽ നിങ്ങൾ ബ്ലൂ എക്കണോമി എക്സ്പ്ലെയിൻ ചെയ്യാൻ പോകണം, വേണ്ട. അല്ലെങ്കിൽ എക്സ്പ്ലെയിൻ ഒറ്റ സെന്റൻസിൽ ഒതുക്കുക അല്ലെ? കാരണം നിങ്ങൾക്ക് എന്തൊക്കെ എക്സ്പ്ലെയിൻ ചെയ്യാനുണ്ട്, വിവിധ പേഴ്സ്പെക്റ്റീവ് എക്സ്പ്ലെയിൻ ചെയ്യാനുണ്ട്. അപ്പൊ നിങ്ങൾ ക്രിട്ടിക്കലി അനലൈസ് ചെയ്യാൻ പറയുന്നു അല്ലെ? എന്തിന്റെ? ബ്ലൂ എക്കണോമിക് സിഗ്നിഫിക്കൻസ്. അപ്പൊ നിങ്ങൾ ആദ്യം എക്സ്പ്ലെയിൻ ചെയ്യുമ്പോൾ പറഞ്ഞ പോലെ ബ്ലൂ എക്കണോമി ഡിഫൈൻ ചെയ്യാൻ പോയാൽ നിങ്ങൾക്ക് പേപ്പർ സ്ഥലം കഴിയില്ല. അപ്പൊ എക്സ്പ്ലനേഷൻ എന്താക്കുക? ഒറ്റ വാക്കിൽ വെക്കുക. ശരിയല്ലേ? സിമ്പിൾ ആയിട്ട് എക്സ്പ്ലെയിൻ ചെയ്തേക്കാം, അവിടെ സിമ്പിൾ ആയിട്ട്. അത് നിങ്ങളുടെ അപ്പത്തെ ലോജിക്ക് പോലെ നിങ്ങൾക്ക് എഴുതാൻ പോയിന്റ് ഇല്ലെന്ന് വിചാരിച്ചു. അപ്പൊ നിങ്ങൾ എക്സ്പ്ലനേഷൻ കുറച്ചധികം കൊടുത്തേക്കാം. അങ്ങനെ നിങ്ങളുടേതായ ഇതിൽ എഴുതാം. നിങ്ങൾക്ക് ക്രിട്ടിക്കലി അനലൈസ് ചെയ്യാൻ സൂപ്പർ പോയിന്റ്സ് കയ്യിലുണ്ടെന്ന് വിചാരിച്ചു. അങ്ങനെയാണെങ്കിൽ ഈ പറഞ്ഞ എക്സ്പ്ലനേഷൻ ചുരുക്കി പറയാം എന്താ ബ്ലൂ എക്കണോമി, എന്നിട്ട് വിവിധ പെർസ്പെക്റ്റീവിലേക്ക് പോകുന്നു. ആ ഓരോ പെർസ്പെക്റ്റീവിനെ അനലൈസ് ചെയ്യുന്നു. ഓക്കെ, സ്ട്രാറ്റജിക് പോയിന്റ് അനലൈസ് ചെയ്തു, നമ്മുടെ എൻവയോൺമെന്റൽ പോയിന്റ് അനലൈസ് ചെയ്യുന്നത് മീൻസ് എന്താണ്? അതിനെ വേറെ വിഷയമായി കണക്ട് ചെയ്യുകയാണ് ചെയ്യുന്നു. എന്നിട്ട് തന്നെ ആ ഓരോ വിഷയം കണക്ട് ചെയ്യുന്നത് ക്രിട്ടിക്കൽ പോയിന്റ് എഴുതി കഴിഞ്ഞാൽ എന്തായി? ക്രിട്ടിക്കൽ അനലൈസ് ആയി. ലാസ്റ്റ് പോയി ഒരു പാരഗ്രാഫ് ക്രിട്ടിക്കൽ അനലൈസ് ചെയ്യണമെന്നില്ല. ഓരോ പോയിന്റ് ക്രിട്ടിക്കൽ അനലൈസ് ചെയ്താൽ മതി. ഇപ്പൊ സ്ട്രാറ്റജിക് പോയിന്റ് അനലൈസ് ചെയ്തില്ലേ ക്രിട്ടിക്കലി, അത് എൻവയോൺമെന്റൽ കൺസേൺ ഉണ്ടാക്കുന്നുണ്ടെന്ന് പറഞ്ഞു. ഓരോന്നിനും അതിന്റെ ക്രിട്ടിക്കൽ പോയിന്റ്സ് അനലൈസ് അപ്പൊ ചെയ്തേക്കാം. ഇല്ലെങ്കിൽ ലാസ്റ്റ് ഒന്ന് എഴുതിയാലും മതി, കുഴപ്പമില്ല. ഇങ്ങനെയൊക്കെ ആണെങ്കിൽ ഇതിന്റെ പ്രശ്നമൊന്നും അവസാനം പറഞ്ഞാലും കുഴപ്പമില്ല. സ്പേസ് നിങ്ങൾ എപ്പോഴും ശ്രദ്ധിക്കണം. ക്രിട്ടിക്കലി അനലൈസ് ചെയ്യാൻ പറഞ്ഞ സമയത്ത് എക്സ്പ്ലനേഷൻ ഒരുപാട് കൊടുക്കണ്ട, സ്റ്റാർട്ടിങ്ങിലാവുന്നു ചുരുക്കി വരാം. മനസ്സിലായല്ലേ? അത് എക്സ്പ്ലെയിൻ ദ ലെവൽസ് നോക്കുകയാണെങ്കിലോ ഇതൊന്നും വേണ്ടല്ലോ. അപ്പൊ എക്സ്പ്ലെയിൻ തന്നെ നന്നാക്കി എഴുതിയേക്കാം. മനസ്സിലായില്ലേ? ഓക്കെ ആണല്ലോ? ക്രിട്ടിക്കലി അനലൈസ് ചെയ്യാൻ പറയുമ്പോൾ എന്താ ഉദ്ദേശിക്കുന്നതെന്ന് കൺഫ്യൂഷൻ ഇനി കിടക്കുന്നുണ്ടോ? ശരിയായിട്ട് ഓക്കെ സെറ്റ്. അപ്പൊ അത് ജസ്റ്റ് ഇനി ഞാൻ പറയാൻ ഈ രീതിയിൽ പറഞ്ഞത് എല്ലാം ഇവാലുവേറ്റ് എന്താണെന്ന് മനസ്സിലാത്തത് കൊണ്ടാണ്. അല്ലെങ്കിൽ അദ്ദേഹം എക്സ്പ്ലെയിൻ ചെയ്യുന്നത് അത് പിന്നെ ഞാൻ ശ്രദ്ധിച്ചത്. അപ്പൊ നമുക്ക് അടുത്ത് നോക്കേണ്ടത് എന്താണ് ഇവാലുവേറ്റ് എന്നുള്ളത്. ഇങ്ങനെ ഒരുപാടുണ്ട്. അപ്പൊ ഞാൻ തൽക്കാലം ഇവാലുവേറ്റിൽ നിർത്തിയതാണ്. 2-3 ക്ലാസ് കൊണ്ട് നമ്മൾ ഓരോ നന്നായി പഠിച്ച് വയ്ക്കും. അല്ലെങ്കിൽ ഓരോ എല്ലാം ഇപ്പൊ പറഞ്ഞാൽ നിങ്ങൾക്ക് എല്ലാവരുടെ കൺഫ്യൂഷനാണ്. ഓക്കെ, അതുകൊണ്ട് ഇവാലുവേറ്റിലേക്ക് പോകുന്നതിന് മുന്നേ നമ്മൾ എവിടേക്ക് എത്തി എന്ന് പറഞ്ഞ് നോക്കണം. ഓക്കെ, ഫസ്റ്റ് പറഞ്ഞത് എക്സ്പ്ലെയിൻ ചെയ്യാനാണ്. ദാറ്റ് മീൻസ് അതെന്താണെന്ന് എക്സ്പ്ലെയിൻ ചെയ്ത് ക്ലാരിറ്റി വരുന്നതായിരിക്കും. ക്ലിയർ. രണ്ടാമത് പറഞ്ഞത് ഡിസ്കസ് ചെയ്യാനാണ്.
അതേ വിഷയം ഡിസ്കസ് ചെയ്യുമ്പോൾ അതിന്റെ പല പെർസ്പെക്റ്റീവ് കൊടുത്തിട്ട് ഡിസ്കസ് ചെയ്യും. ശരിയാണല്ലോ? അത് എക്സാമിൻ ചെയ്യാനാവുമ്പോൾ ഈ പെർസ്പെക്റ്റീവ് ഒക്കെ തന്നെ വിത്ത് ഡാറ്റ എവിഡൻസ് വെച്ചിട്ട് നമ്മൾ കുറെ കൂടി എക്സാമിൻ ചെയ്ത് വെക്കും. അവിടെ കൺക്ലൂഷനും അതിന്റെ ബേസ് ആയിരിക്കണം. ഓക്കെ, പിന്നെ ഒന്നേതാണ് അനലൈസ് ചെയ്യുന്നതാണ്. ഈ പറയുന്ന ഓരോ പെർസ്പെക്റ്റീവിനെയും വേറെ വിഷയമായി റിലേറ്റ് ചെയ്തുകൊണ്ട് നമ്മൾ അനലൈസ് ചെയ്ത് വെക്കുന്നു. ക്രിട്ടിക്കൽ അനലൈസ് ചെയ്യുന്ന സമയത്ത് അതിന്റെ ഇങ്ങനെയൊക്കെയാണ് ഗുണങ്ങളെങ്കിലും ഇങ്ങനെ പ്രശ്നം കൂടി ഉണ്ടെന്ന് അവസാനം ക്രിട്ടിക്കൽ അനലൈസ്. ക്ലിയർ ആവുന്നുണ്ടോ കാര്യങ്ങൾ? ഓക്കെ, ഇങ്ങനെയാണെങ്കിൽ പിന്നെ എന്താ ഇവാലുവേറ്റ് ചെയ്യാന്ന് പറഞ്ഞ ഇവാലുവേഷൻ എങ്ങനെ എന്തോ വ്യത്യാസം? ഇവാലുവേറ്റർ വേർഡ് മീനിങ് കിട്ടുന്നത് എന്താ? വിലയിരുത്തുക. ഓക്കെ, അപ്പൊ ശരിക്കും ഇവിടെ ഇവാലുവേറ്ററിന്റെ മീനിങ് കറക്റ്റ് വരുന്നത് ജഡ്ജ്മെന്റ് എന്ന് തന്നെയാണ്. ഓക്കെ, അപ്പൊ നിങ്ങൾക്കൊരു കാര്യം മനസ്സിലാക്കാം, ഇവാലുവേറ്റ് എന്ന് പറയുമ്പം ആ കറക്റ്റ് ആ കീവേഡിന് തക്കതായ ആൻസർ ശരിക്കും നിങ്ങൾക്ക് വരുന്നത് അതിന്റെ കൺക്ലൂഷൻ ആയിരിക്കും. കാരണം ജഡ്ജ്മെന്റ് ആണ്. സി, എക്സാമിൻ ചെയ്യുമ്പോൾ ആ വിഷയത്തെ നിങ്ങൾ ഇൻവെസ്റ്റിഗേറ്റ് ചെയ്യുന്നു. എക്സാമിൻ ചെയ്യുമ്പോൾ അനലൈസ് ചെയ്യുമ്പോൾ അതിന്റെ ബ്രേക്ക് ഇറ്റ് ടു പാർട്ട് ആൻഡ് എക്സ്പ്ലെയിൻ റിലേഷൻഷിപ്പ്, അതിന്റെ വേറെ വിഷയമായിട്ട് റിലേഷൻഷിപ്പ് കണക്ട് ചെയ്തുകൊണ്ട് നിങ്ങൾ പറഞ്ഞു പോകുന്നു. അതിനെ വിത്ത് പെർസ്പെക്റ്റീവ്. ക്രിട്ടിക്കൽ അനലൈസ് ചെയ്യുമ്പോൾ അതിന്റെ കൂടെ അതിന്റെ പ്രശ്നം ക്രിട്ടിക്കൽ വശങ്ങൾ എഴുതുന്നു. ഇവാലുവേറ്റ് ചെയ്യുമ്പോൾ ജഡ്ജ് ഹൗ സക്സസ്ഫുൾ, എഫക്റ്റീവ് ആൻഡ് സിഗ്നിഫിക്കന്റ് സംതിങ് ഇസ്. ഇപ്പം ഇവാലുവേറ്റ് ദ സിഗ്നിഫിക്കൻസ് അല്ല സിഗ്നിഫിക്കൻസ് ഓഫ് ബ്ലൂ എക്കണോമി ഇന്ത്യ എന്ന് ചോദിച്ചാൽ ബ്ലൂ എക്കണോമി ഇന്ത്യക്ക് എത്രത്തോളം സിഗ്നിഫിക്കന്റ് ആണ് എന്ന് എക്സ്പ്ലെയിൻ ചെയ്യാനോ ഡിസ്കസ് ചെയ്യാനോ അനലൈസ് ചെയ്യാനോ അല്ല ചോദിച്ചിരിക്കുന്നത്, അത് ഇവാലുവേറ്റ് ചെയ്യാനാണ് പറഞ്ഞിരിക്കുന്നത്. എന്ന് വെച്ചാൽ ബ്ലൂ എക്കണോമി ഇന്ത്യക്ക് എത്രത്തോളം സിഗ്നിഫിക്കന്റ് ആണ് എന്നുള്ളത് നിങ്ങൾ പരിശോധിച്ചിട്ട് അതിന്റെ വാല്യൂ നിങ്ങൾ പറയണം, എക്സാമിൻ ചെയ്തിട്ട് പറയണം. അല്ലെങ്കിൽ അത് കൃത്യമായി പരിശോധിച്ച ശേഷം ആ പറഞ്ഞത് കറക്റ്റ് തന്നെയാണ് എന്ന് പറയണം. ദാറ്റ് മീൻസ് അവിടെ കൺക്ലൂഷനിലാണ് എക്സാമിൽ നിന്നും അത് ഡിഫറെന്റ് ആയിട്ട് മാറുന്നത്. അല്ലാത്തപ്പത്തോളം പോകുന്നത് എങ്ങനെ തന്നെയാണ്? എക്സാമിൻ തന്നെയാണ്. ദാറ്റ് മീൻസ് സിഗ്നിഫിക്കന്റ് ആണ്, എൻവയോൺമെന്റലി സിഗ്നിഫിക്കന്റ് ആണ് എന്ന് നിങ്ങൾ എക്സാമിൻ ചെയ്യുന്നു ആദ്യം വിത്ത് ഡാറ്റ ആൻഡ് എവിഡൻസ്. ശരിയല്ലേ? ഓരോ സിഗ്നിഫിക്കൻസും എക്സാമിൻ ചെയ്ത് പോകുന്നു. ശേഷം നിങ്ങൾ കൺക്ലൂഡ് ചെയ്യേണ്ടത് എങ്ങനെയാണ്? നേരത്തെ പറഞ്ഞതുപോലുള്ള ഒരു ബാലൻസ്ഡ് ആയിട്ടുള്ള വ്യൂ പോയിന്റ് അല്ല, മറിച്ച് നിങ്ങളുടെ ജഡ്ജ്മെന്റ് ആണ്. അത് ഓവർ നെഗറ്റീവ് ആവാൻ പാടില്ല. അവിടെ നിങ്ങൾ നിങ്ങൾക്ക് കിട്ടിയിട്ടുള്ള ഡാറ്റയുടെ അടിസ്ഥാനത്തിൽ നിങ്ങൾ കൃത്യമായിട്ട് ജഡ്ജ് ചെയ്ത് നോക്കിക്കേ. ഒരു എക്സാമ്പിൾ കൺക്ലൂഷൻ. Overall, the blue economy is highly relevant to India's long-term development strategy because of its economic, strategic and ecological significance. However, its success depends on sustainable resource management and institutional capacity. അപ്പോൾ നിങ്ങൾ പറയുന്നു, ഓരോ പോയിന്റ് എക്സാമിൻ ചെയ്യുന്നു. ഫസ്റ്റ് നിങ്ങൾ അത് ഇൻട്രൊഡക്ഷൻ എഴുതുന്നു, പിന്നെ നിങ്ങൾ എന്ത് ചെയ്യാണ്? ഓരോ പെർസ്പെക്റ്റീവിലേക്ക് പോകുന്നു. എന്നിട്ട് എന്ത് ചെയ്യണം? അത് ഇവാലുവേറ്റ് ചെയ്യണം. വേണ്ട. അപ്പം ഫസ്റ്റ് നിങ്ങൾ പറയുന്നു, ഫസ്റ്റ് പോയിന്റ് പറയുന്നു, ഇത് എൻവയോൺമെന്റലി നമുക്ക് ഇത്രത്തോളം റെലവന്റ് ആണ് എന്ന് പറയുന്നു, സിഗ്നിഫിക്കൻസ് പറയുന്നു. എന്ന് നിങ്ങൾ ഇവാലുവേറ്റ് ചെയ്യണം. എങ്ങനെ? എൻവയോൺമെന്റലി നമുക്ക് ഇത്രത്തോളം അത് റെലവന്റ് ആണെന്ന് പറയുമ്പോൾ അത് അങ്ങനെ തന്നെയാണോ? അങ്ങനെ തന്നെയാണോ ഡാറ്റ കാണിക്കുന്നത്? ഓക്കെ, ദാറ്റ് മീൻസ് GDP-യിലേക്ക് ഇത്രത്തോളം കോൺട്രിബ്യൂട്ട് ചെയ്യുന്നുണ്ട് എന്ന് പറയുമ്പോൾ നിങ്ങൾ ഡാറ്റ വെച്ച് പറയുന്നു, GDP-യിലേക്ക് ഇത്രത്തോളം കോൺട്രിബ്യൂട്ട് ചെയ്യുന്നുണ്ട് അല്ലെന്ന് നിങ്ങൾ ഡാറ്റ വെച്ചിട്ട് അതാണോ അല്ലേ എന്ന് പറയുന്നു. ഓക്കെ, ഇപ്പം സപ്പോസ് ക്ലീൻ ആയിട്ടുള്ള പോർഷൻ വന്നു കഴിഞ്ഞിട്ടാണെങ്കിൽ അത് ഫിഷ് പ്രൊഡക്ടിവിറ്റി കൂട്ടുന്നു. അതൊരു പെർസ്പെക്റ്റീവ് ആണല്ലോ, അല്ലേ? അത് ഇവാലുവേറ്റ് ചെയ്യണം. ദാറ്റ് മീൻസ് അങ്ങനെ കൂട്ടുന്നുണ്ടോ ഇല്ലെന്ന് കണക്ക് വെച്ച് പറയണം, എക്സാമിൻ ചെയ്യുന്ന പോലെ തന്നെ. ഓക്കെ, ഇന്ന റിപ്പോർട്ട് പ്രകാരം ഇത് ഈ പൊല്യൂഷൻ ഫ്രീ ആവുന്ന സമയത്ത് പ്രൊഡക്ടിവിറ്റി ഇത്രയും കൂടിയിട്ടുണ്ട്. ആ കണക്കോടെ കിട്ടാൻ സാധ്യതയില്ല, ഇത് എക്സാമ്പിൾ പറയുന്നുള്ളൂ. ഓക്കെ, നിങ്ങൾ പേടിക്കേണ്ട, ആ കണക്കിട്ടാൽ നിങ്ങൾ ചോദിക്കില്ല. ഓക്കെ, അപ്പോൾ നിങ്ങൾ ഇവാലുവേറ്റ് ചെയ്യുന്നു. ദാറ്റ് മീൻസ് അത് അങ്ങനെ തന്നെ നടന്നിട്ടുണ്ടോ, പ്രൊഡക്ടിവിറ്റി കൂടിയിട്ടുണ്ടോ ഇല്ലേ എന്ന് നിങ്ങൾ ഇവാലുവേറ്റ് ചെയ്യുന്നു. ക്ലിയർ? ഓരോ പോയിന്റും അങ്ങനെ തന്നെയാണോ സംഭവിക്കുന്നത് എന്ന് നിങ്ങൾ ഇവാലുവേറ്റ് ചെയ്യുന്നു. അപ്പൊ നിങ്ങൾ ഇവാലുവേറ്റ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് കുറച്ച് കഴിഞ്ഞാൽ മനസ്സിലാവും, ശരിയാണ് ഇങ്ങനെയൊക്കെ ഉണ്ട്. ഓക്കെ, അപ്പോഴും നിങ്ങൾക്ക് മനസ്സിലാവും ഇവിടെ മിസ്മാനേജ്മെന്റ് കാരണം, ഗവൺമെന്റ് ഭാഗത്ത് നിന്നുണ്ടാവുന്ന അക്കൗണ്ടബിലിറ്റി ഇല്ലാത്തത് കാരണം ഇതൊക്കെ അങ്ങനെ കിട്ടില്ല എന്ന് മനസ്സിലാവുന്നു. സോ നിങ്ങളുടെ ജഡ്ജ്മെന്റ് എങ്ങനെയാ വരുന്നത്? ഇതൊക്കെ ശരിയാണ്, ഇതൊക്കെ സിഗ്നിഫിക്കൻസ് ഒക്കെ ഉണ്ട്, പക്ഷെ ഇന്ന പ്രശ്നങ്ങൾ ഉള്ളത് കൊണ്ട് അത് കൃത്യമായി നടപ്പാക്കാൻ പറ്റില്ല. ഓക്കെ, however, its success depends on sustainable resource management and institutional capacity. ഇങ്ങനെയൊക്കെ ആണെങ്കിലും ഈ പറഞ്ഞ ബ്ലൂ എക്കണോമിയുടെ സക്സസ് എന്ന് പറയുന്നത്
റിസോഴ്സ് മാനേജ്മെന്റിലും ഇൻസ്റ്റിറ്റ്യൂഷണൽ കപ്പാസിറ്റിയും ഡിപ്പെൻഡ് ചെയ്തിരിക്കും. റിസോഴ്സ് മാനേജ്മെന്റ് നമുക്ക് മോശമാണെന്ന് ഡാറ്റ വെച്ച് നിങ്ങൾക്ക് മനസ്സിലാവും. ഇൻസ്റ്റിറ്റ്യൂഷണൽ കപ്പാസിറ്റി മോശമാണ്. ദാറ്റ് മീൻസ് നിങ്ങൾ ബ്ലൂ എക്കണോമിയുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ പറയണമെങ്കിൽ കടലുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന ഒരുപാട് ഇൻസ്റ്റിറ്റ്യൂഷൻസ് കുറെ കൂടെ ബെറ്റർ ആയി വർക്ക് ചെയ്യേണ്ടി വരും. എന്തൊക്കെയോ ബോർഡും സ്ഥാപനങ്ങളൊക്കെ ഇല്ലേ, എന്തൊക്കെ ബോർഡൊക്കെ ഉണ്ട്, നിങ്ങൾക്ക് പഠിക്കാം. ഈ കടലുമായി ബന്ധപ്പെട്ട കാര്യങ്ങളെ കൃത്യമായി നോക്കാൻ ആവശ്യമായിട്ടുള്ള ഗവൺമെന്റ് ഡിപ്പാർട്ട്മെന്റ് ബോർഡ്സ് ഒക്കെ ഉണ്ട്. അപ്പൊ അതിന്റെയൊക്കെ കപ്പാസിറ്റി പ്രശ്നവും ഒക്കെ ഉണ്ട്, നിങ്ങൾക്ക് ഇവാലുവേറ്റ് മനസ്സിലാക്കണം. മനസ്സിലായോ? എന്നിട്ട് എന്ത് ചെയ്യണം? നിങ്ങൾ ജഡ്ജ്മെന്റ് പറയാൻ ചെയ്യുന്നവിടെ ഇത് ആവശ്യമാണ് എന്ന് കിട്ടണമെങ്കിൽ. ഓക്കെ, ഇത് നേരത്തെ പറഞ്ഞ കൺക്ലൂഷനകത്ത് നിങ്ങൾ ബാലൻസ്ഡ് ആയിട്ട് വ്യൂ പോയിന്റ് പറഞ്ഞേക്കാളും കുറെ കൂടി നിങ്ങൾ ജഡ്ജ്മെന്റ് പോലെ ഫീൽ ചെയ്യണം. ദാറ്റ് മീൻസ് ഇത് നിങ്ങൾ ക്വസ്റ്റിൽ UPSC ആവശ്യപ്പെട്ടതുപോലെ പറഞ്ഞതുപോലെ തന്നെ എന്ത് തന്നെയാണ് സ്ട്രാറ്റജി നമുക്ക് ഇമ്പോർട്ടൻസ് തന്നെയാണ്. പക്ഷേ ഈ അതിന്റെ വിജയം എന്ന് പറയുന്നത് ഇങ്ങനെ പ്രശ്നമുള്ളത് കൊണ്ട് തന്നെ ഇതിനെ ഡിപ്പെൻഡ് ചെയ്തിരിക്കും. ഇതൊരു എക്സാമ്പിൾ പറഞ്ഞതാണ്. അപ്പൊ നമ്മുടെ ഡിവിഡന്റെ കാര്യം പറയുകയാണെങ്കിൽ ഇന്ന കാര്യങ്ങളൊക്കെ ഉണ്ടെന്ന് പറയുന്നു, പക്ഷെ കണക്കുകൾ കാണിക്കുന്നത് അങ്ങനെയല്ല. അതിന്റെ കാരണം എന്നതാണ്. സോ അത് പരിഹരിച്ചെങ്കിൽ അത് ഗുണം ചെയ്യും എന്ന് കൺക്ലൂഡ് ചെയ്യുന്നു. ജഡ്ജ്മെന്റ് ആക്കി മാറ്റുന്നു. നിങ്ങൾ വ്യത്യാസം മനസ്സിലാവുന്നുണ്ടോ? ഏകദേശം. ഓക്കെ, എക്സാമിൻ ചെയ്തതും ഇതും തമ്മിൽ വളരെ വലിയ വ്യത്യാസമൊന്നും വരുന്നില്ല. പക്ഷെ കുറെ കൂടി ഇവിടെ നിങ്ങളുടെ ജഡ്ജ്മെന്റ് പോലെ ഫീൽ ചെയ്യണം പറയുമ്പോൾ. എക്സാമിൻ ചെയ്തിട്ട് തന്നെ എവിടെയും പറയുന്നത് നിങ്ങൾ ഡാറ്റ വെച്ചിട്ട് എക്സാം എടുത്ത് തന്നെയാണ് പറയുന്നത്. ഓക്കെ, അതായത് ബ്ലൂ എക്കണോമി ഇന്ന പോലെ ഗുണം ചെയ്യും എന്ന് പറയുമ്പം അത് ഇന്ത്യയിൽ ഗുണം ചെയ്തിട്ടുണ്ടോ ഇല്ലേ എന്ന് നിങ്ങൾ ജഡ്ജ് ചെയ്യണം, നിങ്ങൾ വിലയിരുത്തണം വിത്ത് ഡാറ്റ. അപ്പൊ നിങ്ങൾക്ക് മനസ്സിലാവും, ഓക്കെ അത് ഗുണം ചെയ്യുന്ന പറഞ്ഞാൽ ശരി തന്നെയാണ്, പക്ഷെ എന്റെ പ്രശ്നം കൊണ്ട് അതങ്ങനെ ആയി മാറുന്നില്ല എന്ന് മനസ്സിലാവും. അപ്പൊ അതാണ് കൺക്ലൂഷനിൽ വരുന്നത്. ഇൻസ്റ്റിറ്റ്യൂഷണൽ കപ്പാസിറ്റി കുറവാണ്, നമുക്ക് അത്രയും ഡിപ്പാർട്ട്മെന്റ് സ്റ്റാഫ് ഒന്നുമില്ല ഉപയോഗിക്കാൻ വേണ്ടിയിട്ട്. അതുപോലെ തന്നെ റിസോഴ്സ് മാനേജ്മെന്റ് നമ്മുടെ കപ്പാസിറ്റി മോശമാണ്. അതുകൊണ്ടൊക്കെ അത് ബ്ലൂ എക്കണോമി ഡെവലപ്മെന്റ് നമുക്ക് ദോഷകരമായി ബാധിക്കുന്നുണ്ട്. അത് പരിഹരിച്ചെങ്കിൽ തന്നെ ബ്ലൂ എക്കണോമി ഡെവലപ്മെന്റ് സക്സസ്ഫുൾ ആയിട്ട് മാറും. ജഡ്ജ് ചെയ്യുക നിങ്ങൾ ചെയ്യുന്നത്, നിങ്ങൾ വിധി മാത്രമല്ല പറയുക ചെയ്യുന്നത്, ഇവാലുവേറ്റില്ല. ക്ലിയർ ആണോ? ഓക്കെ, എഴുതി വരുമ്പോൾ ശരിയായിക്കോളും. ഓക്കെ, അപ്പൊ ഇവാലുവേഷനിൽ വരുന്നത് അതാണ്. സി ജഡ്ജ് ഹൗ സക്സസ്ഫുൾ, എഫക്റ്റീവ്, സിഗ്നിഫിക്കൻറ്റ്. അധികം ഇവാലുവേറ്റ് ചെയ്യാൻ ചോദിക്കുന്നത് സ്കീംസ് ഒക്കെ ആയിരിക്കാം. MJ NRG സ്കീം, ഇവാലുവേറ്റ് ദ സക്സസ് ഓഫ് ദ സ്കീം എന്ന് വെച്ചാൽ സിമ്പിൾ അല്ലേ? MJ NRG സ്കീം എന്തിനു വേണ്ടി ഉദ്ദേശിക്കുന്നത് ആദ്യം എഴുതുന്നു, ശേഷം ആ സ്കീമിന് ഉദ്ദേശിച്ചത് തന്നെയാണ് ജോലി കിട്ടുക എന്നുള്ളത് തന്നെയല്ലായിരുന്നു. അപ്പൊ അത് എത്രത്തോളം കിട്ടിയിട്ടുണ്ടോ എന്ന് പരിശോധിക്കുന്നു. അപ്പൊ നിങ്ങൾ കറക്റ്റായി ജഡ്ജ്മെന്റ് ചെയ്യുന്നു, എഫക്റ്റീവ് എത്രത്തോളം എന്നുള്ളത് പരിശോധിക്കുന്നു. ക്ലിയർ ആവുന്നുണ്ടോ? ഈ പറയുന്ന കീവേഡ്സ് കിട്ടിയപ്പോഴല്ലേ നിങ്ങൾക്ക് ഒരു ടോപ്പിക്ക് പഠിക്കുമ്പോൾ അത് എങ്ങനെയൊക്കെ പഠിക്കണമെന്ന് ഐഡിയ വരുന്നത്. ജഡ്ജ്മെന്റ് ആണുള്ളത്. പക്ഷേ ഇതിൽ നോക്കിക്കേ, സൊല്യൂഷൻ ആയിട്ട് വരുന്നില്ലെങ്കിൽ ഒരു പോസിറ്റീവായിട്ട് മാറി. കാരണം ഇത് ഓക്കെ ആണ്, പക്ഷെ ഹൗ ഇസ് സക്സസ് ഡിപ്പെൻഡ് ഓൺ ദിസ് എന്ന് പറഞ്ഞു. ഓക്കെ, അത് ജഡ്ജ്മെന്റ് ആണ്. പക്ഷെ ഈ ഒരു സെന്റൻസിനകത്ത് ഇത് ഒരിക്കലും സക്സസ് ആവില്ല എന്ന പോയിന്റ് ഇല്ല. ഇത് കൺക്ലൂഷനാണ് ഞാൻ പറയുന്നത്. എക്സാമ്പിൾ എടുത്താണ് കൺക്ലൂഷനകത്ത്. അവിടെ വേഗോട് പറയുന്നില്ല. കൺക്ലൂഷൻ ഇങ്ങനെ നിങ്ങൾ ജഡ്ജ്മെന്റ് കൺക്ലൂഡ് ചെയ്താൽ മതി. മനസ്സിലായില്ലേ? അപ്പം ഇന്ന പ്രശ്നങ്ങളുണ്ട്. അതായത് നിങ്ങൾ ഇന്ന ഓരോ പെർസ്പെക്റ്റീവ് എടുത്തിട്ട് അതിനെന്ത് ഇവാലുവേറ്റ് ചെയ്യുന്നു. ഇന്ന പോലെ ഈ വിഷയം, അതിപ്പം എൻവയോൺമെന്റിൽ ഇന്നതാണെന്ന് പറയുമ്പോൾ എൻവയോൺമെന്റിൽ ഇന്ന പോലെ, അതായത് എൻവയോൺമെന്റിൽ നമുക്ക് ഇന്ന പോലെ ഗുണം ചെയ്തു എന്ന് പറയുമ്പോൾ ഗുണം ചെയ്തോ ഇല്ല എന്നുള്ള ഡാറ്റകളൊക്കെ ഉണ്ടാവണം. മനസ്സിലായി? ചിലപ്പോൾ ചെയ്തെന്നായിരിക്കും, അല്ലെങ്കിൽ ചെയ്തിട്ടില്ലെന്നായിരിക്കും. ചെയ്തിട്ടില്ലെന്നാണെങ്കിൽ അതിന്റെ പ്രശ്നം എന്തായിരിക്കും? പല പ്രശ്നങ്ങളായിരിക്കാം. ഇപ്പം റിസോഴ്സ് മാനേജ്മെന്റ് പ്രശ്നമായിരിക്കാം, അല്ലെങ്കിൽ ഇൻസ്റ്റിറ്റ്യൂഷണൽ കപ്പാസിറ്റിയുടെ പ്രശ്നമായിരിക്കും, പല പ്രശ്നങ്ങളായിരിക്കാം. നിങ്ങൾക്ക് വായിക്കാൻ മനസ്സിലായി, നിങ്ങൾ അത് ഡെവലപ്പ് മനസ്സിലായിക്കോളൂ എന്നുള്ള കാര്യങ്ങൾ. അപ്പൊ നിങ്ങൾ ആ പോയിന്റിൽ ആ പ്രശ്നം മനസ്സിലാക്കിയല്ലോ, അടുത്ത പോയിന്റ് എഴുതുന്നു, സ്ട്രാറ്റജിക്കലി റെലവൻസ് ഒക്കെ എഴുതുന്നു. അപ്പം സ്ട്രാറ്റജിക്കലി റെലവൻസ് ഉണ്ട് എന്ന് ഉറപ്പാണ് അല്ല, പക്ഷെ നിങ്ങളത് ഇവാലുവേറ്റ് ചെയ്യുമ്പം ആ റെലവൻസ് നമുക്ക് ഉപയോഗപ്പെടുന്നുണ്ടോ എന്ന് മനസ്സിലാക്കുന്നു. ഇല്ലെങ്കിൽ എന്തുകൊണ്ടാണ്? ഇപ്പം ആൻഡമാൻ നിക്കോബാറിലെ പ്രൊജക്ട് നിങ്ങൾ ഇവാലുവേറ്റ് ചെയ്യുകയാണ്, ശരിയാണ്, ഗുണം ചെയ്യുമെന്ന് ഇവാലുവേറ്റ് ചെയ്തു. പക്ഷെ നിങ്ങൾ അതിനെ ഇവാലുവേറ്റ് ചെയ്യുകയാണ്. അപ്പൊ എന്താണ് ഈ പ്രൊജക്ടിന്റെ കാലതാമസം? ഒന്ന്, സമരങ്ങൾ നടക്കുന്നു, അത് ഒതുങ്ങണം. ഇങ്ങനെ പല പല പ്രശ്നങ്ങളുണ്ട്, ശരിയല്ലേ? ദാറ്റ് മീൻസ് എന്താണ് നമ്മുടെ ആ സ്പീഡ്, ഇത് പെട്ടെന്ന് കിട്ടാത്ത സ്പീഡ്, അത് പ്രശ്നമായല്ലേ? മനസ്സിലായല്ലോ, അവിടെ അത് പ്രശ്നമെന്ന് മനസ്സിലായി. ഇങ്ങനെ ഓരോ പോയിന്റ് എടുക്കുമ്പോഴും അവിടെ എന്താണ് പ്രശ്നമായി മാറുന്നത് നിങ്ങൾ ജഡ്ജ് ചെയ്യും, നിങ്ങൾ ഇവാലുവേറ്റ് ചെയ്യുന്നു. അപ്പൊ അവസാന കൺക്ലൂഷനിലേക്ക് ഇങ്ങനെയൊക്കെ ആണെങ്കിൽ കിട്ടും, ഇന്ന പ്രശ്നങ്ങൾ പരിഹരിച്ചെങ്കിലേ അത് ഗുണം ചെയ്യും എന്ന് പറയും. മനസ്സിലായല്ലോ? ആ ജഡ്ജ്മെന്റ് ആണ് കറക്റ്റായിട്ട്. ഓക്കെ, അവിടെ അങ്ങനെ ഒരു ബാലൻസ്ഡ് ആയിട്ടുള്ള ഒരു ചെയ്തേക്കാം എന്നല്ല, ഇത് പരിഹരിച്ചാൽ ഗുണം ചെയ്യും എന്ന് കൃത്യമായി പറയും. ഓക്കെ, കൺക്ലൂഷൻ എവറോളൊക്കെ വ്യത്യാസം ഒരുപോലെ തന്നെയാണ് വരുന്നത്.
പിന്നെ നിങ്ങൾ ഇവാലുവേറ്റ് ചെയ്യുകയാണ്, ദാറ്റ് മീൻസ് എന്റെ ജഡ്ജ്മെന്റ് ആണ് അവിടെ വരേണ്ടത് എന്ന് മനസ്സിൽ വെച്ചുകൊണ്ട് നിങ്ങൾ എഴുതുകയാണെങ്കിൽ അപ്പൊ നിങ്ങളിപ്പം ചെയ്തേക്കാം എന്ന് പറയില്ല, ചെയ്യുമെന്ന് പറയും. മനസ്സിലായില്ലേ? നോക്കിക്കേ, എന്നെയൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ സക്സസ് എന്ന് പറയുന്നത് ഇതിനെ ഡിപ്പെൻഡ് ചെയ്തിരിക്കുന്നു എന്നാ പറഞ്ഞിരിക്കുന്നത്, അല്ലാതെ ഇതൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ ഇത് സക്സസ് ആയേക്കാം എന്നല്ല. അപ്പൊ അത് അങ്ങനെ പറയുമ്പോൾ അത് ഒരു ബാലൻസ്ഡ് വ്യൂ പോയിന്റ് ആണ്. പക്ഷെ അങ്ങനെയല്ല, ഇത് ആണെങ്കിലും ഇങ്ങനെയൊക്കെ ഗുണമുണ്ടെങ്കിലും അത് ഗുണം ചെയ്യണമെങ്കിൽ ഇത് പരിഹരിക്കേണ്ടതുണ്ട് എന്ന് നിങ്ങൾ പറയുകയാണ്. അപ്പൊ ജഡ്ജ്മെന്റ് ആണ്. മനസ്സിലായില്ലേ? ഓക്കെ, ഇതൊക്കെ കറക്റ്റ് ആയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് അത് എക്സാമിനർക്ക് ഒറ്റയടിക്ക് അത് നല്ലതാണ് ഫീൽ ചെയ്യും. കാരണം ഫസ്റ്റ് ടൈം ആയിട്ട് ആൻസർ നോക്കാൻ വരുന്ന വ്യക്തി ആയിരിക്കുന്നില്ല. ഒരുപാട് കാലമായിട്ട് UPSC ആൻസർ വാല്യൂ ചെയ്യുന്ന, ചിലപ്പോൾ ഫസ്റ്റ് റാങ്കിന്റെ ആൻസർ വാല്യൂ ചെയ്യുന്ന വ്യക്തി ആയിരിക്കും ഉണ്ടാവുക. അപ്പൊ നിങ്ങൾ ഈ പറഞ്ഞ ഓരോന്നിന്റെയും മൈന്യൂട്ട് പോയിന്റ് വരെ പുള്ളിക്ക് ഫീൽ ചെയ്യും. ഓക്കെ, ഇപ്പൊ ഒരു സിനിമ നല്ല സിനിമയാന്ന് പറയുമ്പോൾ അതിൽ പല ഘടകങ്ങൾ ഒരുമിച്ചായെങ്കിലേ നല്ലത് ഫീൽ ചെയ്യുള്ളൂ. നല്ലത് നമുക്ക് ഫീൽ ചെയ്ത് കഴിയും. ഓക്കെ, നന്നായി മനസ്സ് തട്ടുന്നുണ്ട് ഫീൽ ചെയ്യുന്നു. അങ്ങനെ മനസ്സിൽ ആ സിനിമ തട്ടുന്നുണ്ടെങ്കിൽ അതിന് കാരണം അതിൽ പല ഘടകങ്ങൾ ഒന്നായി ബെറ്റർ ആയതുകൊണ്ടാണ്. അതോ നിങ്ങൾ ആൻസറിനകത്ത് തന്നെ പല ഘടകങ്ങൾ ബെറ്റർ ആയാൽ അത് ഓരോന്നും എടുത്ത് എക്സാമിനർ മനസ്സിലാക്കണമെന്നൊന്നുമില്ല. പക്ഷെ അയാൾക്ക് ഫീൽ ചെയ്യും കറക്റ്റായിട്ട് ചോദിച്ചതിലേക്ക് കറക്റ്റായി വന്നിരിക്കുന്നു എന്ന്. ഓക്കെ, നിങ്ങൾ അങ്ങനെ എഴുതി പോയി, എല്ലാം എഴുതി പോയി, അവസാനം പറയുകയാണ് ബ്ലൂ എക്കണോമി നിങ്ങൾക്ക് ഇത്രയും റെലവെന്റ് ആണ്, അപ്പം ഇത്രയും പ്രശ്നങ്ങൾ പരിഹരിച്ചു കഴിഞ്ഞാൽ അത് സക്സസ്ഫുൾ ആയേക്കാം. അങ്ങനെ പറയുമ്പോൾ അപ്പം അയാൾക്ക് സ്ട്രൈക്ക് ചെയ്യും, അയ്യോ ഇതൊരു ജഡ്ജ്മെന്റ് അല്ല, ശരിയല്ല. പക്ഷെ എങ്ങനെ പറയുന്നു, ഇത് സക്സസ്ഫുൾ ആണ്, ഇന്ന കാര്യങ്ങൾ പരിഹരിച്ചെങ്കിൽ മാത്രമേ അത് സക്സസ്ഫുൾ ആവൂ എന്ന് പറയുമ്പോൾ അത് ജഡ്ജ്മെന്റ് ആയി ഫീൽ ചെയ്യുന്നു. മനസ്സിലായല്ലേ? അതങ്ങനെ ഫീൽ വരും അയാൾക്ക്, നോക്കുന്ന ഒരാൾക്ക്. മനസ്സിലായല്ലോ? സോ ഇവിടെ ഓരോ പോയിന്റ് ഇവാലുവേറ്റ് ചെയ്തതിനു ശേഷം അത് ഇത് ഗുണമാണ് എന്ന് പറയുമ്പോൾ ഗുണമായോ അല്ലേ എന്ന് നിങ്ങൾ വാല്യൂറ്റ് ചെയ്യുന്നു. അപ്പൊ ആയിട്ടില്ല എങ്കിൽ അതിന്റെ കാരണം മനസ്സിലാവുന്നു. ഓക്കെ, ഇപ്പം ആൻഡമാൻ നിക്കോബാർ പ്രൊജക്ട് ഗുണം ചെയ്യും എന്ന് പറയുമ്പോൾ അത് ഗുണമായിട്ടില്ല ഇപ്പം. എന്തുകൊണ്ടാണ്? അവിടെ എൻവയോൺമെന്റൽ ഇഷ്യൂസ് കൺസേൺ കിടക്കുന്നുണ്ട്, സമരം നടക്കുന്നുണ്ട്, ശരിയല്ലേ? പ്രൊജക്ട് മൂവ് ചെയ്യുന്നില്ല, ശരിയല്ലേ? അപ്പൊ അത് കൺസേൺ ആണല്ലോ. ഓക്കെ, മനസ്സിലായില്ലേ? ഇതിപ്പം പല വേറെ ടോപ്പിക് എടുത്താൽ നമുക്ക് പലത് എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റുന്നുണ്ട്. ഞാൻ ഈ വിഷയം മാത്രം വെച്ചത് കൊണ്ടാണ്. ഇപ്പം പൊളിറ്റിക്കകത്താണെങ്കിൽ ഒരുപാട് പറയാൻ പറ്റും, എൻവയോൺമെന്റിലും പറയാൻ പറ്റും, ഡെവലപ്മെന്റ് ഇഷ്യൂസ് കറക്റ്റായി പറയാൻ പറ്റും. നമ്മൾ എല്ലാ ഡെവലപ്മെന്റ് ഇഷ്യൂസിനും ഈ ഒരു പ്രശ്നം നടക്കുന്നുണ്ട്. എന്താണ് സ്പീഡ് എന്ന് പറയുന്നത്, ശരിയല്ലേ? അത് പോസിറ്റീവ് നെഗറ്റീവ് ആണ്. ആസ് എ ഡെമോക്രസി അത് പോസിറ്റീവ് ആണ്. എല്ലാവരുടെയും പ്രശ്നങ്ങൾ കൺസേൺ പരിഹരിച്ചുകൊണ്ടാണ് എന്ത് ചെയ്യുന്നത്, അത് നടപ്പാക്കപ്പെടുന്നത്. ഞാൻ പലവണ കോതിപ്പാലം വർഷങ്ങൾ എടുത്തു അതിന്റെ അപ്രോച്ച് ഉണ്ടാകുന്നത്. ഓക്കെ, അതെന്തുകൊണ്ടാണ് ഡെമോക്രസി ആയതുകൊണ്ടാണ്. ഓക്കെ, അങ്ങനെ പറ്റും, പേടിക്കണ്ട, ശരി വന്നോളൂ. ഇപ്പൊ ഏകദേശം ഐഡിയ കിട്ടിയോ? ഓക്കെ, കൺക്ലൂഷൻ ജഡ്ജ്മെന്റ് ആയിട്ടുള്ള മാറണം എന്നുള്ളതാണ്. ഇതിനെ ഇവാലുവേഷൻ എന്ന് പറയുമ്പോൾ ഓരോ പോയിന്റും ഇതിനെ എടുത്തിട്ട് നമ്മൾ അതിന് ഓരോ പെർസ്പെക്റ്റീവ് എടുത്ത് പറയല്ലോ. അങ്ങനെ ഓരോ പെർസ്പെക്റ്റീവ് പറയുന്ന സമയത്ത് ഒരു പെർസ്പെക്റ്റീവ് പറയുകയാണ് എൻവയോൺമെന്റ് നമുക്ക് ഗുണം ചെയ്യും എന്ന് പറയുമ്പോൾ അത് ഗുണം ചെയ്തോ ഇല്ലേ എന്ന് ഡാറ്റ വെച്ച് നമ്മൾ പരിശോധിക്കണം. ഓക്കെ, എന്നിട്ട് അപ്പം എന്താ ഇവാലുവേറ്റ് ചെയ്തു, ചിലപ്പം കിട്ടും ഗുണം ചെയ്യുമായിരുന്നു, പക്ഷെ ഇന്ന പ്രശ്നം കൊണ്ട് ഗുണം ചെയ്തിട്ടില്ല. അപ്പൊ ആ പ്രശ്നം നമ്മൾ മനസ്സിൽ വെക്കുന്നു, അടുത്ത പോയിന്റ് എടുക്കുന്നു. ഇങ്ങനെ അവസാനം കൺക്ലൂഷൻ വരുമ്പോഴോ ഇന്ന പ്രശ്നങ്ങളുണ്ട്, അതുകൊണ്ട് പരിഹരിച്ചെങ്കിലാണ് അത് ഗുണം ചെയ്യുക എന്ന് പറഞ്ഞാൽ ജഡ്ജ്മെന്റ് ആയി. അത് ഇവാലുവേറ്റ് ചെയ്യുമ്പോൾ മനസ്സിലാവുക. പിന്നെ മൊത്തം കൺഫ്യൂഷനെയാണ്. പിന്നെ വിചാരിക്കുന്നത് ഇങ്ങനെയാണെങ്കിൽ ഞാൻ ഈ കളിക്കില്ല, അത് ഉദ്ദേശിക്കുന്നത്. അപ്പൊ നമ്മൾ ആൻസർ ചെയ്യുമ്പോൾ ഞാൻ ഓക്കെ ഇവിടെ യു ആർ ജഡ്ജിങ്, നിങ്ങൾ കൃത്യമായി ജഡ്ജിങ്, ഇന്നത് പോലെ പരിഹരിച്ച് അത് നടക്കൂ, കൃത്യം പറഞ്ഞു വെച്ചു. ഓക്കെ, നടക്കില്ല എന്ന് പറയുന്നത്, അതായത് ഇങ്ങനെയൊന്നും ചെയ്തിട്ടില്ലെങ്കിൽ നടക്കില്ല എന്ന് പറയുന്നത്, ഇങ്ങനെയെങ്കിലും ചെയ്താൽ നടക്കൂ എന്ന് പറയണം. മനസ്സിലായല്ലോ? ഓക്കെ, അപ്പൊ ഇനി ആൻസർ ചെയ്യുമ്പോൾ എങ്ങനെ എഴുതുന്നത് ഐഡിയ കിട്ടിയല്ലോ. അപ്പൊ 1-2 ദിവസം കൊണ്ടൊന്നും ഈ പറഞ്ഞ സാധനം ആവത്തില്ല. ഓക്കെ, അത് മെല്ലെ നിങ്ങളത് സോൾവ് ചെയ്ത് ട്രൈ ചെയ്ത് പ്രാക്ടീസ് ചെയ്ത് വരണം. അപ്പം ഇപ്പൊ നിങ്ങൾ ചെയ്യേണ്ടത് ഇനി ഒരുപാടുണ്ട്, എലിസിബിലിറ്റി, കമന്റ്, ഒരുപാട് വേർഡ്സ് കിടക്കുന്നുണ്ട്. എന്തൊക്കെയായിരുന്നു ഫസ്റ്റിൽ വരുന്ന ഓർമ്മയുണ്ടോ? ജസ്റ്റിഫൈ, ഡിഫറൻഷിയേറ്റ്, അങ്ങനെ പല കാര്യങ്ങളുണ്ട്. പക്ഷെ ഇപ്പൊ നമ്മൾ പറഞ്ഞില്ലേ, ഇത് തന്നെ തിരിച്ചും മറിച്ചും വരുന്ന ബാക്കിയുള്ള വിഷയങ്ങളൊക്കെ. ഇതാണ് കുറച്ചുകൂടി നിങ്ങൾക്ക് തിരിച്ചറിയേണ്ടിരുന്ന കാര്യങ്ങൾ. ഒരു 6 എണ്ണം ഇനിയും കിടക്കുന്നുണ്ട്, നമുക്ക് അതെല്ലാം നോക്കണം. കണ്ടിന്യൂസ് ക്ലാസ് അല്ലെങ്കിൽ പല ക്ലാസ്സുകളായിട്ട് നോക്കണം. ഇപ്പൊ നിങ്ങൾ ചെയ്യേണ്ടത് ഇത്രയും വേർഡ്സുകൾ അതെന്താണെന്ന് കൃത്യമായിട്ട് സ്ലൈഡ് നോക്കി വായിച്ച് പഠിച്ച് മനസ്സിലാക്കണം. എന്തെങ്കിലും ഡൗട്ട്സ് വരുന്നുണ്ടെങ്കിൽ അതും നമ്മുടെ ഡിഫറൻസ് എന്താണെന്ന് ചോദിച്ച് മനസ്സിലാക്കാൻ ശ്രമിക്കണം. നമ്മളിപ്പോ നോക്കിയ വേർഡ്സ് ഏതൊക്കെയായിരുന്നു? എക്സ്പ്ലെയിൻ, ഡിസ്കസ്, ഏതൊക്കെയായിരുന്നു? എക്സാമിൻ, അനലൈസ്, ക്രിട്ടിക്കൽ അനലൈസ് ആൻഡ് ഇവാലുവേറ്റ്.
ഓക്കെ, ഇത്രയും വേർഡ്സ് എന്താ ഉദ്ദേശിക്കുന്നതെന്ന് കൃത്യമായിട്ട് വായിച്ച് മനസ്സിലാക്കണം. അപ്പൊ ഇനി ആ ക്വസ്റ്റ്യൻ ചോദിക്കുമ്പോൾ ഇങ്ങനെ ചോദിക്കുന്നെങ്കിൽ അതിന്റെ ആൻസർ ചെയ്യാവും, അല്ലെങ്കിൽ അതിന് ആൻസർ ചെയ്യണം. അതാണ് ഇപ്പൊ മനസ്സിലായി ആദ്യത്തെ കാര്യം. രണ്ടാമത്തെ കാര്യം എന്താ മനസ്സിലായി? നിങ്ങൾ ഒരു ടോപ്പിക് പഠിക്കുമ്പം അത് ഈ പറഞ്ഞ എക്സ്പ്ലെയിൻ ചെയ്യാനും ഡിസ്കസ് ചെയ്യാനും എക്സാമിൻ ചെയ്യാനും ഇവാലുവേറ്റ് ചെയ്യാനും ക്രിട്ടിക്കലി അനലൈസ് ചെയ്യാനുള്ള പോയിന്റ്സും വേണ്ട റിസോഴ്സും നിങ്ങളുടെ കയ്യിൽ ഉണ്ടാവണം. ഓക്കെ, അതിനിപ്പോ ഈ സ്റ്റാറ്റിക് സബ്ജക്റ്റ് ആകുമ്പോൾ അത്രയൊന്നും കിട്ടിയത് വരില്ല, ഫണ്ടമെന്റൽ റൈറ്റ് ഒന്നും കിട്ടിയത് വരില്ല. പക്ഷെ കറണ്ട് അഫേഴ്സിനകത്തുനിന്ന് അതെല്ലാം അങ്ങനെ തന്നെ കിട്ടും. ഇപ്പൊ മനസ്സിലായല്ലോ റാങ്ക് ഹോൾഡേഴ്സ് ആവുന്നത് എങ്ങനെയാണെന്ന്. ഓക്കെ, അപ്പൊ ഒരു ടോപ്പിക് പഠിക്കേണ്ട എങ്ങനെയാണെന്നും പത്രം വായിക്കുന്ന ഒരു ടോപ്പിക് മനസ്സിലാക്കേണ്ട എങ്ങനെയാണെന്ന് മനസ്സിലായല്ലോ. ഓക്കെ, അപ്പം മീൻസ് ഇതാണ് കിട്ടിയ ഇമ്പോർട്ടൻറ്റ് പോയിന്റ് ആണ്. നിങ്ങൾ എങ്ങനെ പഠിക്കണം എന്നുള്ള കാര്യം കൂടി ഇങ്ങനെ കൂടെ പഠിച്ചാലേ നിങ്ങൾ ആൻസർ ചെയ്യാൻ പറ്റും. അല്ലെങ്കിൽ നിങ്ങൾ എഴുതുന്ന എല്ലാ ആൻസറിനും ഒരേപോലെ ഉണ്ടാവും. സെറ്റ്. കൺഫ്യൂഷൻ എവിടെയെങ്കിലും എന്തെങ്കിലും? ആർക്കും ഇല്ലല്ലോ. ഓക്കെ, മറന്നാണ് അടുത്ത ക്ലാസ്സിൽ നമുക്ക് ഇനി അങ്ങോട്ടുള്ള കമന്റ് ചെയ്യുക, ഡിഫറൻഷിയേറ്റ് ചെയ്യുക, ജസ്റ്റിഫൈ ചെയ്യുക, അങ്ങനെ കുറെ ടേംസ് ഒക്കെ ഉണ്ട്. അതെന്താണെന്ന് മനസ്സിലാക്കണം. അതിനുശേഷം മെയിൻസ് ആൻസർ റൈറ്റിന്റെ സ്ട്രക്ചർ ഒന്നും കൂടി ക്ലിയർ ആക്കുന്ന ക്ലാസ് ഉണ്ടാവും. അതുകൂടി ആകുമ്പോൾ നിങ്ങൾ ആൻസർ റൈറ്റിംഗ് കറക്റ്റ് ആവും. പക്ഷെ അതുവരെ നിങ്ങൾ ഇപ്പോഴും ഇത്രയും പോയിന്റ്സ് വെച്ച് മനസ്സിലാക്കിയിട്ട് ആൻസർ ചെയ്യാൻ ശ്രമിക്കാം. അതിനപ്പുറത്ത് എന്തെങ്കിലും ഇനി ഞാൻ ഡിഫറൻഷിയേറ്റ് ചെയ്യാനും ചോദിക്കില്ല. ഈ പോയിന്റ്സ് ഒക്കെ ചോദിച്ചിട്ടുള്ളത് വരുന്നു, നമ്മൾ ചോദിച്ചൊക്കെ എക്സ്പ്ലെയിൻ ചെയ്യാനൊക്കെ തന്നെയല്ലേ ഉള്ളൂ ചോദിച്ചാൽ. പക്ഷെ എക്സ്പ്ലെയിൻ ചെയ്യുമ്പോൾ നിങ്ങൾ എല്ലാ പെർസ്പെക്റ്റീവ് എഴുതുന്നുണ്ട്, ഒരു കുഴപ്പമില്ല. നിങ്ങൾക്ക് എന്തൊക്കെ അറിയാം അതൊക്കെ എഴുതി വെക്കും. എനിക്കറിയാവുന്ന സാറിന് അറിയണ്ടേ എന്നുള്ളതാണ് ധാരണ. അപ്പൊ നിങ്ങൾക്ക് അറിയുന്ന എല്ലാ പോയിന്റും UPSC കൊണ്ട് അറിയിക്കേണ്ട കാര്യമില്ല. ഓക്കെ, ആവശ്യമുള്ള മാത്രം അവർ അറിയിച്ചാൽ മതി. ആവശ്യമുള്ള അറിയിക്കണം. അത് വെല്ലുവിളി വരുന്നത് അത് പഠിക്കാൻ മാത്രമല്ല, 50 വേർഡ്സ് 150 വേർഡ്സ് ഇത് കൺക്ലൂഡ് ചെയ്യുക അല്ലെങ്കിൽ കൺഫൈൻ ചെയ്യുക എന്നുള്ളതും വെല്ലുവിളിയായിരിക്കും. മലയാളം ആയാലും ഇംഗ്ലീഷ് ആയാലും ഒന്നും പ്രശ്നമില്ല, എഴുതി പിടിപ്പിക്കാം. സെറ്റാണല്ലോ. ഓക്കെ,